ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ, വന്യരായ ആചാര്യശ്രേഷ്ഠരെ, ഈ അമ്പലം കൊണ്ട് തടിച്ചൊഴിക്കുന്ന ഭക്തജനങ്ങളെ, വളരെ ദൂരെ നിന്ന് തന്നെ കേൾക്കുന്ന ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ നിവാസികളെ, ഈ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹവുമായി ബന്ധപ്പെട്ട് ഭാഗവത സപ്താഹത്തെപ്പറ്റിയും ഭാഗവതത്തെപ്പറ്റിയും നിങ്ങളോട് ചില ആശയങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ എത്തിയത്. 3 പുസ്തകങ്ങളാണ് ഭാഗവതങ്ങളെന്നറിയപ്പെടുന്നത്. വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ പറയുന്ന ശ്രീമദ് ഭാഗവതം, ദേവിയുടെ ദശാവതാര കഥ പറയുന്ന ദേവി ഭാഗവതം, പരമശിവൻ്റെ അഷ്ടദശാവതാരങ്ങൾ 18 അവതാരങ്ങൾ പറയുന്ന ശിവപുരാണം അഥവാ ശിവഭാഗവതം. ഈ 3 ഗ്രന്ഥങ്ങളെയാണ് ഭാഗവതങ്ങൾ എന്നറിയപ്പെടുന്നത്. ഭഗവാന്റെയും ഭഗവതിയുടെയും കഥകൾ പറയുന്ന പുസ്തകങ്ങൾ. അപ്പോൾ എന്താണ് ഒരു ഭാഗവതം? ഭാഗവതം എന്ന് പറയുന്നത് വേദവ്യാസൻ എഴുതിയ 18 പുരാണങ്ങളിലെ 3 പുരാണങ്ങളാണ്. ഭാഗവതം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പുരാണം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. പുരാണം എന്താണെന്ന് വേദവ്യാസൻ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. സർഗഞ്ച പ്രതിസർഗഞ്ച വംശോ മന്വന്തരാണി വംശാനുചരിതം ചൈവ പുരാണോ പഞ്ചലക്ഷണം. പുരാണത്തിൻ്റെ 5 ലക്ഷണമാണ്. സർഗഞ്ച, ഈശ്വരൻ എന്തൊക്കെയാണ് ഈ ഭൂമി സൃഷ്ടിച്ചത്? ഈശ്വരൻ ഹിമാലയ പർവ്വതം ഉണ്ടാക്കി, പസഫിക് സമുദ്രം ഉണ്ടാക്കി, സസ്യശ്യാമളമായ കേരളത്തെ ഉണ്ടാക്കി. അങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങൾ. പ്രതിസർഗഞ്ച, ഇതുകൂടാതെ മനുഷ്യൻ എന്തെല്ലാമാണ് സൃഷ്ടിച്ചത്? മനുഷ്യൻ ഹസ്തഭ്രമണം പണിഞ്ഞു, മനുഷ്യൻ ഇന്ദ്രപ്രസ്ഥം പണിഞ്ഞു, മനുഷ്യൻ ദ്വാരക പണിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ പണിഞ്ഞു. പ്രതിസർഗഞ്ച. വംശോ, പുരാണത്തിൽ ഒരാളുടെ പേര് പറഞ്ഞാൽ ആ ആളിൻ്റെ വംശപരമ്പര ഇഞ്ഞ് വരും. രാമായണത്തിലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പേര് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ വംശപരമ്പരയിൽ 5ാമതായി വരുന്ന വൈശ്വതമനുവിൻ്റെ വംശപരമ്പരയിലെ വീണ്ടും 5ാമനായി വരുന്ന ഇക്ഷ്വാകുവിൻ്റെ വംശപരമ്പരയിലെ ഗംഗാദി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പ്രസിദ്ധനായ ഭാഗീരഥൻ്റെ വംശപരമ്പരയിലെ സത്യരാജ് ചക്രവർത്തിയായിരുന്ന ഹരിചന്ദ്രൻ്റെ വംശപരമ്പരയിലെ ലോകത്തിൽ ആദ്യമായി സാറ്റലൈറ്റ് ഉണ്ടാക്കി ശൂന്യാകാശത്ത് വരുന്ന തൃശങ്കുവിൻ്റെ വംശപരമ്പരയിലെ ദിലീപിൻ്റെ വംശപരമ്പരയിൽ രഘുവിൻ്റെ വംശപരമ്പരയിലെ അജൻ്റെ മകൻ ദശരഥൻ്റെ മകൻ ശ്രീരാമേന്ദ്രൻ. 42 തലമുറ ഒറ്റ വരവണിഞ്ഞ് വരും. ഇത് പുരാണങ്ങളുടെ വലിയൊരു പ്രത്യേകതയാണ്. അതാണ് വംശോ. പിന്നെ മന്വന്തരാണി. ലോകത്തിൽ 14 മന്വന്തരങ്ങളാണ് എന്ന് ഭാഗവതം പറയുന്നു. ബംഗാളിൽ എഴുതപ്പെട്ട ഭാഗവതത്തിൽ 71 മന്വന്തരങ്ങളുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഹിന്ദുമത എൻസൈക്ലോപീഡിയ 14 മന്വന്തരങ്ങളാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ 7ാമത്തെ മന്വന്തരമാണ് വൈശ്വത മന്വന്തരം. വൈശ്വതൻ എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാന്റെ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. ഈ വൈശ്വത മന്വന്തരത്തിലെ കലിയുഗത്തിലാണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലമാണ് വൈശ്വത മന്വന്തരത്തിലെ കലികാലം. ഗ്രഹപ്പഴയ്ക്ക് നിങ്ങളും ഞാനും ആ സമയത്ത് ധരിച്ചിരിക്കുകയാണ്. ഈ കലികാലം കഴിയുമ്പോൾ വീണ്ടും കൃതയുഗത്തിലേക്ക് പോകും. അപ്പോൾ ലോകത്തിലെല്ലാവരും ലീനിയർ ഹിസ്റ്ററിയാണ് എഴുതുന്നത്. BC, AD, ഓൾഡ് ഏജ്, മിഡിൽ ഏജ്, സയൻറ്റിഫിക് എന്ന് എഴുതി. ഹിന്ദുക്കൾ മാത്രമാണ് സൈക്ലിക്കൽ ഹിസ്റ്ററി ആദ്യമായിട്ട് എഴുതുന്നത്. കൃതത്രേതാപരക്കൽ കഴിഞ്ഞ് വീണ്ടും കൃതയുഗത്തിൽ പോയി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൈക്ലിക്കൽ ഹിസ്റ്ററി. അപ്പോൾ ഈ വൈശ്വത മന്വന്തരം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? അടുത്ത മന്വന്തരം സോളാർ സിസ്റ്റത്തിലല്ല. വേദവ്യാസൻ പറയുന്നു തൃക്കേട്ട നക്ഷത്രം, റാസ അൽഗതി എന്ന നക്ഷത്രം സമൂഹത്തിലാണ് ഇനി മനുഷ്യൻ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഈ 14 മന്വന്തരങ്ങളുടെ കഥ, 96 കോടി വർഷങ്ങളുടെ കഥ, അതാണ് മന്വന്തരാണി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ വംശാനുചരിതം. ഒരു വംശം എങ്ങനെയാണ് രൂപാന്തരപ്പെട്ട് അടുത്ത വംശമാകുന്നത്? ഋഗ്വേദത്തിലെ പ്രസിദ്ധനായ രാജാവാണ് സുദാസ്. അദ്ദേഹം ഭരതകുലത്തിലെ രാജാവായിരുന്നു. അദ്ദേഹം ദാസറാജ്ഞ യുദ്ധത്തിൽ പൂരു രാജാവിനെ പരാജയപ്പെടുത്തി ആ പൂരുവിൻ്റെ മകളെ വിവാഹം കഴിച്ചു. അങ്ങനെ ഭരതകുലവും പൂരുകുലവും കൂടെ ചേർന്നപ്പോൾ അത് കുരുവംശമായി. ആ കുരുവംശത്തിലാണ് പാണ്ഡുവും ധൃതരാഷ്ട്രമൊക്കെ വന്നത്. ആ പാണ്ഡു കുന്തിദേവിയെ കല്യാണം കഴിച്ചപ്പോൾ അത് കുരു യദു രാജവംശമായി. പിന്നെ പാഞ്ചാലി വന്നപ്പോൾ അത് കുരു യദു പാഞ്ചാലി രാജവംശമായി. പക്ഷേ പാഞ്ചാലിയുടെ മക്കളെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പിന്നെ വിരാട രാജകുമാരുടെ സന്തതി പരമ്പരയിലൂടെയാണ് അഭിമന്യുവിൻ്റെയും പരീക്ഷത്തിൻ്റെയൊക്കെ വംശപരമ്പര വരുന്നത്. അതുകൊണ്ട് ആ കാലം എത്തിയപ്പോഴേക്കും അത് കുരു യദു പാഞ്ചാല വിരാട രാജവംശം രൂപാന്തരപ്പെട്ടു. അപ്പോൾ ഇതാണ് ഈ വംശാനുചരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗവതം വായിക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സർഗഞ്ച പ്രതിസർഗഞ്ച വംശോ മന്വന്തരാണി വംശാനുചരിതം ചൈവ പുരാണോ പഞ്ചലക്ഷണം. അപ്പോൾ ഭാഗവതത്തിൽ, ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളാണ്. 12 സ്കന്ധങ്ങളിൽ 335 അധ്യായമുണ്ട്. 335 അധ്യായങ്ങൾ 18,000 ശ്ലോകത്തിലാണ് എഴുതിയിരിക്കുന്നത്. ദേവി ഭാഗവതം വരുമ്പോൾ അതിനും 12 സ്കന്ധമാണ്. പക്ഷേ
318 അധ്യായമേ ഉള്ളൂ. ശ്ലോകങ്ങളുടെ എണ്ണം കൂടുതലാണ്, 18,330 ശ്ലോകങ്ങളാണ്. ശിവപുരാണം എടുക്കുമ്പോൾ അതിനകത്ത് 18 സ്കന്ധമുണ്ട്. എല്ലാം കൂടി 24,000 ശ്ലോകമാണ് ശിവപുരാണം, പരമശിവൻ്റെ 18 അവതാരം പറയുന്ന സംഭവം. അപ്പോൾ ഈ ഭാഗവതങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ എന്താണ്, എങ്ങനെയാണ് ഇതിൽ നിന്ന് പഠിക്കുന്നത്? ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ 300 കഥകളാണ്. ഈ 300 കഥ യജ്ഞാചാര്യം പറയാൻ തുടങ്ങിയാൽ 6 മാസം എടുത്താലും തീരത്തില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം 3 കഥ എടുക്കും. അങ്ങനെയാണെങ്കിൽ 7 ദിവസം കൊണ്ട് 21 കഥ. ചില യജ്ഞാചാര്യന്മാർ 4 കഥ എടുക്കും. അപ്പോൾ 7 ദിവസം കൊണ്ട് 28 കഥ വരും. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ 46 പുനർജന്മ കഥകളുണ്ട്. അതിലൊരു 3 പുനർജന്മ കഥ ഒരു ദിവസം എടുക്കും. അത് കേട്ട് കഴിയുമ്പോൾ ഈ 46 പുനർജന്മങ്ങളുടെ ചരിത്രം കേട്ടിരിക്കുന്ന ആളിൻ്റെ മനസ്സിലാവും. ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കഥകളിലൂടെ ഇത് പറയുമ്പോൾ 3 തരത്തിലുള്ള കഥയാണ് വേദവ്യാസൻ ഉപയോഗിക്കുന്നത്. 3 തരത്തിലുള്ള കഥ. ആ കഥ എങ്ങനെയാണ് എഴുതുന്നത് അത് വേദവ്യാസൻ പറയുന്നുണ്ട്. ഇതിഹാസത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ ധർമാർത്ഥ കാമമോക്ഷാണ ഉപദേശ സമന്വിതം പൂർവയുക്തം കഥായുക്തം ഇതിഹാസം പ്രദർശതേ. മനുഷ്യനെ ഭൂമിയിൽ 4 കാര്യം പഠിപ്പിക്കാനാണ് ഭാഗവതം എഴുതപ്പെട്ടിരിക്കുന്നത്. ധർമ്മം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. 2 അർത്ഥം, ഹൗ ടു ഹാൻഡിൽ മണി, പണം എങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പനും കോടീശ്വരനാക്കി മകനെ സ്വത്ത് കൊടുക്കും, അവനെല്ലാം കൂടെ അടിച്ചു കുടിച്ച് ദരിദ്രവാസിയായി മാറിപ്പോവും. അപ്പോൾ സമ്പന്നൻ, തടവയറൻ, എന്തും ചേരി, ഏമാളി, 4 തലമുറ കൊണ്ട് സമ്പന്നൻ ഏമാളിയായി മാറിപ്പോവും. ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? 3-ാമത്തെ കാമം. മനുഷ്യൻ കാമത്തെ അടക്കിയില്ലെങ്കിൽ അവൻ നാശത്തിലേക്ക് പോകും. പോലീസ് സ്റ്റേഷനിൽ പറയും 3 കാമങ്ങളാണ് കുഴപ്പം: മണ്ണാശ, പൊന്നാശ, പെണ്ണാശ. മണ്ണിനെ ആഗ്രഹിച്ചാൽ അതിലേർക്കുണ്ടാവും, യുദ്ധം ഉണ്ടാവും. പൊന്നാശ, സ്വർണത്തെ ആഗ്രഹിച്ചാൽ ശബരിമല അയ്യപ്പന് പോലും രക്ഷയില്ല. സ്വർണത്തെ ആഗ്രഹിച്ചാൽ ആകെ പ്രശ്നം. പെണ്ണാശ, പെണ്ണിനെ ആശിക്കാൻ പോയാൽ സീതാദേവി സുന്ദരിയായതുകൊണ്ട് രാമായണ യുദ്ധം ഉണ്ടായി. ഹെലന ട്രോയ് സുന്ദരിയായതുകൊണ്ട് ട്രോയ് യുദ്ധം ഉണ്ടായി. അങ്ങനെ പെണ്ണിനെ ആഗ്രഹിച്ചാൽ വലിയ പ്രശ്നം. കുഞ്ഞിനേബാല എളുപ്പത്തിൽ പറഞ്ഞു: കരകം മൂലം കാമനി മൂലം കലഹം പലവിധ മൂലകൾ സുലഭം. അപ്പോൾ ഈ 3 ആശകൾ, കാമങ്ങളെ എങ്ങനെ മനുഷ്യൻ കൺട്രോൾ ചെയ്യണം? 4, എന്തിനാണ് ഈ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്? മോക്ഷം കിട്ടണം. അപ്പോൾ എങ്ങനെ മോക്ഷം പ്രാപിക്കാം? ഈ 4 കാര്യം നമ്മൾ പഠിപ്പിക്കുകയാണ്. ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം. ഇത് പഠിപ്പിക്കാൻ വേണ്ടി വേദവ്യാസൻ ഒരു ഉപദേശം എടുക്കും. എന്നിട്ട് പൂർവ്വയുക്തം കഥായുക്തം. എന്താണ് പഠിപ്പിക്കണമെന്ന് പൂർവ്വയുക്തം ആദ്യം വേദവ്യാസൻ തീരുമാനം. ഇന്ന കാര്യം പഠിപ്പിക്കണം. അപ്പോൾ പൂർവ്വയുക്തം തീരുമാനിച്ചു കഴിഞ്ഞാൽ കഥായുക്തം, യുക്തമായൊരു കഥ കൂടെ ചേർക്കും. അതാണ് ഇതിഹാസം അല്ലെങ്കിൽ പുരാണം എന്ന് പറയുന്നത്. അപ്പോൾ ധർമാർത്ഥ കാമമോക്ഷാണ് ഉപദേശ സമന്വിതം പൂർവ്വയുക്തം കഥായുക്തം ഇതിഹാസം പ്രദർശതേ. അപ്പോൾ ഈ കഥ എഴുതുമ്പോൾ പുരാണത്തിൽ 3 തരം കഥകളുണ്ടാവും. 1 മിത്താണ്, ഭൂമിയിൽ നടക്കാത്ത ഒരു സാങ്കല്പിക കഥ. അത് സാങ്കല്പിക കഥയാണെന്ന് വേദവ്യാസൻ ഫസ്റ്റ് സെൻറ്റൻസ് നമ്മളെ മനസ്സിലാക്കിയിരിക്കും. രാജാവ് പോയി 10,000 കൊല്ലം തപസ്സിരുന്നു. 100 കൊല്ലം ആയുസ്സുള്ള ഒരുത്തം 10,000 കൊല്ലം തപസ്സിരിക്കാൻ പറ്റുമോ? എന്തിനാണ് വേദവ്യാസൻ പറയുന്നത്? ഇത് നടന്നിട്ടില്ല, ഭൂമി നടക്കാത്ത സംഭവമാണ്. രാജാവിന് ബ്രഹ്മാവ് വരം കൊടുത്തു. അതിനുശേഷം രാജാവ് 27,000 കൊല്ലം നാട് ഭരിച്ചു. ആർക്കെങ്കിലും 27,000 കൊല്ലം നാട് ഭരിക്കാൻ പറ്റുമോ? എൽസൂദ്രാജ്ഞി 74 കൊല്ലം ഭരിച്ചു. എന്തിനാണ് വേദവ്യാസം പറയുന്നത്? മനുഷ്യ, ഇത് ഭൂമി നടക്കാത്ത സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതാണ് മിത്ത് എന്ന് പറയുന്നത്, മിത്ത്. 2ാമത് വേദവ്യാസൻ ചെറുകഥ എഴുതും. ചിത്രകേതു എന്നൊരാൾ 1 കോടി സ്ത്രീകളെ കല്യാണം കഴിച്ചു. ആർക്കെങ്കിലും 1 കോടി സ്ത്രീയെ കെട്ടാൻ പറ്റുമോ? ഒരു സ്ത്രീയെ കെട്ടണമെങ്കിൽ താലി കെട്ടി, ഹാരവിട്ട്, കുരവയിട്ട്, മന്ത്രകോടി കൊടുത്ത്, അഗ്നിക്ക് വിട്ട് 3 വലവും വെച്ച് സദ്യ കൊണ്ട് എഴുതേക്കണമെങ്കിൽ 3 മണിക്കൂർ പോകും. 1 കോടി സ്ത്രീകളെ കല്യാണം കഴിക്കണമെങ്കിൽ 3600 വർഷം ഈ പഹയൻ കല്യാണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കണം. 1 കോടി സ്ത്രീകളുടെ ജീവിതം പാഴാക്കിയ റാസ്കലിന് വെടിവെച്ച് കൊല്ലേണ്ട റാസ്കലാണ്. എന്തിനാണ് വേദവ്യാസൻ കഥ പറയുന്നത്? 1-ലേറെ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പോയാൽ അവൻ എന്താണ് ഈ ഭൂമി അനുഭവിക്കാൻ പോകുന്ന ഗതികേട്, അത് മനസ്സിലാക്കാൻ വേണ്ടി ചിത്രകേതുവിൻ്റെ കഥ ശ്രീമദ് ഭാഗവതത്തിൽ ചേർത്തിരിക്കുകയാണ്. അത് ഷോർട്ട് സ്റ്റോറിയാണ്. ഷോർട്ട് സ്റ്റോറി അങ്ങനെ മനസ്സിലാക്കണം. 3ാമത്തെ കഥകൾ ചരിത്രമാണ്. രാമായണത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ ദശരഥൻ്റെ മകനായി. ദശരഥന് 39 വയസ്സുള്ളപ്പോൾ ജനിച്ചു. ശ്രീരാമചന്ദ്ര ഭഗവാന് 18 വയസ്സായപ്പോൾ യുവരാജാവായി വാഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കൈകേയി പ്രശ്നമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം വനവാസത്തിന് പോയി. 18 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ 14 വർഷത്തെ വനവാസത്തിൽ രാവണനെ കൊന്ന് സീതാദേവി വീണ്ടും തിരിച്ചു വന്നു. 32ാമത്തെ വയസ്സ് ശ്രീരാമൻ ഭരണം ഏറ്റെടുത്തു. പിന്നെ 27 കൊല്ലം ഭരിച്ചു. 59 വയസ്സ് വരെ ഭരിച്ചു. 60ാമത്തെ വയസ്സിൽ ഷഷ്ഠത്തി പൂർത്തി എത്തിയപ്പോൾ യമൻ വന്ന് യമനുമായിട്ട് വഴക്കുണ്ടായി. അവസാനം സരയൂ നദിയിലെ ജലസമാധിയിലൂടെ
ശ്രീരാമചന്ദ്ര ഭഗവാൻ വിഷ്ണു ലോകത്തേക്ക് തിരിച്ചുപോയി. അപ്പോൾ 60 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ കഥയാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കഥ. അപ്പോൾ ഏതാണ് മിത്ത്, ഏതാണ് ഷോർട്ട് സ്റ്റോറി, ഏതാണ് ഹിസ്റ്ററി, ഇത് മനസ്സിലാക്കിയെങ്കിലേ ഭാഗവതം മനസ്സിലാവത്തുള്ളൂ, പുരാണം മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ ദശാവതാര കഥ പറയുകയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമച്ച രാമ, കൃഷ്ണ, കൽക്കി ദശാവതാരമാണ്. ഈ ദശാവതാര കഥ എങ്ങനെയാണ് വരുന്നത്? 1854 ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം എഴുതി ഉണ്ടാക്കിയത്. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം എഴുതി ഉണ്ടാക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് വേദവ്യാസൻ പരിണാമ സിദ്ധാന്തം കറക്റ്റായി ശ്രീമദ് ഭാഗവതത്തിൽ പറയുകയാണ്. ചാൾസ് ഡാർവിൻ പറഞ്ഞു, ആദ്യം ഈ മനുഷ്യൻ ജീവനുണ്ടായത് കടലിലാണ്, മത്സ്യമായിട്ടാണ്. ദശാവതാരത്തിൽ 1ാമത്തെ അവതാരം മത്സ്യാവതാരം. പിന്നെ കടലിലും ജീവിക്കുന്ന ജീവികളുണ്ടായി, ആംഫിബിയൻസ്. അതാണ് ഭഗവാൻ 2ാമത്തെ അവതാരം, കൂർമ്മാവതാരം, ആമ. വെള്ളത്തിലും ജീവിക്കും, കരയിലും ജീവിക്കും. പിന്നെ കരയിൽ മാത്രം ജീവിക്കുന്ന ടെറസ്ട്രിയൽ ബീങ്സ് ഉണ്ടായി. അതാണ് ഭഗവാന്റെ 3ാമത്തെ അവതാരം, വരാഹ, പന്നി. കരയ്ക്ക് മാത്രമുള്ള ജീവിയാണ്. പിന്നെ മൃഗഭാവവും മനുഷ്യഭാവവും രൂപാന്തരപ്പെടാൻ തുടങ്ങി. കുരങ്ങൻ മനുഷ്യക്കുരങ്ങനായി, മനുഷ്യക്കുരങ്ങൻ പിന്നെ മനുഷ്യനായി. അതാണ് സിംഹവും മനുഷ്യനും ചേർന്ന നരസിംഹം. 16,000 കൊല്ലത്തിന് മനുഷ്യൻ ഷോർട്ട് സ്റ്റേച്ചർ 4 അടി പൊക്കം ഉണ്ടായിരുന്നുള്ളൂ. 16,000 കൊല്ലത്തിന് മനുഷ്യൻ്റെ DNA ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി. ആ മ്യൂട്ടേഷൻ ഉണ്ടാക്കിയപ്പോൾ അവൻ 6 അടി പൊക്കമുള്ള മനുഷ്യനായിട്ട് മാറി. ആഫ്രിക്കയിലെ പിഗ്മീസിനും ബാൻഡൂസിനും ഈ മ്യൂട്ടേഷൻ ഉണ്ടായില്ല, അവനിപ്പോഴും 4 അടി പൊക്കമുള്ളൂ. അപ്പോൾ ആ 4 അടി പൊക്കമുള്ള മനുഷ്യൻ്റെ കാലഘട്ടമാണ് വാമനൻ എന്ന് പറയുന്ന 4 അടി പൊക്കക്കാരൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ ഹണ്ടർ ഗ്യാദറായി, ആയുധം കൊണ്ടിങ്ങനെ വീശി കാട്ടിൽ ജീവിക്കുന്ന കാട്ടാളനായ മനുഷ്യനുണ്ടായി. അതാണ് മഴുവും വീശിക്കൊണ്ട് നടക്കുന്ന പരശുരാമൻ. അത് കഴിഞ്ഞ് മനുഷ്യനൊരു സ്ഥലത്ത് താമസിച്ച് പട്ടണങ്ങൾ ഉണ്ടാക്കി ജീവിക്കാൻ തുടങ്ങി. അതാണ് പട്ടണത്തിലെ രാജാവായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാലഘട്ടം. എന്നാൽ 8,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഒരു സ്ഥലത്ത് താമസിച്ച് കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. റെപ്പറ്റേറ്റീവ് ഫാമിംഗ് പഠിച്ചു. അതാണ് കലപ്പ ആയുധവുമായി നടക്കുന്ന കർഷക നേതാവായ ബലരാമൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ പൊളിറ്റിക്സ് പഠിച്ചു. അവൻ മക്കിവെല്യൻ റൂളേഴ്സായി. ആ മക്കിവെല്യൻ റൂളറാണ് പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ. പിന്നെ സിവിലൈസേഷൻ നശിച്ച് കഴിയുമ്പോൾ അതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരവതാരം ഉണ്ടാവും. അതാണ് കൽക്കിയുടെ അവതാരം. അപ്പോൾ ചാൾസ് ഡാർവിൻ 1854 പറഞ്ഞ പരിണാമ സിദ്ധാന്തം 4000 വർഷത്തിന് ഭഗവാൻ കൃത്യമായി ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആ പറയുന്നതിനെ ഓരോ അവതാരം എടുത്ത് മനസ്സിലാക്കണം. അതിലാദ്യത്തെ അവതാരം വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണ്. ആ വെള്ളപ്പൊക്കത്തിന് രക്ഷിക്കാൻ വേണ്ടി മനു വരികയാണ്. മനു ബോട്ടൊക്കെ ഉണ്ടാക്കി, പക്ഷേ വെള്ളത്തിൽ ആ ബോട്ടിനെ നയിക്കണ്ടേ? അതിനുവേണ്ടി ഭഗവാൻ മത്സ്യാവതാരം എടുത്തു. ആ മത്സ്യത്തിൻ്റെ മുകളിലുള്ള കൊമ്പിൽ മനു ബോട്ട് കെട്ടി. എന്നിട്ട് മത്സ്യാവതാരം ബോട്ടിനെ ആളുകളെയും കൂടി കരക്കെത്തിച്ചു. ഇതാണ് മത്സ്യാവതാരം. ഈ കഥ ഭാഗവതത്തിൽ മാത്രമാണോ? അല്ല. റിവർ വാലി സിവിലൈസേഷൻ ലോകം മുഴുവനുണ്ട്. നൈൽ നദീര സംസ്കാരം, യൂഫ്രട്ടീസ് നദീര സംസ്കാരം, സിന്ധു ഗംഗാ സംസ്കാരം, ഹൊയാഹോ സംസ്കാരം. നദീതടങ്ങളായിരുന്ന മനുഷ്യൻ സംസ്കാരം ഉണ്ടാക്കിയത്. ആ സംസ്കാരത്തിൻ്റെ കാലത്ത് എപ്പോഴും നദികൾ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ആ നദിയെ വെള്ളപ്പൊക്കം വരും അതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈശ്വരനെടുത്ത ഭാവമാണ് മത്സ്യാവതാരം. അപ്പോൾ ഇന്ത്യയിൽ ബോട്ടുണ്ടാക്കിയത് ആരാണ്? മനു. ഈ കഥ ഈജിപ്തിലുണ്ട്. ഈജിപ്തിൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, രക്ഷപ്പെടുത്തിയ ആരാണ്? മീനസ് എന്ന് പറഞ്ഞ ആളാണ്. ഗ്രീസിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, രക്ഷിച്ച ആരാണ്? മീനോസ് എന്ന ആളാണ്. ഈ 3 കഥയിലും മായും ന്യായമാണ് വാക്ക്. നമുക്ക് മനു, ഈജിപ്തുകാർക്ക് മീനസ്, ഗ്രീക്കാർക്ക് മീനോസ്. ഇനി വേദപുസ്തകത്തിൽ യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ ഫ്ലഡ് സ്റ്റോറി ഉണ്ട്. അവിടെ രക്ഷിച്ച ആരാണ്? നോവ. മനുവിൻ്റെ 2ാമത്തെ അക്ഷരമേ ഉള്ളൂ വേദപുസ്തകത്തിൽ, മാത്രമേ ഉള്ളൂ. ഇനി ബാബിലോണിയിലെ വെള്ളപ്പൊക്കത്തെ ചരിത്രമുണ്ട്. ഗിൽഗമേഷൻ ഇതിഹാസത്തിൽ പറയുകയാണ്. അവിടെ രക്ഷിച്ച ആരാണ്? ഉപ്നു പുഷിത്വം. വേദപുസ്തകത്തിലും മെഡിറ്ററേനിയനിലെ കടകളിലും ഉണ്ട്, മായില്ല. പക്ഷേ ഈജിപ്തിലും ഗ്രീസിലും ഇന്ത്യയിലും മനു, മീനോസ്. അപ്പോൾ ഈ മനുവിൻ്റെ കഥ ഇന്ത്യക്ക് മാത്രമുള്ള കഥയല്ല, റിവർ വാലി സിവിലൈസേഷൻ മുഴുവനുള്ള കഥയാണ്. ഈ കഥയിലൂടെ മനുഷ്യരാശിയെ രക്ഷിക്കുകയാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പണ്ട് ഗംഗാനദി ഉത്തരാഖണ്ഡിൽ നിന്ന് പുറപ്പെട്ട് വന്ന് ഒഴുകി സരസ്വതി നദി ലയിച്ച ശേഷം
സരസ്വതി നദിയും ഗംഗാ നദിയും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒഴുകി ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കാമ്പയിൽ പോയി വീഴുകയായിരുന്നു ഗംഗാനദി. എന്നാൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര ഒരു വെള്ളപ്പൊക്കം ഒരു ഭൂമിയിൽക്കുണ്ടായി. ഗംഗാനദി വന്ന് ഗോമുഖിൽ ചേരുന്ന സ്ഥലത്ത് ഒരു 2000 അടി പൊക്കമുള്ളൊരു പർവ്വതം കഴിഞ്ഞ് പൊങ്ങി വന്ന ഭൂമികുലുക്കത്തിന് ശേഷം. അപ്പോൾ സരസ്വതി നദിക്ക് ഈ മല ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും, സൈഡിൽ വരും. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഈ നദി ഈ മലയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനകത്തോട് ഒഴുകി അപ്പുറത്ത് പോകും. എല്ലാ സമയത്തും ഒഴുകാൻ പറ്റുന്നില്ല. ഒഴുകാൻ പറ്റാതായപ്പോൾ അത് കുളങ്ങളായി ശേഷിച്ചു. കുളം എന്നുള്ളതിന് സംസ്കൃതമാണ് സരസ്. സരസ്സുകളായി ഒഴുകുന്ന നദി ആയതുകൊണ്ട് സരസ്വതി എന്ന നദിക്ക് പേര് വന്നു സംസ്കൃതത്തിൽ, സരസ്സുകൾ ചേർന്ന നദി. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ 1500 പട്ടണം കണ്ടെത്തിൽ 750 പട്ടണവും സരസ്വതി നദി തീരത്താണ്. പക്ഷേ ഈ നദിയുടെ വെള്ളം വരാതായപ്പോഴത്തേന് ഈ പട്ടണങ്ങളെല്ലാം അങ്ങ് ക്ഷയിക്കാൻ തുടങ്ങി. ഇൻഡസ് വാലി സിവിലൈസേഷൻ നാശത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനെ പെർമനൻ്റ്ലി മാറ്റാൻ വേണ്ടി ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പൂർവികനായ ഭാഗീരഥൻ വന്നിട്ട് ഈ മലയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് മുഴുവൻ കല്ലും മണ്ണും ഇട്ടങ്ങോട്ട് അടച്ച് കഴിഞ്ഞപ്പോൾ ഗംഗാനദി വന്ന് ഈ മലയിൽ ഒരൊറ്റ അടിയടിക്കും ഗോമുഖത്ത് എന്നിട്ട് ഒരു തിരിയങ്ങ് തിരിയുന്ന സ്ഥലത്ത് ഇത് ചെയ്ത രാജാവിൻ്റെ പേരിലാണ് നദി അറിയപ്പെടുന്നത് ഭാഗീരഥി ഒഴുകി വന്ന് അളകനന്ദായി ചേരും. അളകനന്ദായി ചേർന്ന ശേഷം ആ നദി ഒഴുകി ത്രിവേണി സംഗമത്തിൽ വന്ന് ഗംഗാനദിയുമായി യോജിക്കും. സരസ്വതി ഭൂമിക്കടിക്കൂടെ വരുന്നൊരു സങ്കല്പം ത്രിവേണി സംഗമം. ആ ത്രിവേണി സംഗമത്തിൽ നിന്ന് നദി പുറപ്പെട്ട് UP-യിൽ കയറി, ബീഹാറിൽ കയറി, വെസ്റ്റ് ബംഗാളിൽ പോയി, ബംഗ്ലാദേശിൽ പോയി, ബേ ഓഫ് ബംഗാളിൽ പോയി വീഴുകയാണ്. അപ്പോൾ അറബിക്കടലിൽ വീണുകൊണ്ടിരുന്ന ഗംഗാനദി ഉത്തരേന്ത്യ മുഴുവനും കൂടെ ഒഴുകി ബേ ഓഫ് ബംഗാളിൽ പോയി വീഴുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ദ ഗ്രേറ്റ് ഗാഞ്ചറ്റിക് സിവിൽ സനാതനധർമ്മത്തിൻ്റെ ഈറ്റല്ലമായ ഗംഗാ സമതലത്തിലെ സംസ്കാരം ഉണ്ടായി. അപ്പോൾ ഈ ത്രിവേണി സംഗമത്തിൽ വന്ന് ചേരുന്ന ഗംഗാനദിയും യമുനാനദിയോട് ചേരുന്ന സ്ഥലത്ത് 12 വർഷം കൂടുമ്പോൾ ഒരു വലിയ മഹാമഹം ഉണ്ടാവും. വലിയ ഉത്സവമാണ്. അങ്ങനെ 12 മഹാമഹങ്ങൾ ചേർന്ന് 144-ാമത്തെ വർഷം വലിയ ത്രിവേണിയിലെ മഹാമഹം ഉണ്ടാവുകയാണ്. അതാര് കണ്ടാലും അവൻ എത്ര പാപിയാണേലും മോക്ഷം പ്രാപിക്കും വേദവ്യാസൻ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 144 വർഷമാകുമ്പോൾ ഇന്ത്യ മുഴുവൻ ആളുകൾ കാണാൻ പോകും. ഇത്തവണ കേന്ദ്ര ഗവൺമെൻറ് 7000 കോടി രൂപ മുടക്കിയിട്ടാണ് മഹാമഹം ഓർഗനൈസ് ചെയ്തത്. 4 കോടി ആളുകൾ അവിടെ പോയി കണ്ടു. പക്ഷേ വേദവ്യാസൻ എഴുതുന്ന കാലത്ത് ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ടെലിവിഷനുണ്ട്. നമ്മൾ ടെലിവിഷനിൽ 144 വർഷത്തെ മഹാമഹം ടെലിവിഷനിൽ കണ്ടു. നമുക്കെല്ലാം മോക്ഷം കിട്ടി. കാര്യം കണ്ടാൽ മോക്ഷം കിട്ടുമെന്നല്ല പറഞ്ഞത്. ടെലിവിഷനിൽ കാണാൻ പാടില്ലെന്ന് വേദവ്യാസൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പോകാതെ തന്നെ കണ്ടു. അവിടെ പോയവ 4 കോടി കണ്ടു. നമുക്കങ്ങനെ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മോക്ഷം കിട്ടി നമ്മുടെ ആയുസ്സിൽ. കാരണം നമ്മുടെ ഭാഗ്യത്തിനാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 24-നാണ് മഹാമഹം 144 വർഷം കൂടുമ്പോഴുള്ള മഹാമഹം സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ വേദവ്യാസൻ പറയുന്നു 6 ഗ്രഹങ്ങൾ ഒരേ നിലയിൽ വന്ന് ആരെങ്കിലും കണ്ടാൽ ആ ആളിന് മോക്ഷം ഉറപ്പാണ്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി ഒരു നില വരണം. 328 വർഷങ്ങൾക്ക് ശേഷം 2025 മാർച്ച് 16-ാം തീയതി 7 ഗ്രഹവും ഒരു ലൈനി വന്നു. നമ്മൾ ടെലിവിഷനിൽ കണ്ടു. മോക്ഷം ഉറപ്പായി. 2 സാധനം ഒരുമിച്ച് വന്നത് നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ടെലിവിഷൻ ഉള്ളതുകൊണ്ട് മോക്ഷം ഉറപ്പായി. വേദവ്യാസൻ്റെ ഓരോ സങ്കല്പങ്ങളാണ്. അപ്പോൾ ഈ വലിയ സംഭവം ഗംഗാനദി സരസ്വതി നദി ചേർന്ന് ഗൾഫ് ഓഫ് കാമ്പയിൽ വീണുകൊണ്ട് നദി അവിടുന്ന് ഗംഗാനദി കിഴക്കോട്ട് ഒഴുകി UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ വഴി ബേ ഓഫ് ബംഗാളിൽ പോയി വീഴുകയാണ്. ഈ വലിയ മാറ്റം കാരണമാണ് ദ ഗ്രേറ്റ് ഗാഞ്ചറ്റിക് സിവിലൈസേഷൻ സനാതനധർമ്മത്തിൽ ഈറ്റിൽ ഉണ്ടായത്. ഇതാണ് മത്സ്യാവതാരത്തിൻ്റെ കേന്ദ്ര ബിന്ദു സംഭവം. രണ്ടാമതായി കൂർമാവതാരം. ദുർവാസ മഹർഷി ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ സ്ത്രീകൾ നല്ലൊരു മാല കൊണ്ട് കൊടുത്തു. ദുർവാസ മുഖത്ത് അത് കഴുത്തലോട്ട് ഇടാൻ നേരമുണ്ട്. ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ മേളിൽ കയറി വരുന്നു. ദുർവാസ മഹർഷി ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ അത് വാങ്ങിച്ചിട്ട് ആനയുടെ മസ്തകത്തിൽ വെച്ചു. അപ്പോഴത്തേക്ക് ആ പൂമാലയ്ക്കകത്തുനിന്ന് കുറേ വണ്ടും പുഴുവൊക്കെ ഐരാവതത്തിൻ്റെ ചെവി കയറി. ഐരാവതത്തിന് ദേഷ്യം വന്നു. ഐരാവതോ ഹാരം എടുത്തോ ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. ഇത് കണ്ട ദുർവാസാവ് ദേവന്മാരെ ശപിച്ചു. നിങ്ങൾക്ക് ജരയും നരയും ഉണ്ടാവട്ടെ എന്നൊരു ശാപം. ഈ ദുർവാസാവെന്ന മഹർഷി ഉണ്ടല്ലോ, എല്ലാത്തിനെയും ശപിച്ച് നശിക്കുന്നതിന് അന്നത്തെ പെണ്ണുങ്ങൾക്കുണ്ടായൊരു ബുദ്ധിയാണ്.
ചെറിയ ഈച്ചയും പുഴുവൊക്കെ ഉള്ള ഹാരം ഇട്ട് കൊടുത്തു. ഈ ദുർവാസാവൻ കഴുത്തി കിട്ടുന്നുണ്ടല്ലോ, അവൻ്റെ ചെവിയിലും മൂക്കിലും ഈച്ച കയറി അവൻ്റെ ആ പീസ് പൊട്ടണം. അതിന് അന്നത്തെ സ്ത്രീകളുടെ ബുദ്ധി പ്രയോഗിച്ച പ്രയോഗമാണ്. ഗതികേടിന് ദേവേന്ദ്രൻ വന്ന് ചാടുകയും ഹാരം ദേവേന്ദ്രന് കൊടുത്താണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. ജരയും നരയും ബാധിക്കുന്ന നടപ്പുണ്ടായപ്പം രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? രക്ഷപ്പെടാൻ പാലാഴി മദനം നടത്തി അമൃതം എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ പാലാഴി മദനം നടത്താൻ അവരാലോചിച്ചു. ദേവന്മാർ മനസ്സിലാക്കി അവരുടെ കഴിവുകൊണ്ട് മാത്രം പറ്റിയല്ല. അവരെ അസുരന്മാരെ പോയി കണ്ടു. നമുക്ക് ജരയും നരയും മരണമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ അമൃതം എടുക്കണം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടാമോ? അങ്ങനെ കൂടാൻ തീരുമാനിച്ചു. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മദനം നടത്തുകയാണ്. ആരാഴി പാലാമത്തിൻ്റെ നേതാവ് മഹാബലി ചക്രവർത്തി. ഓണത്തിൻ്റെ കഥയെ കഴിഞ്ഞ മാസം നമ്മൾ ചിന്തിച്ച മഹാബലിയില്ലേ, അദ്ദേഹമാണ് ദേവാസുരത്തിന്മാരെ ഒരുമിച്ചെടുത്ത പാലാഴി മദനത്തിൻ്റെ തലവൻ. അപ്പോൾ അവതാരം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു നാടിന് ഉന്നതി വരണമെങ്കിൽ ജാതിയും മതമെന്നും പറഞ്ഞ് കലഹിച്ചുള്ളത്. ഇത്തിത്താന ദേശത്തിന് പുരോഗതി വേണം. അതിന് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും BJPയും ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ഒരുമിച്ച് നിങ്ങൾ ഈ നാട് നന്നാവുള്ളൂ. അപ്പോൾ നാടിന് നന്മയ്ക്ക് വേണ്ടി ഒരു യജ്ഞം നടക്കുകയാണ്. ദേവന്മാരും അസുരന്മാരും സർവ്വവിരോധവും മാറ്റിവെച്ചിട്ട് ഒരുമിച്ച് പ്രയത്നിച്ചു. അങ്ങനെ പ്രയത്നിക്കുമ്പോൾ ഈ മല കറക്കണ്ടേ? കറക്കാൻ ഒരു സ്റ്റേബിൾ പോയിന്റ് വേണം. ഭഗവാൻ പറഞ്ഞു, ഞാൻ ആമയുടെ രൂപത്തിൽ വരാം, എൻ്റെ പുറത്ത് മല വെച്ചോളാം പറഞ്ഞു. അങ്ങനെ കൂർമാവതാരം ഉണ്ടായി, അതിൻ്റെ മുകളിൽ മല വെച്ചു. അപ്പം അന്ന് മലയാളികൾ കയറുണ്ടാക്കിയിട്ടില്ല, എങ്ങനെ കറക്കും? പരമശിവൻ പറഞ്ഞു, എൻ്റെ കഴുത്തെ കിടക്കുന്ന വാസുകിയില്ലേ, അവനെ എടുത്തങ്ങ് ചുറ്റിക്കൊള്ളാൻ പറഞ്ഞു. അവനെ എടുത്ത് ചുറ്റി അങ്ങോട്ട് കറക്കി പാലാഴി മദനം നടക്കുകയാണ്. കഥ ശാസ്ത്രീയമായി മിത്താണ്. പാല് കൊണ്ടൊരു കടലുണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റിയല്ല. മലയെടുത്ത് വെള്ളത്തിലിട്ടാ മലയെ കാലി മണ്ണങ്ങ ഒലിച്ചങ്ങ് പോകത്തില്ലേ? പിന്നെ 8 അടിയുള്ള ഒരു മൂക്കനെ കൊണ്ട് മലയെ ചുറ്റാൻ പറ്റുമോ? സയൻറ്റിഫിക്കലി ദ സ്റ്റോറി ഈസ് ഫോൾസ്. പക്ഷേ ആ കഥയ്ക്കകത്ത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ലോകത്തിൽ മഹത്തായ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക്, കഠിനാധ്വാനമില്ലാതെ ആർക്കും ഈ ഭൂമിയിലൊന്നും നേടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കഠിനാധ്വാനത്തിൻ്റെ തത്വം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനാണ് ഈ ഭഗവാൻ ആമയായിട്ട് വന്നത്. ആമയ്ക്ക് 2-3 ഗുണങ്ങളുണ്ട്. നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിക്കും. ആമയും മുയലിനോട് മത്സരിച്ചു. മുയൽ ഒരു 100 മീറ്റർ ഓടി അവിടെ നിന്നു. മുയലിൻ്റെ കുഴപ്പമാണോ? അല്ല. ദൈവം നമ്മൾ മുയലിനെ സൃഷ്ടിച്ചിരിക്കുന്നത് കോൾഡ് ബ്ലഡ് ആനിമലായിട്ടാണ്. കോൾഡ് ബ്ലഡ് ആനിമലിൽ 100 മീറ്റർ ഓടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ശ്വാസം കിട്ടണമെങ്കിൽ സെപ്പം നിന്നിട്ട് ഈ ശ്വാസം എടുത്തിട്ട് RBCക്കകത്ത് ഓക്സിജൻ ചെല്ലണം, ഇല്ലെങ്കിൽ ഓടാൻ പറ്റിയല്ല. എന്തിനാണ് ദൈവം മുയലിനെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഇങ്ങനെ മുയലിനെ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ കുറുക്കന് മുയലിനെ പിടിക്കാൻ പറ്റില്ല. കുറുക്കന്മാരെല്ലാം ചത്തു. അതിന് കുറേ മുയലിനെ പിടിച്ചോട്ടെ. അതിൻ്റെ പരിപാടി പറ്റിച്ച് ദൈവം നമ്മളെ പണി പറ്റിച്ചിരിക്കുകയാണ്. പക്ഷെ ആമയോ? ആമ ടക്കേ ടക്കേ എന്നൊക്കെ നടക്കാൻ തുടങ്ങി. ആമ ഈ മത്സരം ജയിച്ചു. ഈ കുട്ടിക്കഥ ശരിയാണോ എന്നറിയാൻ വേണ്ടി BBC വേൾഡ് സർവീസ് കഴിഞ്ഞ വർഷം ആമയും മുയലിനോട് മത്സരം വെച്ചു. 500 മീറ്റേഴ്സ് റേസ്. മുയൽ ഒറ്റ ഓട്ടം 100 മീറ്റർ കഴിഞ്ഞ് മുയൽ അവിടെ നിന്നു, ശ്വാസം പിടിക്കാൻ തുടങ്ങി. പിന്നെയും മുയൽ ശ്വാസം പിടിച്ചു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു ഓട്ടം ഓടി. ആമയോ? ആമ ടക്കേ ടക്കേന്ന് പതുക്കെ നടന്നു. മുയൽ 450 മീറ്റർ ആയപ്പോൾ ആമ 500 മീറ്റർ മത്സരം ജയിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ BBC വേൾഡ് സർവീസ് എടുത്തിട്ട് റാബിറ്റ് ആൻഡ് ദ ടോർട്ടോയ്സ് റേസ് അടിച്ചാൽ മതി. ഈ റിയൽ മത്സരം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തിനാണ് കുട്ടികളെ പ്രൈമറി സ്കൂളിൽ കഥ പഠിപ്പിക്കുന്നത്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പെട്ടെന്നൊരു ഉത്സാഹം ഉണ്ടായി ഒരു വർക്ക് ചെയ്യുകയും പിന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നവനൊന്നും ഭൂമി ജയിക്കത്തില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ പരീക്ഷ പാസ്സാകണമെങ്കിൽ ആമയുടെ കൂട്ട് റിയൽ വർക്ക് ചെയ്യണം. മുയലിൻ്റെ ആയുസ് എത്ര? 3 വർഷം. പട്ടിയുടെ ആയുസ് എത്ര? 20 വർഷം. മനുഷ്യൻ്റെ ആയുസ് എത്ര? 100 വർഷം. ആമയുടെയോ? ലണ്ടൻ സൂയിൽ കിടക്കുന്ന ആമയ്ക്ക് 364 വർഷം പ്രായമായി. ഒരു കുഴപ്പമില്ല. ആമ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. റഷ്യയിലെ ഒരു ആമയ്ക്ക് 520 വർഷം പ്രായമായി, ഒരു കുഴപ്പമില്ല. ഭൂമിയിൽ ഒരു ന്യൂക്ലിയർ വാറുണ്ടായി, അണുവായുധം ഉണ്ടായി, യുദ്ധം ഉണ്ടായി. അണുവായുധ യുദ്ധം ഉണ്ടായാൽ മനുഷ്യനും മൃഗങ്ങളൊക്കെ ചത്തുപോകും. 2 മൃഗം രക്ഷപ്പെടും. ഒന്ന് ആമ, മറ്റേത് പാറ്റ. ഇത് 2 ന്യൂക്ലിയർ വാർ രക്ഷപ്പെടും. അങ്ങനെയുള്ള ഒരു മൃഗമായിട്ടാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ആമയായി. അങ്ങനെ ആമയുടെ പുറത്ത് വെച്ചിട്ട് പാലാഴിമ നടക്കുകയാണ്. 70 സാധനം പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾ കൂർമാവതാരം ശ്രദ്ധിച്ചോണം.
നവരത്നങ്ങൾ 9 രത്നങ്ങൾ പൊങ്ങി വന്നു. പാരിജാതം പൊങ്ങി വന്നു. 69ാമത് പൊങ്ങി വന്നത് മഹാലക്ഷ്മിയാണ്. ഭഗവാൻ പിന്നെ മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ചു. മനുഷ്യൻ്റെ സമ്പത്തിന് ദേവതാസങ്കല്പം 69ാമത് പൊങ്ങി വന്നിരിക്കുന്നതാണ്. ആർക്കെങ്കിലും ഭൂമി സമ്പത്തുണ്ടാവണോ? കഠിനാധ്വാനം ചെയ്യണം. പാലാഴയും മധുരം ചെയ്യുന്നവരെ ചെയ്ത് 69ാമതേ പണം കൈ കിട്ടത്തുള്ളൂ. ചുമ്മാ ലോട്ടറി ഒന്നും അടിക്കാൻ ഒക്കത്തില്ല. കഠിനാധ്വാനം. 69ാമത് അതും കഴിഞ്ഞ ശേഷം പിന്നെ ഉണ്ടായത് ആരാണ്? പിന്നെ ഉണ്ടായതാണ് അമൃത് കൈ കിട്ടുന്നത്. പക്ഷേ ഈ പ്രോസസ് കൊണ്ട് നടക്കുമ്പോൾ പാമ്പ് ഛർദ്ദിച്ച് രക്തം, വിഷം, ആ കാളകൂടെ വിഷം ഭൂമിയിൽ പരന്നാൽ മനുഷ്യനും മൃഗങ്ങളൊക്കെ ചത്തു. പരമശിവൻ എന്ത് ചെയ്തു? പരമശിവൻ ആ വിഷം വാരി അങ്ങോട്ട് കുടിച്ചു കളഞ്ഞു. പാർവതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർവതി ചാടി ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ശരീരത്തിൽ ഞെക്കി പിടിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്, കൊങ്ങ. അവിടെ കയറി ഒരൊറ്റ പിടി. ഇപ്പോഴത്തെ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ ചെവിക്കലൊരു അടി വെച്ച് കൊടുത്ത് തന്നെയായിരുന്നു. പരമശിവൻ ചിരിച്ച്, വിവരമില്ലാത്ത പെണ്ണുമുള്ള. കാരണം സൃഷ്ടി നോക്കുന്നത് ബ്രഹ്മാവാണ്, പരിപാലനം നോക്കുന്നത് വിഷ്ണുവാണ്. സംഹാരം അല്ലെങ്കിൽ മരണത്തിന് ദേവനാരാണ്? പരമശിവൻ. മരണത്തിന് ദേവന് മരണമുണ്ടോ? മരണമില്ല. വിവരം കേട്ട പെണ്ണുമ്പിള്ളയ്ക്കത് മനസ്സിലായില്ല. ഭർത്താവ് മരിക്കാതിരിക്കാൻ വേണ്ടി ഒറ്റ പിടി അവിടെ വിഷം കൺസോൾട്ടേറ്റ് ചെയ്തു. അതുകൊണ്ട് വള്ളത്തോൾ നാരായണമേനോൻ പരമശിവനെ വർണ്ണിക്കുകയാണ്. നീലകണ്ഠനായതല്ലോ പരമശിവൻ, വിഷം കയറി നീലയായിട്ടങ്ങ് സ്തംഭിച്ചിരിപ്പായി. അങ്ങനെ വിഷത്തിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചു. ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലായില്ല. ഈ കുഴപ്പം, പാർവതിയുടെ കുഴപ്പം ഭർത്താക്കന്മാർക്ക് കഴിവ് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ എന്തുണ്ടായി? ഭാര്യ മിസ്സസ് അലക്സാണ്ടർ ജേക്കബ്. പേരെന്തുകൊണ്ട്? ആ അലക്സാണ്ടർ ജേക്കബിൻ്റെ ഭാര്യ. പരമശിവനെ പണി ചെയ്താ? ഇല്ല. പരമശിവൻ എന്ത് വിളിച്ചു? പരമശിവൻ സ്വയം വിളിച്ചു ശോഭ പരമേശ്വരൻ, പാർവതി വല്ലഭൻ. പാർവതിയെ മിസ്സസ് പരമശിവനാക്കിയോ? പരമശിവൻ ഇല്ല. പാർവതി വല്ലഭൻ. പരമശിവൻ വിളിച്ചു ഗൗരി ശിവൻ. തിരുവനന്തപുരത്ത് ഗൗരി ശിവ പൊട്ടം ക്ഷേത്രമുണ്ട്. ഗൗരി ശിവൻ, ശിവഗൗരി എന്നാണ് വിളിച്ചത്. അല്ല. പാർവതി എങ്ങനെയാണ് ഈ ഗൗരിയായത്? പാർവതിയുടെ നിറം ഇച്ചിരി കറുപ്പായിരുന്നു. പാർവതി ഒന്ന് പരമശിവനോട് പറഞ്ഞു, ഭഗവാനെ എൻ്റെ തൊലി ഒന്ന് വെളുപ്പിച്ചേരണം. ഒരു മദാമ്മയും കാണാത്ത കാലത്ത് പാർവതിക്ക് എങ്ങനെ ഈ ആഗ്രഹം ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പരമശിവൻ ആലോചിച്ചു, ഭാര്യമാർ ഭയങ്കര സുന്ദരിയാണെങ്കിൽ ഭർത്താവിൻ്റെ കഷ്ടകാലമാണ്, കഷ്ടകാലം. അതുകൊണ്ട് സുന്ദരിയായ ഭാര്യ ഉണ്ടപ്പം ശ്രീരാമൻ അനുഭവിച്ചു പോയി. സീതാദേവിയെ മറ്റോ തട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ പുറകെ യുദ്ധമല്ല 10 കൊല്ലം കഷ്ടപ്പെട്ടില്ലേ? ഹെലന ട്രോയെ പാരീസ് അടിച്ചുകൊണ്ട് പോയി. എന്തുപറ്റി? 10 കൊല്ലം ഇലിയഡിൻ്റെ യുദ്ധം. ഞങ്ങൾ ഈ പോലീസ് സർവീസിൽ ചില ആളുകൾ പുരുഷന്മാർ കൊല്ലപ്പെടും. അന്വേഷിച്ച് തുടങ്ങുമ്പോൾ യാതൊരു തുമ്പുമില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഈ ചത്തവൻ്റെ ഭാര്യ വരുമ്പോൾ സുന്ദരിയാണെങ്കിൽ അപ്പോഴും നമുക്ക് മനസ്സിലാവും ഇവളെ കാക്ഷിക്കുന്ന ആരോ ഭർത്താവിനെ കൊന്നിരിക്കുകയാണ്, അവളെ കൈക്കലാക്കാൻ വേണ്ടി. കേസ് വളരെ എളുപ്പത്തിൽ തെളിയും. ആ പൂവാലിനെ കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല, തെളിയും. അതുകൊണ്ട് പരമശിവൻ അറിയാം ഭാര്യ വലിയ സുന്ദരിയാവാൻ പാടില്ല. എന്നാലും ഭാര്യ ഒരു കാര്യം പറഞ്ഞാലേ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പരമശിവൻ എന്ത് ചെയ്തു? ഭാര്യയെ ഗൗരിയാക്കി. ഗൗരി എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ നിറമുള്ളവൾ എന്നാണ് ഗൗരി എന്ന് വാക്കുന്നത്. കോപ്പർ കളർ. അതായത് നോർവേ, സ്വീഡൻ, ഡെൻമാർക്കിലെ മദാമയെ പോലെ അങ്ങ് തുയ്യ വെള്ളി ആക്കിയില്ല. ഈ സ്പെയിനിലെ ഇറ്റലിയിലെയും ആളുകളുണ്ടല്ലോ, ചെറിയ ചുമപ്പുള്ള മദാമ, ആ പരുവായി കൊടുത്തു. അപ്പോൾ നമ്മുടെ സ്ത്രീകൾ സൗന്ദര്യം വർദ്ധിക്കണമെങ്കിൽ ഇവിടെ പോകും, ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകും. എല്ലാ ബ്യൂട്ടീഷ്യനെയും തലത്തൊട്ടപ്പൻ പരമശിവനാണ്. അപ്പോൾ ഭാര്യ 500 രൂപ വേണം ബ്യൂട്ടീഷ്യൻ എടുത്ത് പോകുമ്പോൾ ഞാൻ തരത്തില്ല എന്ന് ഭർത്താവ് പറയാൻ പാടില്ല. പരമശിവൻ കാണിച്ചെന്ന് ഭാര്യയ്ക്ക് ബ്യൂട്ടീഷ്യൻ കൊടുത്തിട്ട് കൊടുക്ക് പൈസ. കാര്യം ഭാര്യ സുന്ദരിയാവേണ്ടത് ഭർത്താവിൻ്റെയും കൂടെ ആവശ്യമാണ്. ഇതാണ് പരമശിവൻ കാണിച്ചെന്ന പാഠം. പരമശിവൻ മാറുന്നതനുസരിച്ച് പാർവതി മാറിക്കൊണ്ടേയിരിക്കും. പരമശിവൻ കുരങ്ങനാവുമ്പം പാർവതി കുരങ്ങനാവും. പരമശിവൻ ആനയാവുമ്പോൾ പാർവതി ആനയാവും. രൂപം മാറിക്കൊണ്ടിരിക്കും. ഇത് സ്ത്രീകൾക്ക് വേണ്ട ഒരു അപാരമായ കഴിവാണ്. ഭർത്താവിൻ്റെ അനുസരിച്ച് ഭാര്യമാർ മാറിക്കൊണ്ടിരിക്കണം. ആ രൂപത്തിലിരിക്കുമ്പോഴാണ് അവർക്ക് ഗണപതി ഭഗവാൻ ജനിക്കുന്നത്. ഗണപതി ഭഗവാന് കൊമ്പുള്ള ഒരു ഭഗവാനാണ്. പക്ഷേ ഗണപതി ഭഗവാന്റെ വലിയ ഗുണം എന്താണ്? വേദവ്യാസന് മഹാഭാരതം എഴുതണം. അന്ന് ടൈപ്പ് റൈറ്റർ ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, മെനക്കെട്ടിരുന്ന് എഴുതാൻ ഒരാൾ വേണ്ടേ? വേദവ്യാസന് മനസ്സിലായി ഗണപതി ബെസ്റ്റ് ആളാണ്. ഗണപതി ഭഗവാന്റെ അടുത്ത് ചെന്നു. ഗണപതി ഭഗവാൻ പറഞ്ഞു, ഞാൻ എഴുതരാം, ഒരു കണ്ടീഷൻ, ഞാൻ ശ്ലോകം എഴുതി കഴിയും, അങ്ങ് അടുത്ത ശ്ലോകം ചൊല്ലിക്കോണം. വ്യവസ്ഥയാണ്. വേദവ്യാസന് മനസ്സിലായി
ഗണപതി ഇത് കണ്ടിന്യൂ ചെയ്ത രക്ഷയില്ല. വേദവ്യാസം ഞാൻ അഗ്രി ചെയ്തു. പക്ഷേ ഞാനൊരു ശ്ലോകം ചൊല്ലി അങ്ങ് എഴുതി കഴിഞ്ഞാൽ ഉടനെ അർത്ഥം എന്നോട് ഇങ്ങനെ പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ശ്ലോകം എഴുതരാം. ഉഗ്രം കോമ്പിനേഷൻ. കൊമ്പുകൊണ്ട് ഗണേശ ഭഗവാൻ എഴുതി കൊടുത്തു മഹാഭാരതം. ഈ പാർവതി പരമേശ്വരന്മാരുടെ ശ്രദ്ധേയമായ കാലഘട്ടത്തിൽ ഇരിക്കുന്നതാണ് ഗണപതി. ശ്രദ്ധേയമായ പാഠമാണ്. അങ്ങനെ അമൃത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അമൃതം അടിച്ചുകൊണ്ട് പോയി അസുരന്മാർ. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ മോഹിനി ഭാവത്തിൽ വന്നുവെന്നും ആ മോഹിനിയിൽ പരമശിവന് കുട്ടിയുണ്ടായതാണ് അയ്യപ്പനെന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഒരു പുരാണത്തിലൊരു കഥയില്ല. ശ്രീമദ് ഭാഗവതത്തിൽ വിഷ്ണു ഭഗവാൻ മോഹിനിയായിട്ട് വന്ന കഥ എവിടെയുണ്ടോ? ഇല്ല. അത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു കഥയാണ്, അയ്യപ്പ ഭഗവാൻ ജനിച്ച കഥ. അപ്പോൾ എന്തു പറ്റി? അന്ന് ശൈവരും വൈഷ്ണവരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശൈവരും വൈഷ്ണവരും ശാക്തയരും, ശക്തി അല്ലെങ്കിൽ ദേവി ആരാധക്കാരും പരമശിവനെ ആരാധിക്കുന്നവരും വിഷ്ണു ഭഗവാൻ ആരാധിക്കുന്ന നമ്മളെ വഴക്കാണ്. പക്ഷേ പരമശിവന് വിഷ്ണു ഭഗവാന് മോഹിനി ഭാവത്തിൽ കുട്ടിയുണ്ടായതാണ് അയ്യപ്പ ഭഗവാൻ എന്ന് പറഞ്ഞപ്പോൾ ശൈവരും വൈഷ്ണവരും ഒന്നിച്ചു. മോഹിനിയുടെ ഭാവത്തിൽ വന്നപ്പോഴാണ് കുട്ടിയുണ്ടായത്. അപ്പോൾ ശാക്തയർ ദേവി ആരാധിക്കുന്നവരും അയ്യപ്പ ഭഗവാന്റെ ആരാധന ഒത്തുചേർന്നു. അപ്പോൾ ശൈവരും വൈഷ്ണവരും ശാക്തയരും തമ്മിലുള്ള വഴക്ക് തീർക്കാൻ ബെസ്റ്റ് കഥയായിരുന്നു അയ്യപ്പ ഭഗവാന്റെ കഥ. അതുകൊണ്ട് കേരളം, ഇന്ത്യ മുഴുവൻ ഭരതനാട്യമുണ്ട്. പക്ഷെ കേരളം ലോകത്തിന് കൊടുത്ത മഹത്തായ സംഭാവനയാണ് മോഹിനിയാട്ടം. കാരണം മോഹിനി ഭാവത്തിൽ അയ്യപ്പനുണ്ടാകുന്നത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് മോഹിനിയാട്ടം എന്നൊരു ഡാൻസ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ കൂർമാവതാരം നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഭാഗവതം കേട്ട് കഴിയുമ്പോൾ ഈ കൂർമ്മത്തെ പോലെ ഹാർഡ് വർക്ക്, ലോങ് ആൻഡ് സ്റ്റഡി വർക്ക് ചെയ്ത് ജീവിതത്തിൽ വിജയം വരിക്കാൻ തയ്യാറാവുന്നു. സമ്പത്ത് വേണോ, മഹാലക്ഷ്മി വേണോ? ഹാർഡ് വർക്ക്. 69 പകുതി പങ്കുവരുന്നത്, 68 പങ്കുവരുന്നതിനും വന്നില്ല. രക്തങ്ങളൊക്കെ പങ്കുവരുന്നതിനും വന്നോ? വന്നില്ല. ഏറ്റവും അവസാനം മരണത്തെ, ഓൾഡ് ഏജിനെ അതിജീവിക്കാനുള്ള വലിയ വരമായി അമൃതം പൊങ്ങി വന്നു. കൂർമാവതാരം നമ്മളെ ഒരുപാട് തത്വങ്ങൾ പഠിപ്പിക്കുകയാണ്. കൂർമാവതാരം കഴിഞ്ഞ് ഭഗവാൻ മൂന്നാമതൊരു വരവ് വന്നു. ടെറസ്ട്രിയൽ ആനിമൽ, വരാഹം, പന്നിയായിട്ട് ഇങ്ങോട്ട് വരികയാണ്. എന്തിനാണ് ഭഗവാൻ പന്നിയായിട്ട് വന്നത്? ഹയഗ്രീവൻ വേദങ്ങൾ കടിച്ചോണ്ട് പൊക്കളൻ. എന്നിട്ട് എന്ത് ചെയ്തു? വെള്ളത്തിനൊഴുകി കൊണ്ടുവച്ചു. മനുഷ്യൻ മുങ്ങിയാലേ ഒരു 25 അടിക്കുള്ളിൽ താഴോട്ട് പോകാൻ പറ്റിയല്ല. പക്ഷേ ഒരു 200 അടി താത്ത പോയി പൊക്കിക്കൊണ്ട് വരണം. അതിന് പറ്റിയ ഒരു മൃഗമേ ഉള്ളൂ ഈ ഭൂമിയിൽ. അതുകൊണ്ട് ഭഗവാൻ പന്നിയായി ഭൂമിയിലേക്ക് വരികയാണ്. വരാഹം ചെന്ന് വെള്ളത്തിനടി ചെന്ന് വേദങ്ങളിങ്ങ് പൊക്കി കഴിഞ്ഞ് കരയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ചത്? കാരണം ഓരോ മൃഗത്തിന് ഓരോ സ്ഥലത്താണ് ആയുധം. ആനയ്ക്കോ അവൻ്റെ മൂക്കാണ് ആയുധം. മൂക്കൊരു തുമ്പിക്കൈയാണ് ആയുധം. കൊമ്പ്, പല്ല, അത് വെച്ച് അവൻ അറ്റാക്ക് ചെയ്യും. പക്ഷേ 200 അടി മുങ്ങി വേദമെടുക്കാൻ ആനയെ കൊണ്ട് പറ്റുമോ? പറ്റിയല്ല. സിംഹം ഭയങ്കര ശക്തിയുള്ള മൃഗമാണ്, പല്ലുണ്ട്, കടിച്ച് ശരിയായി കളയും. പക്ഷേ സിംഹം അറ്റാക്ക് ചെയ്യണമെങ്കിൽ വാ തുറന്ന് കടിക്കണം. അപ്പോഴാണ് ഈ അറ്റാക്ക് ചെയ്യുന്ന സിംഹത്തെ ഞങ്ങൾ പോലീസുകാർ വായിക്കാത്ത വെടിവെക്കും. അതോടെ സിംഹം ചത്തുപോകും. മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി കാട്ടിൽ നടക്കുന്ന സിംഹത്തെ വെടിവെക്കുന്നത് അങ്ങനെയാണ്. കുതിര വന്നു. കുതിരയുടെ ആയുധം എവിടെയാണ്? ഫ്രണ്ടിലൊരു ആയുധമില്ല, പല്ലുമില്ല, മൂക്കുമില്ല, കൊമ്പുമില്ല. കുതിരക്കാരെല്ലാം ആക്രമിക്കണം. കുതിര എബോട്ടൻ അടിക്കും. കാലോട് ഒറ്റ തൊഴിയാണ്. തൊഴി കിട്ടുന്ന ആളുണ്ടല്ലോ, അപ്പം ചത്തിരിക്കും. ശവം പോയി വീഴുന്ന ഒരു 150 അടി ദൂരെയാണ്. എന്തിനാണ് ഈ കുതിരയ്ക്ക് പുറകിൽ ആയുധം കൊടുത്തത്? അതിന് പർപ്പസ് ഉണ്ട്. പന്നിക്ക് ആയുധം കൊടുത്ത് എവിടെയാണ്? അവൻ്റെ പല്ലാണ്. ആ പല്ലോ വളഞ്ഞിങ്ങനെ മേപ്പോട്ട് വരുന്ന പല്ലാണ്. പന്നിക്കൊരാളെ ആക്രമിക്കണമെങ്കിൽ ആദ്യം വിനയം വേണം. വിനയം. അവന് തല കുനിച്ച് തല അങ്ങോട്ട് താത്തിട്ട് ഒറ്റ കയറ്റാണ്. പന്നി കൊല്ലുന്നവരുടെ ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് പോകും. ഇവിടെ കൂടെ ആ തേറ്റ കയറിയിട്ട് വയറ് കീറിമിച്ച് 2 ആയി പോകും. പന്നിക്ക് ആക്രമിക്കണമെങ്കിൽ വിനയം ഉണ്ടെങ്കിൽ മാത്രമേ ആക്രമിക്കാൻ പറ്റൂ. ഭാഗവതം വായിക്കുന്ന കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് ഈ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നീ വിനയമുള്ളവനായിരിക്കണം. ആ വരാഹത്തെ പോലെ വിനയമില്ലെങ്കിൽ നിനക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തില്ല. ടീച്ചേഴ്സ് സ്കൂളിൽ പഠിപ്പിക്കും, താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ. ദൈവം താന്ന് പോയി താഴ്മയുള്ളവനെ ചെയ്യുള്ളൂ. വരാഹം താഴ്മയുള്ള മൃഗമാണ്. അത് കുനിഞ്ഞ് താഴോട്ട് ചെന്നിട്ട് 200 അടി താഴെ ചെന്ന് തലയൊന്ന് കുനിച്ചിട്ട് ആ കൊമ്പിനെ ഉണ്ടെങ്കിൽ കയറ്റി തേറ്റായി കയറ്റി വേദം കളിഞ്ഞ് തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മുടെ കുട്ടികൾ പഠിച്ച് വലിയവരാവണമെങ്കിൽ അറിവിൻ്റെ ആഴങ്ങളിൽ മുങ്ങി തപ്പണം.
ആ വരാഹം ചെയ്ത പോലെ അറിവിൻ്റെ ആഴങ്ങളെ മുങ്ങിത്തപ്പാതെ ഒരു വേദവും ഒരു അറിവും നമുക്ക് കിട്ടുകയില്ല. പഠിപ്പിച്ചിട്ടാണ് വരാഹ അവതാരം. പന്നി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛ. എന്താണ് ഈ പന്നി ചെയ്യുന്ന ജോലി? പന്നി ഈ ഭൂമിയിലെ അഴുക്ക് തിന്നു തീർക്കുന്ന ഒരു മൃഗമാണ്. പന്നി ഈ അഴുക്ക് തിന്നു തീർത്തലിന് വല്ല രക്ഷയുണ്ടോ? ഞാൻ മറുവൻസ് കോളേജ് ലെക്ചറായിരുന്നു. 350 പിള്ളേരുണ്ട് ഹോസ്റ്റലിൽ. അവിടെ ലാട്രിൻ എപ്പോഴും പൊട്ടി മഹാശല്യം. ഓരോ 2-3 ആഴ്ച കൂടുമ്പോൾ റിപ്പയർ ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ മുഴുവൻ ദുർഗന്ധം. ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, അച്ചോ ഒരു 6 പന്നി വാങ്ങിക്കാമോ, പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞു. പന്നി ഇടാനൊരു സ്ഥലം ഉണ്ടാക്കി. എന്നിട്ട് ഈ എല്ലാ ബാത്റൂമിലെയും എല്ലാ വേസ്റ്റും നേരെ വഴി അങ്ങോട്ട് പോകും. 300 രൂപയുടെ വേസ്റ്റ് കിട്ടിയുണ്ടല്ലോ, 6 പന്നി ബബ്ബെന്ന് ഒറ്റ അടിയാണ്. 4 മാസം കഴിയുമ്പോൾ പന്നിക്ക് 300 കിലോ. ഈ 300 രൂപയുടെ വേസ്റ്റ് കക്കൂസ് കഴുകുന്ന ജോലി ഒഴിവായോ? അത് വേസ്റ്റ് എടുക്കുന്ന പരിപാടി ഒഴിവായോ? കംപ്ലീറ്റ് പന്നി അങ്ങോട്ട് തിന്നു. അങ്ങനെ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു പന്നിയെ വിൽക്കുമ്പം 5000 രൂപ 6000 രൂപ വരുമാനം, വേസ്റ്റിൽ നിന്ന് വരുമാനം. ഇതാണ് പന്നിയുടെ ഗുണം. പന്നി ചെയ്യുന്ന പോലെ വേറൊരു മൃഗമുണ്ട്, കാക്ക. വേസ്റ്റ് കണ്ടാണ്ടല്ലോ, കാക്ക കാക്ക എന്നൊരു വിളി വയ്ക്കും. ഒരു 10-100 കാക്കയിഞ്ഞ് വരും. എല്ലാം കൂടെ ബുറാന്ന് തിന്നിട്ട് എല്ലാ വേസ്റ്റും തീർത്തു പോകും. നമ്മുടെ വീട്ടിൽ ഒരു മരണം ഉണ്ടായി. കർക്കിടവാവിന് നമ്മൾ ബലി വെക്കും, എന്നിട്ട് കൈ കൊട്ടും. ബലിക്കാക്ക വന്നിട്ട് ആ ബലി തിന്നും. നമ്മുടെ ആത്മാവിന് മോക്ഷം വേണമെങ്കിൽ ബലിക്കാക്ക വേസ്റ്റ് തിന്നില്ലേ പറ്റുമോ? പറ്റിയില്ല. പന്നിക്കും കാക്കയ്ക്കും ഈശ്വരൻ കൊടുക്കുന്ന കഴിവാണ് വേസ്റ്റ് ഡിസ്പോസൽ. ആ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്തില്ലെങ്കിൽ എറണാകുളം പട്ടണത്തിൽ 300 മീറ്റർ പൊക്കത്തിൽ വേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് തീ വെക്കും. മാറ്റാൻ കഴിവുള്ളതെന്ന് തന്നെ പോയി തീ വെച്ച് കളയും. എന്നിട്ട് പട്ടണം മുഴുവൻ പുകയാണ്. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ലോകത്തിന് ഏറ്റവും വലിയ നന്മയാണ്. പക്ഷേ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന തോട്ടി എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ, തോട്ടി ഭയങ്കര പുച്ഛം. ഭഗവാൻ പഠിപ്പിക്കുകയാണ്, ഞാൻ തന്നെ പന്നിയായിട്ട് വന്നു, വേസ്റ്റ് ആനിമലായിട്ട് വന്നു. ഈ ലോകത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ഓരോ വീട്ടിലെയും കുട്ടികൾ മിഡ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വീട്ടിലെ വേസ്റ്റ് ഉണ്ടാകാതെ നോക്കാൻ, നനഞ്ഞ അഴുക്കായ തുണികൾ കഴുകാൻ ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം. സമൂഹത്തിലെ ക്ലീനിങ് മെക്കാനിസം പഠിച്ചിരിക്കണം. പക്ഷേ ഇന്ന് വരാഹം ലോകം മുഴുവൻ അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? സ്വർണ്ണ നാണയങ്ങൾക്ക് ലോകത്തിലുള്ള പേരാണ് വരാഹൻ. അറബി ഭാഷയിലും ഹീബ്രു ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലുമൊക്കെ സ്വർണത്തിൻ്റെ പേരെന്താണ്? വരാഹൻ. കാരണം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കയറ്റി അയക്കുമായിരുന്നു. 3500 വർഷത്തിന് മുമ്പ് ഈജിപ്തിലെ ഫറോ രാജാവായ ഫറോ രാംസിസ് മരിച്ചു. അയാളുടെ മമ്മി, അഴുകാത്ത ശരീരം, മമ്മിഫൈഡ് ശരീരം 1986 കിട്ടി. നോക്കുമ്പോൾ ഉണ്ടല്ലോ, വായ്ക്കകത്തും മൂക്കിനകത്തും ചെവിക്കകത്തും മലദ്വാരത്തിനകത്തൊക്കെ കുരുമുളക് കയറ്റി വെച്ചിരിക്കുകയാണ്. കുരുമുളക് കയറ്റിയാൽ ശരീരം അഴുകത്തില്ല. ഈ രാജാവ് വളരെ ക്രൂരനായ ഒരാളായിരുന്നു. അതുകൊണ്ട് ചത്തു കഴിഞ്ഞാൽ അവൻ അണ്ണാക്കിൽ ആസനത്തിൽ ഇരിക്കട്ടെ നേരത്തെ കുരുമുളക് അടിച്ച് കയറ്റിയാൽ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈജിപ്തിലും മിഡിൽ ഈസ്റ്റിലും കുരുമുളകില്ല. ഇതെവിടെ നിന്ന് വന്നു? ഈജിപ്റ്റോളജിന് എന്താ നിയമം? കുരുമുളകെടുത്ത് DNA ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാകുന്നത് മലപ്പുറത്തും പാലക്കാട്ടും വിളയുന്ന കുരുമുളകാണ് 3400 കൊല്ലത്തിനും ഇവൻ്റെ വായിലുമൊക്കെ ഇരിക്കുന്ന സാധനം. ഇവിടെ നമ്മുടെ പൂർവികർ കുരുമുളക് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ സപ്ലൈ ചെയ്തു. 3000 കൊല്ലത്തിന് മുമ്പ് ശലോമോൻ രാജാവ് ജെറുസലേം ദേവാലയം പണിഞ്ഞു. ദേവാലയം പണിയാൻ നേരം മദ്ബഹ, ഹോളി ഓഫ് ഹോളീസ് അലങ്കരിക്കാൻ വേണ്ടി മയിൽപ്പീലി കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. മയിൽപ്പീലി ഇസ്രായേലിലും മരുഭൂമിയിലൊന്നും മയിൽപ്പീലി ഇല്ലല്ലോ. കേരളത്തിൽ നമ്മുടെ പൂർവികരോട് പറഞ്ഞു മയിൽപ്പീലി കൊണ്ടുവരാൻ. ഭഗവാൻ കൃഷ്ണനെ പോലെ ശലോമോൻ രാജാവിന് മയിൽപ്പീലി വലിയ ഇഷ്ടം. ആ മയിൽപ്പീലി കൊണ്ടുവന്ന് മദ്ബഹായുടെ മുമ്പിൽ വിരിച്ചു. ആ മയിൽപ്പീലിക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തൂക്കി, TUKI. തമിഴ് ഭാഷയിലെ ആൺമയിലിൻ്റെ പേരാണ് തോഗൈ. ആ തമിഴ് വാക്കാണ് വേദപുസ്തകത്തിൽ 3000 വർഷത്തിന് മുമ്പ് സുറിയാനി ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്ന തൂക്കി. പൂജാദ്രവ്യങ്ങൾ വെക്കാൻ വേണ്ടി ഒരു മേശ, അതിൻ്റെ 4 സൈഡിൽ ആനക്കൊമ്പുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തു. ആനക്കൊമ്പിനെ വേദപുസ്തകത്തിൽ വിളിച്ചിരിക്കുന്നു കളഫ്. ഇത് സംസ്കൃതത്തിൽ ആനയുടെ പേരാണ് കളഭം. ആ കളഭമാണ് 3000 കൊല്ലത്തിന് സുറിയാനി ഭാഷയിൽ കാളഫ് എന്നായിരിക്കുന്നത്. ഈ നാവികർ ഒരു മൃഗത്തിൻ്റെ കളികളൊക്കെ ഇങ്ങനെ പറയുമ്പം ശലോമോൻ രാജാവിൻ്റെ ആഗ്രഹം അതിനൊന്ന് കാണണം. ആ മൃഗത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. അതൊരു കുരങ്ങനായിരുന്നു. ശലോമോൻ ഈ കുരങ്ങനെ കളിയെ കണ്ടപ്പോൾ വലിയ രസമായി. ശലോമോൻ ആ കുരങ്ങനെ വേദവസ്തു വിളിച്ചിട്ട് വാക്ക് കപി. സംസ്കൃതത്തിൽ കുരങ്ങൻ്റെ പേരാണ് കപി. നമ്മൾ ഹനുമാനെ വിളിക്കുന്ന പേരാണ് കപീന്ദ്രൻ. അതാണ് സുറിയാനി ഭാഷ 3000 കൊല്ലത്തിന് വേദവസ്തു ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ 24 വാക്ക് സംസ്കൃതവും തമിഴും 3000 കൊല്ലത്തിന് വേദവസ്തു ഉപയോഗിച്ചിരിക്കുകയാണ്. സംഘാലകൃതി എത്തുമ്പോൾ ഇവിടുന്ന് കുരുമുളക് അങ്ങോട്ട് പോവും, തിരിച്ചു വരുന്ന സ്വർണ്ണമാണ്. അതുകൊണ്ടാണ് 18 എഴുതിയിരിക്കുന്നു, കറിയേന്തി പോയിടും കപ്പലുകൾ
പൊന്നേന്തി തിരികെ വരും. കറി എന്ന് പറഞ്ഞാൽ കുരുമുളക് എന്നാണ് തമിഴ് ഭാഷയിൽ. ഈ കറി എന്നുള്ള വാക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ വാക്കായി. CURRY, മീൻ കറി, ഇറച്ചിക്കറി. മുളക് അരച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് കറി. തമിഴ് ഭാഷയിൽ കുരുമുളകിൻ്റെ പേരാണ് ഇന്ന് ഇംഗ്ലീഷിൽ കറിയായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്വർണം കോയിൻ ഉണ്ടാക്കുന്ന ആരാണ്? മഹാരാഷ്ട്രവും ഗുജറാത്തും ഭരിച്ചിരുന്ന രാഷ്ട്രകൂട രാജവംശം. രാഷ്ട്രകൂട രാജവംശത്തിൻ്റെ പ്രധാന ദേവൻ ആരാണെന്നറിയാമോ? വരാഹ അവതാരം. അവരുടെ പ്രസിദ്ധമായ വരാഹ ക്ഷേത്രമാണ്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഉഗ്രൻ ക്ഷേത്രമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? സ്വർണ്ണ നാണയം ഉണ്ടാക്കിയപ്പോൾ ഒരു സൈഡിൽ അവിടുത്തെ അമ്പലത്തിൻ്റെ പടം ഉണ്ടാക്കി, മറ്റേ സൈഡിലൊരു പന്നിയുടെ പടം വരച്ച് വെച്ചു. വരാഹ അവതാരത്തിൻ്റെ പടം വരച്ച് വെച്ചു. വരാഹത്തിൻ്റെ രൂപം കുത്തിയ സ്വർണ്ണ നാണയമായതുകൊണ്ട് നമ്മളതിനെ വിളിച്ചു വരാഹൻ. ആ വാക്ക് അറബി ഭാഷയിലും സുറിയാനിയിലും ലാറ്റിനിലും ഗ്രീസിലുമൊക്കെ സ്വർണത്തിൻ്റെ വാക്കായിട്ട് മാറി. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത മൃഗമാണ് ഈ പന്നി. പക്ഷെ അവരുടെ ഭാഷയിൽ സ്വർണത്തിൻ്റെ പേര് പന്നിയുടെ പേര് ചേർത്തിട്ട് വരാഹൻ. ഇത് വന്നത് ഭഗവാന്റെ മൂന്നാമത്തെ അവതാരം വരാഹാവതാരം. വരാഹാവതാരം എന്തുകൊണ്ടെടുത്തു, എങ്ങനെ വരാഹാവതാരത്തിൽ വേദങ്ങളെ രക്ഷിച്ചുകൊണ്ട് വന്നു, ഇത് ഓരോ കുട്ടിയും ചെറുപ്പത്തിലേ മനസ്സിലാക്കിയിരിക്കണം. അറിവിൻ്റെ ആഴങ്ങളെ മുങ്ങിത്തപ്പാതെ ഒരു മനുഷ്യനും ഒരു വലിയ പരീക്ഷയൊന്നും പാസ്സാകാൻ പറ്റിയില്ല. അറിവിൻ്റെ ആഴങ്ങളും രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് മുങ്ങിത്തപ്പണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പാടിയിരിക്കുന്നത്, ദ ഹൈറ്റ്സ് ദറ്റ് ഗ്രേറ്റ് മെൻ റീച്ച്ഡ് ആൻഡ് കെപ്റ്റ് ആർ നോട്ട് അറ്റൈൻഡ് ബൈ സദൻ ഫ്ലൈറ്റ്. ദേ വൈൽ ദർ കമ്പാനിയൻ സ്ലെപ്റ്റ് ഒരു ടോയിലിംഗ് അപ്പോർട്സ് ദ നൈറ്റ്. രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് പഠിക്കാത്ത ഒരു കുട്ടിയും വലിയ പരീക്ഷ ഒന്നും പാസ്സായിട്ടില്ല. ഇത് നമ്മൾ പഠിപ്പിക്കുകയാണ് വരാഹാവതാരം. വരാഹം അങ്ങോട്ട് കഴിയുമ്പോൾ അടുത്ത അവതാരം നരസിംഹാവതാരം. നരസിംഹാവതാരം ഇന്ത്യ മാത്രമാണോ? അല്ല. ഈജിപ്തിലെ ഏറ്റവും വലിയ ഒരു വിഗ്രഹം, സ്റ്റാച്യു ഉണ്ട്, സ്ഫിങ്സ്, SPHINX. 66 അടി പൊക്കമുള്ളൊരു വിഗ്രഹമാണ്. തല മനുഷ്യനാണ്, ഫറോ രാജാവിൻ്റെ തലയാന്ന് പറയുന്നു. ഉടലും മുഴുവൻ സിംഹമാണ് സ്ഫിങ്സ്. ഇറാനിലും ഈ സാധനമുണ്ട്. തല രാജാവിൻ്റേത്, ഉടലും മുഴുവൻ സിംഹത്തിൻ്റേത്. അതിനെ അവിടെ വിളിച്ച പേരാണ് സിംഹനരൻ. ഇറാനിലൊക്കെ സംസ്കൃത ഭാഷയായിരുന്നു പണ്ട്, അതുകൊണ്ടാണ് സിംഹനരൻ. പക്ഷെ ഇന്ത്യയിൽ വന്നപ്പോൾ തല സിംഹവും ഉടലും മനുഷ്യനുമായി. നമ്മളതിനെ നരസിംഹം എന്ന് വിളിച്ചു. അപ്പോൾ ഈജിപ്തിലെ സ്വിങ്സും ഇറാനിലെയും സിംഹനരനാണ്. ഇന്ത്യയിൽ വന്നപ്പോൾ നരസിംഹമായി, റിവേഴ്സലായി. തല സിംഹവും ഉടലും മനുഷ്യനും. അങ്ങനെ ലോകത്തിലെ 60ഓളം രാജ്യങ്ങളിൽ നിന്ന് 300ഓളം ഈ നരസിംഹത്തിൻ്റെ സിംഹനരന്മാരുടെയൊക്കെ തല കിട്ടിയിട്ടുണ്ട്, ശരീരം, ബോഡി കിട്ടിയിട്ടുണ്ട്, ഈ വിഗ്രഹ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ നരസിംഹാവതാരം ഉണ്ടായത്? വളരെ ശ്രദ്ധേയമായ കഥ മനസ്സിലാക്കണം. ഹിരണ്യകശിപു മനുഷ്യരോട് പറഞ്ഞു, ഇനി മേലാൽ ആരും ദേവനെയും ദേവിയോ എന്ന് വിളിച്ചേക്കരുത്, ഹിരണ്യായ നമ എന്ന് പറഞ്ഞോണം. ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ ഗർഭിണിയാണ്, കയാതു. ഗർഭിണികൾ 300 മീറ്റർ നടന്നാൽ ഗർഭം അലസുകയില്ല, സുഖപ്രസവം ഉണ്ടാവും, ഒരു സിസേറിയനും വേണ്ട. അപ്പോൾ ഈ 300 മീറ്റർ നടത്തയ്ക്ക് വേണ്ടി കയാതു 2 തോഴികളെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ദേവന്മാർ കയാതുവിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പൊക്കളഞ്ഞു, തട്ടിക്കൊണ്ട് പൊക്കളഞ്ഞു. അപ്പോൾ ദേവന്മാരുടെ വീടുകളിൽ വല്ലതും കൊണ്ട് താമസിപ്പിച്ചാൽ ഈ ഹിരണ്യകശിപു പിടിക്കും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഹിരണ്യകശിപുവിന് സംശയം ഉണ്ടാവാത്ത ഒരു സ്ഥലം നാരദൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. നാരദൻ്റെ വീട്ടിൽ താമസിപ്പിച്ചപ്പോഴേ ദേവന്മാർ സംശയിച്ചില്ല. അപ്പോൾ ഈ നാരദനൊരു സ്വഭാവമുണ്ട്, എപ്പോഴും നാരായണനമ നാരായണനമ നാരായണനമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വയറ്റിൽ കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ കേട്ട് പഠിച്ചു. അങ്ങനെ ഗർഭത്തിൽ കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ പഠിച്ചതാണ് നാരായണനമ എന്ന് പറയാൻ. നമ്മുടെ പുരാണങ്ങളിൽ ശ്രദ്ധേയമായി കഥ പലതവണ വരുന്നുണ്ട്. അഭിമന്യു ചക്രവ്യൂഹം പൊളിക്കാൻ പഠിച്ചത് വയറ്റിൽ കിടന്നുകൊണ്ടാണ്, മഹാഭാരതം പറയുന്നു. അഷ്ടാവക്രൻ വയറ്റിൽ കിടന്നുകൊണ്ട് അപ്പൻ മന്ത്രം ചൊല്ലുന്ന പഠിച്ചു. അവസാനം അപ്പൻ എന്തോ ഉറക്കച്ചവിൽ തെറ്റിച്ച് പറഞ്ഞു. വയറ്റിൽ കിടന്ന് കുട്ടി പറഞ്ഞു, അപ്പാ തെറ്റിപ്പോയെന്ന് പറഞ്ഞു. അയാൾക്ക് ദേഷ്യം വന്നു. ഗർഭിണിയുടെ വയറ്റിലൊരു തൊഴിയങ്ങ് വെച്ചു കൊടുത്തു. ഇപ്പോഴെങ്ങാണെങ്കിൽ റാസ്കൽ 7 കൊല്ലം ജയിലിൽ പോകാനായിരുന്നു. അന്നാ നിയമമൊന്നുമില്ല, ഗർഭിണിയെ തൊഴിച്ചാലുണ്ടല്ലോ 7 കൊല്ലം ജയിലിൽ പോകും. പക്ഷേ വയറ്റിൽ കിടന്നുകൊണ്ട് അഷ്ടാവക്രൻ പഠിച്ചു. ഇന്ന് ഇന്ത്യൻ പുരാണങ്ങളിൽ പറയുന്നത് ശരിയെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിലൊരു ഗവേഷണം നടന്നു. 100 ഗർഭിണികൾക്ക് അവരുടെ മുറിയിൽ ഒരേ പാട്ട് വെച്ചുകൊണ്ടിരുന്നു. സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞ് കരഞ്ഞാൽ അവൻ വയറ്റിൽ കിടന്ന സമയത്ത് ആ മുറി വെച്ച പാട്ടുടഞ്ഞത് കുട്ടി കരച്ചു നിർത്തും.
വേറെ ഏത് പാട്ടോൺ ചെയ്താലും കുട്ടി കാഴ്ച നിർത്തുകയില്ല. കുട്ടി വയറ്റിൽ കിടന്നുകൊണ്ട് ഈ ശബ്ദം കേട്ടു എന്ന് ശാസ്ത്രത്തിന് മനസ്സിലായി. മൊസാർട്ട് എന്ന് പറഞ്ഞ വലിയ സംഗീതജ്ഞനുണ്ടായിരുന്നു. അവൻ 6-ാമത്തെ വയസ്സിൽ പാട്ട് എഴുതി തുടങ്ങി. 36 വയസ്സായപ്പോഴത്തേന് 6000-ഓളം പാട്ടുകൾ രചിച്ചു. മൊസാർട്ട് പറയുന്നു, ഞാൻ സംഗീതം പഠിച്ചത് എന്താണെന്നറിയാമോ? ഞാൻ വയറ്റിൽ കിടന്ന 9 മാസവും എൻ്റെ അമ്മ വിയന്ന കത്തീഡ്രലിൽ സംഗീതം പഠിക്കുന്ന കോയർ ഗ്രൂപ്പിൽ അംഗമായിരുന്നു. വയറ്റിൽ കിടന്നുകൊണ്ട് ഞാൻ പഠിച്ച പാട്ടാണ് എന്നെ ഈ രൂപത്തിലാക്കിയതെന്നാണ്. ഫ്രാൻസിലൊരു ഗവേഷണം നടന്നു. 10-200 ഗർഭിണികൾക്ക് ചതുര ഷേപ്പിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ സ്ത്രീകൾ പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ ശ്രദ്ധിച്ചു. കുഞ്ഞിന് അപ്പൻ്റെ അമ്മയുടെ മോച്ചായാണ്, പക്ഷേ അതിനൊരു ചതുര ഷേപ്പ് ഫോം ചെയ്തു. വേറെ 200 എണ്ണത്തിന് കുറുക്കൻ്റെ ത്രികോണാകൃതി മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ അവരുടെ കുട്ടികളുടെ മുഖം നോക്കിയപ്പം അപ്പൻ്റെ അമ്മയുടെ മോച്ചായുണ്ട്, പക്ഷേ മുഖത്തിനൊരു ത്രികോണാകൃതി ഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. അമ്മ എന്ത് കാണുന്നു എന്നുള്ളത് കുഞ്ഞിനെ സ്വാധീനിക്കുന്നു. ഹിന്ദുമതത്തിൻ്റെ അഖിലിഖിതമായൊരു നിയമമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായാൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഒരു ഉണ്ണികൃഷ്ണൻ്റെ പടം വാങ്ങിച്ചിട്ട് ഗർഭിണി കിടന്ന മുറി കൊണ്ടുപോകും. ഈ ഉണ്ണികൃഷ്ണനെ ഗർഭിണി കണ്ടുകൊണ്ട് കിടന്നാൽ ഉണ്ണികൃഷ്ണനെ പോലൊരു കുഞ്ഞുണ്ടാവുമെന്ന് ഹിന്ദുമതം 1000 കൊല്ലത്തിന് മുമ്പ് വിശ്വസിച്ചിരിക്കുന്ന സംഭവമാണ്. ഇതാണ് ശാസ്ത്രം ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ജർമ്മനി ഒരു ഗവേഷണം നടന്നു. 10-200 ഗർഭിണികൾക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു. ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം ഗർഭകാലം മുഴുവൻ വായിച്ച കുട്ടികൾക്കുണ്ടല്ലോ, സ്കൂളിൽ അങ്ങോട്ട് ചെന്നപ്പം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്കൊക്കെ ഭയങ്കര മാർക്ക്. കുട്ടികൾ പലരും ശാസ്ത്രജ്ഞന്മാരായി, ശാസ്ത്ര അധ്യാപകരായി. വേറെ കുറച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നറിയാമോ? അവർക്ക് യുദ്ധവീരന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു ഗർഭകാലത്ത്. ജൂലിയസ് സീസർ, നെപ്പോളിയൻ, ഫെർണാണ്ടോ ദ ഗ്രേറ്റ്. ആ ചരിത്രം വായിച്ച ഗർഭിണികൾ പ്രസവിച്ച കുട്ടികൾ ഭൂരിപക്ഷവും പട്ടാളത്തിലും പോലീസിലും വെച്ചത്. അവർക്ക് ആ കാക്കയോടൊരു വലിയ സ്നേഹം. പിന്നെ ഒരു 200 എണ്ണത്തിന് കത്തോലിക്ക സഭ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു. കത്തോലിക്ക സഭ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും അച്ഛന്മാരും കന്യാസ്ത്രീകളുമായി എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയത്. ഗർഭിണി എന്തെങ്കിലും പഠിച്ചാൽ കുട്ടിക്ക് അപാരം ബുദ്ധിശക്തിയാണ്. അമ്മയുടെ തലച്ചോറ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻ്റലക്ച്വൽ ഹോർമോൺസ് ബോഡി ഉണ്ടാക്കും. അത് അമ്മയുടെ തലച്ചോറ് കയറി ഇറങ്ങിയിട്ട് ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ തലച്ചോറ് കയറി ഇറങ്ങും. അപാരം ബുദ്ധിശക്തിയാകും കുട്ടികൾക്ക്. നിങ്ങൾ ഈ ലേഡി ടീച്ചേഴ്സിൻ്റെ മക്കളെ കണ്ടിട്ടുണ്ടോ? എല്ലാത്തിനും പഠിക്കാൻ ഭയങ്കര കഴിവാണ്. കാര്യം ഈ ഗർഭിണി ക്ലാസ്സിൽ പോകുന്ന 3 മാസം മെറ്റേണിറ്റി ലീവ് കിട്ടും. ഈ ഗർഭിണി 7 മാസം ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ, ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ വയറ്റിൽ കിടക്കുന്ന കുട്ടി ഫിസിക്സും കെമിസ്ട്രി മാത്സും കുറച്ചൊക്കെ പഠിക്കുക. അമ്മ പഠിപ്പിക്കുന്ന കുറച്ച് വയറ്റിൽ കിടന്ന് പഠിക്കും. പ്രസവിച്ച് കഴിഞ്ഞാൽ ബാക്കി പഠിച്ചാൽ മതി. അതാണ് ഈ ടീച്ചേഴ്സിൻ്റെ മക്കൾക്ക് പഠിക്കാൻ നല്ല കഴിവ്. അതുകൊണ്ട് ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്ന് അടിച്ച് പുറത്ത് അങ്ങ് പഠിക്കണം. പ്രസവിച്ചിട്ട് പരീക്ഷയൊന്നും എഴുതിയിലും കുഴപ്പമൊന്നുമില്ല. ഗർഭകാലത്ത് അമ്മ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി ആ കുട്ടി ഉണ്ടല്ലോ ഓരോ ബുദ്ധിശക്തിയുള്ള കുട്ടിയായിരിക്കും. ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ശാസ്ത്രം ഇപ്പോൾ തെളിയിച്ച സാധനമാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. ഗർഭത്തിൽ കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ നാരദൻ പറയുന്ന നാരായണൻ നമ്മ വയറ്റിൽ കിടന്നുകൊണ്ട് പഠിച്ചു. കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഹിരണ്യകശിപു ചോദിച്ചു, എവിടാ നിൻ്റെ ദൈവം? പ്രഹ്ലാദൻ്റെ പ്രസിദ്ധമായ മറുപടി ചിലപ്പോൾ ശ്രീമദ് ഭാഗവതം വായിക്കുന്ന യജ്ഞാചാര്യൻ പറഞ്ഞു തരും. പ്രഹ്ലാദ സ്തുതി. പ്രഹ്ലാദൻ്റെ മറുപടിയാണ്, മണ്ണിലും വിണ്ണിലും തൂണിലും തൂരുമ്പിലും ദൈവമിരിക്കുന്നു. മറ്റ് പദങ്ങളിൽ ദൈവം ഉണ്ടല്ലോ, സ്വർഗോന്ന് സ്ഥാനത്ത് പൂട്ടി അതിനകത്തിരിക്കുകയാണ് ദൈവം. ഹിന്ദുക്കളുടെ ദൈവമോ ലോകം മുഴുവൻ പരന്നിരിക്കുന്ന സർവ്വവ്യാപിയായ ദൈവം. ഈ തൂണിലുണ്ടോടാ? ഉണ്ട്. അങ്ങ് ഒരു വാളെടുത്തൊരു വെട്ടങ്ങ് വെട്ടി അതിനകത്തുനിന്ന് നരസിംഹരൂപത്തിൽ ഭഗവാൻ ഇറങ്ങി വന്നിട്ട് ഹിരണ്യകശിപുവിനെ കൊന്നിട്ട് പ്രഹ്ലാദനെ രാജാവാക്കി. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിലെ കഥ. ഗർഭിണികൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഗർഭപാലം എങ്ങനെ കഴിച്ചു കൂട്ടണം, നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ത്രീകളിൽ പലരും ഗർഭിണിയായി കഴിഞ്ഞാൽ എൻ്റെ അമ്മ വയ്യേ എന്ന് പറഞ്ഞാൽ ചാരുസഹകരി ഇങ്ങനെ കിടന്ന് TV ഓൺ ചെയ്യും. അവിടെ മമ്മൂട്ടി മോഹൻലാലും ആട്ടി തൊഴി പിടി പെണ്ണിനെ തട്ടിക്കെട്ടുകൾ കരച്ചില് പിടിച്ചില് ഭയങ്കര ബഹളമാണ്. ഇങ്ങനെയൊക്കെ സിനിമയും കണ്ടുകൊണ്ട് ഗർഭകാലം കഴിച്ചു കൂട്ടിയാൽ നമ്മുടെ ഫാൽക്കെ അവാർഡ് കിട്ടിയ മോഹൻലാൽ മുണ്ടും പൊക്കി അണ്ടർവെയർ കാണിച്ചൊന്ന് തൊഴിക്കാൻ പോയില്ലേ, ആ പരിപാടി നിങ്ങളുടെ മക്കൾ കാണിക്കും ഗർഭകാലത്ത് സിനിമ കണ്ടുകൊണ്ട് കിടന്നാൽ. അപ്പോൾ പ്രഹ്ലാദൻ്റെ കഥയിൽ ശ്രീമദ് ഭാഗവതം പഠിപ്പിക്കുന്നു ഗർഭിണി എങ്ങനെ പെരുമാറണം, കുഞ്ഞെങ്ങനെ ആവുന്നത് ഗർഭകാലം എങ്ങനെ സ്വാധീനിക്കുന്നു കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ് സംഭവം. അത് കഴിഞ്ഞാൽ പിന്നത്തെ അവതാരം എന്താണ്? വാമന അവതാരം. 16,000 വർഷത്തിന് മനുഷ്യന് നീളക്കുറവായിരുന്നു. നീളക്കുറവായ സമയത്ത് മഹാബലി ചക്രവർത്തി നാട് വാഴുകയായിരുന്നു. അദ്ദേഹം വളരെ സമർത്ഥനായ രാജാവായിരുന്നു. അദ്ദേഹം സോഷ്യലിസ്റ്റ് നടപ്പാക്കിയ ഒരു രാജാവാണ്. അദ്ദേഹത്തിന് ഭയങ്കര ദാനധർമ്മമാണ്. അങ്ങനെ അദ്ദേഹം ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി വാമനൻ വന്നു. വാമനൻ വന്ന് പറഞ്ഞു,
എനിക്കൊരു 3 അടി മണ്ണ് വേണം. മഹാബലി പറഞ്ഞു, പൊന്നും മോനെ, നിനക്ക് തീരെ സൈസ് കുറവല്ലേ, എനിക്ക് 6.5 അടി പൊക്കൊണ്ട് ഞാൻ അളന്നു തരാം എൻ്റെ കാലിൽ. വാമനൻ പറഞ്ഞു, വേണ്ട, എൻ്റെ കാലോട്ട് മതി. അപ്പോൾ കൊടുത്തു. വാമനൻ 2 ചുവട് വെച്ചപ്പോൾ ഭൂമി ആകാശമൊക്കെ അളന്നു. 3ാമത്തെ കാല് വെക്കാൻ സ്ഥലമില്ല. അദ്ദേഹം തോൽവി സമ്മതിച്ചു. ഇതാണ് കഥ. പുരാണത്തിലെ 2 കഥയുണ്ട്, അതെല്ലാം മലയാളി പറയുന്ന കഥ. ശ്രീമദ് ഭാഗവതത്തിലെ കഥയ്ക്കകത്ത് പരാജയപ്പെട്ട മഹാബലിയോട് വാമനൻ പറഞ്ഞു, നീ ജീവിതം പൂർണ്ണമാക്കി, ആയതിനാൽ നിന്നെ സുതലത്തിലേക്ക് അയക്കുകയാണ്. അതലം, വിതലം, സുതലം തുടങ്ങി സ്വർഗതുല്യമായ സ്ഥലങ്ങളാണ് അവിടെ കൊണ്ടാക്കിയിട്ട് വാമനൻ മഹാബലിക്ക് കാവലി നിന്നു. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിലെ കഥ. നാം പത്മപുരാണം ഉൾപ്പെടെ പുരാണങ്ങൾ കഥ പറയുന്നുണ്ട്. മഹാബലി തോപ്പിയ ശേഷം വാമനൻ പറഞ്ഞു, മഹാബലി, നീ നല്ലൊരു രാജാവാണ്, നിനക്കൊരു ചെറിയ കുഴപ്പം, അഹങ്കാരം, അതൊന്ന് ശമിപ്പിക്കാൻ വന്നതാണ്. ഞാൻ രാജ്യം നിനക്ക് തിരിച്ചു തരികയാണ്. നീ 36 വർഷം രാജ്യം ഭരിക്കുക, അത് കഴിഞ്ഞ് നിന്നെ സുതലത്തിലേക്ക് അയക്കും. അങ്ങനെ മഹാബലി ചക്രവർത്തി 3 വ്യാഴവട്ടക്കാലം 36 കൊല്ലം രാജ്യം ഭരിച്ച് അദ്ദേഹം ചിരഞ്ജീവിയായി. മരണമില്ലാത്ത ഒരു 7 പേർ, അശ്വത്ഥാമ, ബലി, വ്യാസു, ഹനുമന്തോ, വിഭീഷണ തുടങ്ങിയ 7 പേർ. 2ാമത്തെ ആളാരാണ്? മഹാബലി. മഹാബലി ചിരഞ്ജീവിയായി. ഈ 2 കഥയാണ് പുരാണത്തിലുള്ളത്. പക്ഷെ മലയാളിക്കുണ്ടല്ലോ ഈ കഥയുടെ ലാസ്റ്റ് ഭാവം മാറ്റി. 3ാമത്തെ ചുവടുവെക്കാൻ സ്ഥലമില്ലാത്തവൻ മഹാബലി തല കാണിച്ചു കൊടുത്തു, ചവിട്ടി അവനെ പാതാളത്തോടത്താക്കി. ഈ മലയാളിക്കുണ്ടല്ലോ വല്ലവനും ചവിട്ടുക, തലക്കടിക്കുകയൊക്കെ വലിയ രസമുള്ള പരിപാടിയാണ്. മലയാളിയുടെ വർഗ്ഗ സ്വഭാവം ഈ കഥക്കകത്ത് ചേർത്ത്. പുരാണത്തിൽ തലയ്ക്ക് ചവിട്ടും പാതാളത്തിലേക്കൊന്നും ഇല്ല, മലയാളി ഉണ്ടാക്കിയ അഡീഷണലാണ്. അപ്പോൾ ഇത് ശ്രദ്ധേയമായൊരു കഥയാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ശുക്രാചാര്യൻ ഇറങ്ങി വന്നു, മഹാബലിയെ സൂക്ഷിക്കണം, ഇവൻ ചെറിയവനാണെങ്കിൽ ഇവനെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. അപ്പോൾ മാനേജ്മെൻറ്റ് സയൻസിലെ ആദ്യത്തെ പ്രിൻസിപ്പളാണ് പഠിപ്പിക്കുന്നത്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ആൻ എനിമി. ശത്രുവിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ അവൻ തോറ്റിരിക്കും. പരീക്ഷയോ ഞാനെല്ലാം പഠിച്ചെന്നൊരു കുട്ടി അഹങ്കരിച്ചാണ്ടല്ലോ, അവൻ ആ പരീക്ഷയ്ക്ക് A+ കിട്ടാൻ പോതില്ല. അവൻ അഹങ്കരിച്ചിരിക്കുകയാണ്. അവൻ പഠിച്ചെന്നുള്ളതിനെ അഹങ്കരിച്ച് അവന് A+ കിട്ടുകയില്ല. എനി എക്സാമിനേഷൻ, എനി പ്രോബ്ലം, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എനിമി. ഇലക്ഷൻ വരുവാണ്, എതിർ സ്ഥാനാർത്ഥി അവൻ ആരോ വോട്ട് ചെയ്യും, ഞാനോ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഇലക്ഷൻ എന്നുണ്ടല്ലോ, മറ്റവൻ ജയിച്ചിരിക്കും, പൊട്ടിയിരിക്കും. അപ്പം മാനേജ്മെൻറ്റ് സയൻസിൽ ബേസ് പഠിപ്പിക്കുകയാണ്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ആൻ എനിമി. മഹാബലി കോറ്റി അമളി പറ്റരുത്, പഠിച്ചു തരികയാണ്. പിന്നെ കഥയ്ക്കൊരു ലോജിക്കുണ്ടോ? ഒരു ലോജിക്കും ഇല്ല. പരന്ന കാലുകൊണ്ട് ഉരുണ്ട ഭൂമി അളക്കാൻ പറ്റുമോ? ഭൂമി ഗോളമല്ലേ, പരന്ന കാല് വെച്ചാൽ അതിൻ്റെ ഒരു സൈഡിൽ കൊണ്ടാൽ മറ്റേ സൈഡിൽ അളക്കാൻ പറ്റുമോ? പറ്റിയില്ല. ആകാശം അളക്കാൻ പറ്റുമോ? ആകാശം ശൂന്യാകാശമല്ല, അവിടെ ചവിട്ടാൻ വേണ്ടി ഇരിപ്പുണ്ടാകും. 360 ഡിഗ്രി എടുക്കുന്ന ആകാശത്തെ കാലുകൊണ്ട് ഇങ്ങനെ ഒട്ടി അളക്കാൻ പറ്റുമോ? അപ്പോൾ കഥ കംപ്ലീറ്റ്ലി അൺസയൻറ്റിഫിക്കാണ്. അൺസയൻറ്റിഫിക് കഥ എന്തിനാണ് പറയുന്നത്? നമ്മളെ പാഠം പഠിപ്പിക്കാനാണ്. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ആൻ എനിമി. മേക്ക് ഓൾ പ്രിക്കോഷൻസ് ബിഫോർ എനിബഡി ക്യാൻ ചീറ്റ് യു. ഒരു ഫയലിൽ എന്ത് കുഴപ്പമാണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് മുൻകൂട്ടി കണ്ടോണം. മാനേജ്മെൻറ്റ് സയൻസ് ഒരു നിയമമുണ്ട്, മോഴ്സ് ലോ. ഇഫ് എനിത്തിങ് ആൻഡ് ഗോ റോങ് ഇറ്റ് വിൽ. അപ്പോൾ എവിടെയെങ്കിലും അപകടം പറ്റാൻ സാധ്യത ഉണ്ടോയെന്ന് അറിയാതെ ഭരണാധികാരി ഭരിച്ചാൽ അവൻ അപകടത്തിൽ ചാടും. പഠിപ്പിക്കുകയാണ്. ഈ കഥയിൽ നിന്നാണ് മലയാളത്തിലൊരു പഴമൊഴി വന്നത്, ആളിൽ കുറിയവരെ വിശ്വസിക്കരുത്. വാമനൻ്റെ കൂട്ട് നീളം കുറഞ്ഞവനുണ്ടല്ലോ, സൂക്ഷിച്ചോണം, അവൻ ചതിച്ചളയും. എന്നാൽ മലയാളത്തിനേക്കാൾ നല്ല പഴമൊഴി തമിഴിലാണ്. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. കള്ളം വല്ലപ്പോഴും പറ്റിയും കുള്ളനെ എപ്പോഴും പറ്റിച്ചളയും തമിഴന്മാർ പറയുന്നതാണ്. ഈ കഥയെല്ലാം വരുന്ന മഹാബലിയുടെ വാമനൻ്റെ കഥയാണ്. നീളം കുറഞ്ഞവരെ വിശ്വസിച്ച് കളയുന്നൊരു പഴമൊഴി വന്നിരിക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്ന് വരുന്ന ഒരു പഴമൊഴിയാണ്. ഇനി മഹാബലി കേരളം വല്ലതും ഭരിച്ചിട്ടുണ്ടോ? മഹാബലി കേരളം കണ്ടിട്ട് പോലുമില്ല. മഹാബലി വെച്ച് നർമാതീര തീരത്താണ്. ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഒരു 600 അടി പൊക്കമുള്ള ഒരു വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യൂവിൻ്റെ രൂപത്തിലൊരു കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ വടക്കോട്ട് പോകുമ്പോഴാണ് മഹാബലിയുടെ യാഗത്ര. ഞാൻ പോയ യാഗത്ര കണ്ടിട്ടുണ്ട്. അവിടെയാണ് മഹാബലി യാഗം നടത്തിയ സ്ഥലം. മഹാരാഷ്ട്രയിൽ നമ്പൂരിമാർ കേരളത്തിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന കഥയാണ് ഈ കഥ. മഹാബലിയുടെയും വാമനൻ്റെയും കഥ. ഇനി ഈ കഥ കേൾക്കുമ്പോൾ ഇവരിന്ന് ശത്രുക്കളായെന്ന് തോന്നിക്കഴിയോ? ശത്രുക്കളായോ? ഇല്ല. 2 തലമുറ കഴിഞ്ഞപ്പോൾ മഹാബലിയുടെ മകൻ വാമനൻ, വാമനൻ്റെ മകൾ ഉഷ. 2 ജന്മം കഴിഞ്ഞപ്പോൾ വാമനൻ ശ്രീകൃഷ്ണനായി. ശ്രീകൃഷ്ണ മോൻ്റെ മോൻ അനിരുദ്ധൻ ഉഷയെ പ്രേമിച്ചു. അവസാനം ഉഷയും അനിരുദ്ധനും കല്യാണം കഴിച്ചു. 2 തലമുറ കഴിഞ്ഞപ്പോൾ വാമനനും മഹാബലിയും സുഹൃത്തുക്കളായി, ബന്ധുക്കളായി മാറി. ശ്രീമദ് ഭാഗവതത്തിൽ രുക്മിണി സ്വയംവരത്തിൻ്റെ കഥ പറയും.
രുക്മിണിയെ സ്വയംവരം ചെയ്യുന്നപ്പം രുക്മിണിയുടെ ആങ്ങള രുക്മിണി കയറി വെള്ളം ഉണ്ടാക്കി അവനെ അടിച്ച് താഴെയിട്ട് കെട്ടിയിട്ട് ശ്രീകൃഷ്ണൻ രുക്മിണിയെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു. അപ്പോൾ കൊടുങ്ങല്ലൂരിനടുത്തൊരു സപ്താഹത്തിന് ഞാൻ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ എൻ്റെ പ്രസംഗം തൊട്ട് മുമ്പ് യജ്ഞാചാര്യം പറഞ്ഞ കഥ ഈ രുക്മിണി സ്വയംവരമായിരുന്നു. അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കുട്ടി എഴുന്നേറ്റ്, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്, അല്ല യജ്ഞാചാര്യം ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി, എനിക്കൊരു പെണ്ണിനെ പ്രേമമുണ്ട്, അവളുടെ ആങ്ങളെ അടിച്ച് താഴെയിട്ട് അവളെ ഞാൻ കൊണ്ടുവരാം, അല്ലയോ യജ്ഞാചാര്യ? കോളേജിൽ പഠിക്കുന്ന പയ്യൻ്റെ തല പോയിട്ട് അതിൽ കണ്ടു രുക്മിണി സ്വയംവരം കഥ കേട്ടപ്പോൾ കാമുകിയുടെ ആങ്ങളെ അടിച്ചിട്ട് കൊണ്ടുവരാം എന്ന് മനസ്സിലായി. ഇങ്ങനെ മനസ്സിലായ ഭാഗവതം മനസ്സിലാവോ? ഇല്ല. രുക്മിയെ താഴെയിട്ട ശേഷം രുക്മിണിയെ കല്യാണം കഴിച്ചു. പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആ രുക്മിയെ രാജാവാക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു, രുക്മിയെ രാജാവാക്കി. ഈ രുക്മിണിയിൽ ഭഗവാൻ കൃഷ്ണനും ഒരു മകൻ ജനിച്ചു. ആ മകനെ കൊണ്ട് ആരെ കെട്ടിച്ചു? ആ ആങ്ങളെ രുക്മിയുടെ മോളെ കൊണ്ട് രുക്മിണി പ്രസവിച്ച മോനെ കല്യാണം കഴിപ്പിച്ചു. നായന്മാർ അമ്മാവൻ്റെ മോളെ കിട്ടുന്ന പരിപാടിയില്ലേ, ഫസ്റ്റ് കസിൻ മാരേജ്, തുടങ്ങുന്ന അവിടെ നിന്നാണ്, പുരാണത്തിൽ നിന്നാണ്. രുക്മിയുടെ മോളെ കൊണ്ട് രുക്മിണിക്ക് ശ്രീകൃഷ്ണനുണ്ടായ മകനെ കല്യാണം കഴിപ്പിച്ചു, ഫസ്റ്റ് കസിൻ. അപ്പോൾ രുക്മിണി ശ്രീകൃഷ്ണൻ എന്നും വഴക്കായോ? ഇല്ല, അവരിതും യോജിപ്പായിരുന്നു. ഇനി മഹാബലിയുടെ കൊച്ചുമോൻ ആരാണ്? രാവണൻ. ആ രാവണനും ശ്രീരാമനും തമ്മിൽ അടുത്ത ജന്മത്തിൽ യുദ്ധം ഉണ്ടായി. അപ്പോൾ പുരാണം വായിക്കുമ്പോൾ ഒരു കഥ കൊണ്ട് നിന്ന് കളയരുത്. യു ഷുഡ് നോ ദ സീക്വൻസ്. അപ്പോൾ മഹാബലി ചക്രവർത്തി നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും കഴിവിൽ അഹങ്കരിക്കരുത്. താഴ്മയും വിനയവും കൊണ്ട് മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ആൻ എനിമി. എനിമി ഏത് സമയത്ത് അപകടകാരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എനിമിയെ നേരിടാൻ. പെർമനൻ്റ് എനിമിറ്റി പാടില്ല ലോകത്തിൽ വിജയിക്കണമെങ്കിൽ. ഇങ്ങനെ അനേകം പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് വാമനാവതാരം. വാമനാവതാരം കഴിഞ്ഞ അടുത്ത അവതാരം പരശുരാമ അവതാരമാണ്. മഴുവും ചുഴറ്റി ഒരാളിങ്ങനെ നടക്കുകയാണ് പരശുരാമൻ. എന്തിനേയും വെട്ടും, അമ്മയും വെട്ടിയും കൊന്നയാളെ പരശുരാമൻ. അപ്പം പറഞ്ഞിട്ടാന്നൊരു ന്യായമുണ്ട്. പക്ഷേ ഈ പരശുരാമനാണ് കേരളത്തിൽ വന്ന് 108 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. പരശുരാമൻ ക്ഷേത്രങ്ങൾ 108 എണ്ണം. ഈ മഴുധാരിയായ പരശുരാമൻ. ഇനി പരശുരാമനെ പറ്റി ഒരു പുരാണത്തിലും പറയാത്തൊരു കഥ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പുരാണത്തിൽ പറയാത്ത കഥ ഭയങ്കര മിടുക്കന്മാരാണ്, മഹാബലിയെ കേരളത്തിൽ കൊണ്ടുവരുന്ന പോലെ. ഈ പരശുരാമൻ ഗോകർണത്ത് നിന്ന് മഴു എടുത്തൊരു ഏറ് വെച്ച് കൊടുത്തു. മഴു പോയി കന്യാകുമാരി വീണപ്പോൾ കടലങ്ങോട്ട് മാറി കേരളം ഇഞ്ഞ് പൊങ്ങി വന്നതാണ്. ഒരു പുരാണത്തിലില്ലാത്തൊരു കഥയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് നമ്പൂതിരിമാർ കേരളത്തിൽ വന്നപ്പം കേരളത്തിലൊരു ഫിനോമിനൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കടലിൽ പുറകോട്ട് മാറുന്നൊരു ഫിനോമിനൻ. അന്നത്തെ കടൽ തുറയെന്ന് പറഞ്ഞ തുറമുഖം, തൃപ്പൂണിത്തുറയായിരുന്നു തുറമുഖം. കടലൊരു 30 കിലോമീറ്റർ പുറകോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ അവിടെ വന്ന് നിൽക്കുന്നു അറബിക്കടൽ. അതിൻ്റെ തൊട്ടടുത്താണ് മുളന്തുരുത്തി, പരിമളത്തിന് വേണ്ടി ജനിച്ച സ്ഥലം. മുളച്ചു വരുന്ന തുരുത്ത്, പുതിയ തുറമുഖം പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കടലങ്ങ് പുറകോട്ട് മാറി, മുളന്തുരുത്തി കരയായി. വൈക്കം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പുതിയ ഭൂമി, ന്യൂ ലാൻഡ്. കടലിൽ പുറകോട്ട് മാറി പൊങ്ങി വന്ന ഭൂമിയാണ് വൈക്കം. അവിടെ നമ്മൾ ക്ഷേത്രം ഉണ്ടാക്കി. കടുത്തുരുത്തി, കടൽ തുരുത്ത്, കടൽ തീരത്തുള്ള തുറമുഖമാണ്. കടലങ്ങ് പുറകോട്ട് മാറി, കടുത്തുരുത്തി കരയായി മാറി. ഏറ്റുമാനൂർ, മണ്ണ് ഏറി വന്ന് നിരപ്പായ സ്ഥലം. കടൽ പിന്മാറിയപ്പോൾ കര മണ്ണ് നിരപ്പായി പൊങ്ങുന്ന സ്ഥലമായി. കോട്ടയത്തിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ പോകുമ്പോൾ കോടിമത പാലം, അവിടെ തിരമാലകൾ കോടി മതിക്കുന്ന സ്ഥലമായിരുന്നു. കടലങ്ങ് പുറകോട്ട് മാറി, ഇപ്പോൾ കോടിമതക്കരയായി. കുമരകം, കടൽ പുറകോട്ട് മാറി കുമരകി പൊങ്ങുന്ന മണ്ണ്, കുമരകി പൊങ്ങുന്ന സ്ഥലം കുമരകം. നിരണം, നീരണയുന്ന തിരമാല അടിക്കുന്ന സ്ഥലമാണ്. കൊല്ലത്തിൻ്റെ 22 കിലോമീറ്റർ നീളം, ഒരു 6 കിലോമീറ്റർ വീതിയിലാണ് കടൽ പൊങ്ങി വന്നത്. കടൽ മാറി കര പൊങ്ങി വന്നു. കൊല്ലത്തുകാരനെ വിളിച്ചു നീണ്ട കര പൊങ്ങി വന്ന. ഈ ഫിനോമിനൻ കണ്ട നമ്പൂതിരിമാർ വളരെ രസകരമായി കഥ പുരാണത്തിൽ കൊണ്ട് ഇല്ലാത്തൊരു കഥയുണ്ടാക്കി. അതാണ് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കി. ആ കഥ അവിടെ നിൽക്കട്ടെ, നമ്മളെന്തോ പഠിക്കേണ്ടത്? നമ്മുടെ കയ്യിൽ ഈ കിട്ടുന്നൊരായുധം ഗുണത്തിന് ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം. ആ മഴ ഉപയോഗിച്ച് ഏത് മൃഗത്തെ കൊല്ലാം, മരം വെട്ടി താഴെ ഇടാം. പക്ഷെ അതേ മഴ ഉപയോഗിച്ച് കേരളം പോലെ സുന്ദരമായ ഭൂമി പരശുരാമൻ ഉണ്ടാക്കിയെന്ന കഥ. ഒരാടെ ഒരു പിച്ചാത്തി കിട്ടി. ആ പിച്ചാത്തി വെച്ച് വെജിറ്റബിൾസ് അറിഞ്ഞാൽ നല്ല കറി ഉണ്ടാക്കാം. അതേ പിച്ചാത്തി ഒരുത്തൻ്റെ വയറിനകത്തോട്ട് കുത്തിയും കയറ്റിയാൽ അവനെ കൊല്ലാനും ആ പിച്ചാത്തി ഉപയോഗിക്കാം. ഒരാടൊരു പേന കിട്ടി, പേന വെച്ച് പരീക്ഷ എഴുതാം. ഞാൻ 175 പരീക്ഷ പാസ്സായി, 8 ഡിഗ്രികൾ പാസ്സായി. പേന വെച്ച് പരീക്ഷ എഴുതാണ്.
അതേ പേന ഉപയോഗിച്ച് അയൽവക്കത്തവൻ്റെ ഭാര്യയെ പറ്റിയും മോളെ പറ്റിയൊക്കെ ഉള്ള വൃത്തികേടെല്ലാം കൂടെ എഴുതി അയച്ചാൽ ചിലപ്പോൾ ആത്മഹത്യ നടക്കും, ചിലപ്പോൾ കഴിവുള്ള ആങ്ങളമാരുണ്ടെങ്കിൽ വന്ന താലക്കടിച്ചവൻ്റെ ഇടപാട് തീർത്തിട്ട് പോകും. സെയിം പേന ഗുണത്തിന് ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം. പരശുരാമൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, മഴു എന്ന് പറയുന്നൊരായുധം ദുഷ്ടത്തിന് ഉപയോഗിക്കാം, പക്ഷെ അതുകൊണ്ട് പ്രയോജനപ്പെട്ട് ഉപയോഗിക്കാം. ഇനി ഈ മഴുവും കൊണ്ട് നടക്കുന്ന പരശുരാമൻ, അദ്ദേഹം ഒരു വലിയ കോളേജ് ഉണ്ടാക്കി. പരശുരാമൻ്റെ ഗുരുകുലം ആരൊക്കെയാണ് പഠിച്ചത്? ഭീഷ്മാചാര്യർ അവിടുത്തെ പരശുരാമൻ ശിഷ്യനായിരുന്നു. ദ്രോണാചാര്യർ അവിടുത്തെ ശിഷ്യനായിരുന്നു. കർണൻ പരശുരാമൻ ശിഷ്യനായിരുന്നു. മഹാഭാരതത്തിലെ വലിയ ഗജവീരന്മാരുടെ പേര് നോക്കിയാൽ അവരെല്ലാം പരശുരാമൻ്റെ ഗുരുകുലത്തിൽ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ ഒരേ മനുഷ്യൻ മഴുകൊണ്ട് നടക്കുന്നൊരു മനുഷ്യൻ, അതേ മനുഷ്യൻ വലിയ കോളേജ് സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ പാഠം. ഡുവാലിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്. ഒരാൾക്ക് നന്മ ചെയ്യുന്നവനും ആവാം, അതേ കഴിവ് ഉപയോഗിച്ച് തിന്മ ചെയ്യുന്നവനും ആവാം. ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് പരശുരാമ അവതാരം. ഈ മഴുവും കൊണ്ട് നടന്ന ഹണ്ടർ ഗാദർ വിദ്യാലയ സ്ഥാപനം നടത്തി. കേരളത്തിലെ 108 ക്ഷേത്രങ്ങൾ പണിഞ്ഞു. പരശുരാമൻ ക്ഷേത്രങ്ങൾ, ഓൾഡസ്റ്റ് ടെമ്പിൾസ് ഇൻ കേരള 108 സ്ഥാപിച്ചത് പരശുരാമനാണെന്ന് നമ്മുടെ ഐതിഹ്യം. ഇത് വളരെ സുന്ദരമായി മനസ്സിലാക്കേണ്ട പാഠം. ഇനി പരശുരാമാവതാരം കഴിഞ്ഞാൽ രാമോ രാമച്ചരാമ 3 രാമന്മാരാണ്. അടുത്ത് വരുന്നത് ശ്രീരാമനാണ്. രാമായണത്തിലും 8 പുരാണങ്ങളിലും കഥ പറയുന്ന ആളാണ് ശ്രീരാമൻ. ശ്രീരാമൻ ദശരഥൻ്റെ മകനായി ജനിക്കുകയാണ്. ദശരഥൻ UP, വെസ്റ്റേൺ UP, ഹരിയാന, ഡൽഹി, പഞ്ചാബൊക്കെ ഭരിച്ചിരുന്ന സൂര്യവംശത്തിലെ രാജാവായിരുന്നു. അദ്ദേഹം എന്തെന്നറിയാമോ? ഈസ്റ്റേൺ UPയിൽ വന്ന ശേഷം ബീഹാറിൻ്റെ പഞ്ചാബ് കോസൽ രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ മോളെ കല്യാണം കഴിച്ചു. കോസൽ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ. അങ്ങനെ അയാൾ ദത്ത് കയറി. ഇപ്പോൾ നമ്മൾ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന പറയും AVT എന്ന് പറയും. എന്നെ കണ്ടവിടെ ആളുകൾ ചോദിക്കാം, സാർ AVT അല്ലേ എന്ന് ചോദിക്കാം. അച്ചി വീട്ടിൽ താമസം. ഞാൻ പറഞ്ഞു, ചേട്ടാ AVUT എന്ന് വിളിക്കട്ടെ, അച്ചി വീട്ടിൽ ഉണ്ട് താമസം ഒന്നാക്കിക്കോ നീ. എന്നോട് ചോദിക്കുന്നവൻ അച്ചി വീട്ടിലാണ് താമസിക്കും തിരുവനന്തപുരത്ത്, അത് വേറെ കാര്യം. അപ്പോൾ AVT. അപ്പോൾ ഈ ദശരഥൻ AVT ആണ്. കൗസല്യയുടെ അവിടെ വന്ന് താമസിക്കുകയാണ്. ഒരു മോള് ജനിച്ചു. ആ മോളാണ് എൽഡസ്റ്റ് മോള്. അവൾക്ക് 6 വയസ്സായപ്പം ലോമപാതൻ വന്നു. അദ്ദേഹത്തിന് മക്കളില്ല. ലോമപാതൻ ദശരഥൻ പറഞ്ഞു, എനിക്ക് മക്കളില്ല, എവിടെ നിന്നൊരു കുട്ടിയെ ദത്ത് കിട്ടിയാൽ കൊള്ളാം. ദശരഥൻ എൻ്റെ മോളെ കൊണ്ടുപോക്കണം പറഞ്ഞു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ മൂത്ത സഹോദരിയെ ലോമപാതന് കൊടുത്തു. പിന്നെ മക്കളുണ്ടാവുന്നില്ല. അപ്പോൾ ത്രിവേണി സംഗമത്തിൽ രാജാവിനെ ദശരഥ യുദ്ധത്തിൽ തോപ്പിച്ചിട്ട് അദ്ദേഹത്തെ വാമദേവനെ കൊണ്ടുവന്നിട്ട് അയോധ്യയിലെ മന്ത്രിയാക്കി. വാമദേവന് സുന്ദരി ഒരു മോളുണ്ടായിരുന്നു, സുമിത്ര. കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാൾക്കൊരു ആകർഷണം. മോളെ കെട്ടിച്ചേരുമെന്ന് വെച്ചു. മന്ത്രി കെട്ടിച്ചു കൊടുത്തു സുമിത്രയിലും മക്കളുണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ ഇയാൾ അടുത്ത ഭാര്യയെ കെട്ടാൻ ആലോചിച്ചിട്ട് ഉജ്ജയിനിയിലെ ഭരണാധികാരിയുടെ മകൾ കേകയ രാജ്യത്തിലെ കൈകേയിയെ കല്യാണം കഴിച്ചു. അപ്പോൾ സുമിത്രയോടും പറഞ്ഞു, എനിക്ക് കുട്ടിയുണ്ടായി ഞാൻ അവന് രാജാക്കാമെന്ന് പറഞ്ഞു. കൈകേയിയോടും പറഞ്ഞു, മോനുണ്ടായ രാജാവാക്കാമെന്ന്. 3 ഭാര്യയെ നിർത്തണ്ടേ? ദശരഥനത് കൂടാതെ 50 ഭാര്യമാർ. 53 ഭാര്യയുണ്ട് ഈ ദശരഥന്. 3 പട്ടാമഹർഷിയാണ്, കൗസല്യെ, കൈകേയി, സുമിത്ര. ബാക്കി 50 വെപ്പാട്ടി എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് വിളിക്കാം. ആരുടെ ചിലവിലാ? കൗസല്യയുടെ ചിലവില്. ഭാര്യ വീട്ടിൽ താമസിച്ചിട്ടാണ് ഈ കല്യാണങ്ങളൊക്കെ. കുട്ടിയുണ്ടായില്ല. 39 വയസ്സായപ്പം ഈ ലോമപാതൻ്റെ അവിടെ മഴ പെയ്യുന്നില്ല, അംഗരാജ്യത്ത് മഴ പെയ്യുന്നില്ല. സ്ത്രീ ആരാണെന്ന് അറിയാത്ത ഒരുത്തനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഋഷ്യസിംഗ് മുനിയെ കൊണ്ടുവന്ന് യാഗം നടത്തി മഴ അങ്ങ് പോയി. 40 ദിവസം കഴിഞ്ഞപ്പോൾ മഴ പെയ്തപ്പം ഈ ഋഷ്യസിംഗിന് എന്തെങ്കിലും പ്രതിഫലം കൊടുക്കണ്ടേ? മൂത്ത മോൾ ശാന്ത എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാൻ മൂത്ത സഹോദരിയാണ്. ഇവളെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. തലയെ കൊമ്പുള്ള സ്ത്രീ എന്തെന്നറിയാത്ത ഇവന് നമ്മുടെ മോളാണെ കൊടുക്കുമോ? നമ്മുടെ ഭാര്യ പ്രസവിച്ച മോളെ കൊടുക്കുമോ? ഇല്ല. ഈ വല്ലവൻ്റെ മോളല്ലേ, ഒറ്റ കൊടുക്കും. അത് കഴിഞ്ഞപ്പം ഈ മഴ പെയ്ത് സന്യാസിയെ കൊണ്ടുവന്ന് യാഗം നടത്തിയാൽ കുട്ടികളുണ്ടാവുമെന്ന് പറഞ്ഞ ഋഷ്യശൃംഗ മുനിയെ ദശരഥൻ കൊണ്ടുവരികയാണ്. സ്വന്തം മോടെ ഭർത്താവാണ്, മരുമോനാണ്. യാഗം നടത്തി.
യാഗം നടത്തി പായസം ഉണ്ടാക്കി കൗസല്യയ്ക്കും കൈകേയിക്കും എല്ലാം കൊടുത്ത് അതിൽ നിന്നാണ് ശ്രീരാമൻ ഉൾപ്പെടെയുള്ള 4 ആമക്കളുണ്ടായത്. ദശരഥൻ നന്ദി, കാരണം ഇങ്ങനെ പായസം കൊണ്ട് പരിപാടി ഉണ്ടാക്കിയ കാരണം നമ്മൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് പായസം കിട്ടും, മിക്ക ക്ഷേത്രത്തിൽ പോലും പായസം കിട്ടും. ക്ഷേത്രത്തിൽ നിന്ന് പായസം കിട്ടാനുള്ള പരിപാടി ഒപ്പിച്ച് ദശരഥനാണ് ഈ പുത്രകാമേഷ്ടിയിൽ നടത്തിയ പായസ സദ്യ എന്നാണ്. നല്ല കാര്യമാണ്, പായസം കിട്ടുന്ന പരിപാടി ഉണ്ടാക്കുന്ന നല്ല കാര്യം. അങ്ങനെ കുട്ടിയുണ്ടായി. 15 വയസ്സ് കഴിഞ്ഞു ശ്രീരാമൻ, 16 വയസ്സാകുമ്പോഴാണ്. അപ്പോൾ വിശ്വാമിത്ര മഹർഷി വന്നു. ഞങ്ങളുടെ യാഗം തടയുന്നവരെ തടയാൻ വേണ്ടി അങ്ങയുടെ 2 ആമക്കൾ ശ്രീരാമനെയും ലക്ഷ്മണനെയും എൻ്റെ കൂടെ വിടണം. ദശരഥൻ ആദ്യം പേടിച്ചു പോയി, അവസാനം സമ്മതിച്ചു, 2 പേരെ അയച്ചു. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും കൂടി വിശ്വാമിത്രരോടൊപ്പം കാട്ടിൽ വന്നു. ആ കാട്ടിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് മഹാബലിയുടെയും വാമനൻ്റെയും കഥയൊക്കെ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. വളരെ ശ്രദ്ധേയമായ കഥ, നമ്മൾ ഓണത്തിൻ്റെ കഥയിൽ പറയുന്ന കഥ അന്ന് വരുന്ന കഥയാണ്. പക്ഷെ കാട്ടിലെങ്ങനെ ജീവിക്കണം, അത് ശ്രീരാമചന്ദ്ര ഭഗവാൻ പഠിച്ചത് ഈ 2 വർഷം കാട്ടിൽ ജീവിച്ച സമയത്താണ്. അപ്പോൾ വിശ്വാമിത്രനും മറ്റേ ദൗമ്യ മഹർഷിയും വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ശ്രീരാമ, നേരം വെളുക്കാതെ പുറത്തിറങ്ങരുത്. നീ വെളുപ്പം കാലത്തെങ്ങാണ്ട് ഇറങ്ങിയാണ്ടല്ലോ, മൃഗങ്ങൾ വന്നിങ്ങനെ ആശ്രമത്തിനടുത്ത് നിൽക്കും, ആക്രമിച്ച് കളയും, മുടങ്ങരുത്. നേരം വെളുത്ത് മൃഗങ്ങൾ ഇറങ്ങി വെള്ളമെല്ലാം കുടിച്ചിട്ട് പോയിട്ടേ നീ പുറത്തിറങ്ങാവും. ഇല്ലെങ്കിൽ ഇതിന് അപ്പന് പറ്റിയ അബദ്ധമുണ്ടല്ലോ, ആന വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് അയച്ചിട്ട് ശബ്ദശാസ്ത്രം അയച്ചിട്ട് മുനികുമാരൻ ചത്തില്ലേ, നിനക്ക് കിട്ടിയ അപ്പന് കിട്ടിയ ശാപം അതുണ്ടാവും. അതുകൊണ്ട് നേരം വെളുത്ത് മൃഗങ്ങളെല്ലാം വെള്ളം കുടിച്ച് വനത്തിൽ പോയിട്ടേ ഇറങ്ങാവും. നീ കാണുന്ന പഴമെല്ലാം പുറത്ത് തിന്നു കളയരുത്. ചില പഴങ്ങൾ കണ്ടാൽ നല്ല സൗന്ദര്യമാണ്, തിന്നാൽ വിഷമാണ്. തുണ്ടിപ്പഴം കാണിച്ചു കൊടുക്കുകയാണ്. തുണ്ടിപ്പഴം കണ്ടാൽ നല്ല സൗന്ദര്യം, പക്ഷെ അതിനകത്ത് വിഷമാണ്, കഴിക്കരുത്. കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളത്തിൽ തുണ്ടിപ്പഴത്തെ ഉപമിച്ചത് സ്ത്രീകളുടെ ചുണ്ടിനോടാണ്. കണ്ടാ വലിയ സൗന്ദര്യം, സ്ത്രീകളുടെ ചുണ്ടിന് സൗന്ദര്യം കൊണ്ടുകൊണ്ട് പോയാൽ അവസാനം അനുഭവിച്ചു പോകും. സ്ത്രീകളെ എന്നോട് വഴക്കുണ്ടാക്കല്ലേ, കാളിദാസൻ പറഞ്ഞാണ് സ്ത്രീകളുടെ ചുണ്ട് തുണ്ടിപ്പഴമാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കാട്ടു ജീവിക്കാൻ പഠിച്ചു ശ്രീരാമൻ. അതുകൊണ്ട് എന്ത് പറ്റി, 2 കൊല്ലം കഴിഞ്ഞ് 14 കൊല്ലം വനവാസത്തിന് പോയപ്പോൾ ശ്രീരാമനെ വനത്തിൽ ജീവിക്കാൻ പഠിച്ചു ഈ 2 കൊല്ലം കൊണ്ട്. അപ്പോൾ ഈ ശ്രീരാമൻ വനത്തിൽ പോയി വിശ്വാമിത്രൻ്റെ കൂടെ പോയ പ്രായം ഏതാണ്? +2 പഠിക്കുന്ന പ്രായം. +1 and +2 16-17 വയസ്സുള്ളപ്പോഴാണ് ശ്രീരാമൻ പോകുന്നത്. രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രായം +2 പഠിക്കുന്ന പ്രായം. +1 +2 ഒരു കുട്ടിയുടെ പഠനത്തിൽ അച്ഛനമ്മയെ ശ്രദ്ധിച്ചാൽ ആ കുട്ടി വലിയ പരീക്ഷകളൊക്കെ പാസ്സാവും. ആ സമയത്ത് അവൻ എന്തെങ്കിലും പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചേട്ടാന്ന് ചിന്തിച്ച് പോയെങ്കിൽ കുട്ടി പോക്കാണ്. +2 പഠിക്കുന്ന പ്രായത്തിൽ അവൻ കള്ളുകൂടിയും കഞ്ചാവടിയും ഒന്നും പറ്റാതെ കുട്ടിയെ അഭ്യസിപ്പിക്കണം. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് യുവരാജാവ് വാഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ മന്ത്രയെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കി ശ്രീരാമനെ കാട്ടിലയക്കണമെന്ന് പറഞ്ഞു. ശ്രീരാമനെ കാട്ടിലയക്കാൻ കൈകേയിക്കോ ദശരഥനോ എന്തെങ്കിലും അവകാശമുണ്ടോ? ഇല്ല. ദശരഥൻ ഹരിയാനയും പഞ്ചാബും ഭരിച്ചിരുന്ന രാജാവാണ്. ഇവിടെ ദത്ത് കയറിയതാണ്. ദത്ത് കയറിയ അയോധ്യയിലെ കൗസല്യക്ക് ജനിക്കുന്ന മക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ. കൈകേയിയുടെ മക്കൾക്ക് ഉണ്ടെങ്കിൽ യാതൊരു അവകാശമില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അയോധ്യ ദശരഥൻ്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടി അല്ല അയാൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ. കൈകേയി പ്രശ്നം വെച്ചു, 14 വർഷം വനത്തിൽ പോകണം. എന്താ കാര്യം? സക്സഷൻ ആക്ട് അനുസരിച്ച് 12 കൊല്ലം രാജാധികാരമില്ലാതായാൽ ആ ആൾക്കോ അയാളുടെ സന്തതിക്കോ ആ രാജ്യത്തിൻ്റെ രാജാധിപത്യത്തിൽ ഒരു പങ്കുമില്ല. അന്നുണ്ടായിരുന്ന നിയമം. അപ്പോൾ 12 കൊല്ലത്തിൽ കൂടുതൽ ശ്രീരാമനെ കാട്ടിവിട്ടാൽ ശ്രീരാമൻ്റെ മക്കളും പിന്നെ അയോധ്യ ഭരിക്കാൻ പറ്റിയല്ല. പക്ഷെ ഭരതനെ വെട്ടി വീണില്ല. ശ്രീരാമൻ്റെ ചെരുപ്പുകൾ കൊണ്ടുവരുന്ന സിംഹാസനത്തിൽ വെച്ചിട്ട് നന്ദിഗ്രാമിൽ പോയി താമസിച്ചു ഭരതൻ. അതുകൊണ്ട് രാജാധിപത്യം തുടർന്നതിനാൽ ശ്രീരാമൻ തിരിച്ചു വരാൻ പറ്റി. 14 വർഷത്തെ വനവാസം. അങ്ങനെ കാട്ടിപ്പോയി 14 വർഷം ഭരിച്ച് യുദ്ധമൊക്കെ ചെയ്ത് സീതാദേവി വീണ്ടെടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ശ്രീരാമൻ 32ാമത്തെ വയസ്സിൽ ഭരിക്കാൻ തുടങ്ങാണ്. അപ്പോൾ ശ്രീരാമൻ ആദ്യം ചെയ്തത് എന്താണ്? ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. മന്ത്രി എന്നുള്ളതിന് രാമായണത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് അമാത്യൻ. 8 പേര് സിവിലിയൻ മന്ത്രിമാരായിരുന്നു. അനിയനായ ഭരതൻ പ്രധാനമന്ത്രിയായി, ലക്ഷ്മണൻ പ്രതിരോധ മന്ത്രിയായി, ശത്രുഘ്നൻ ധനകാര്യമന്ത്രിയായി, സുമന്ത്രർ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മാറ്ററിന് സഹായിയായി. അങ്ങനെ 8 സിവിലിയൻ മന്ത്രിമാരും വസിഷ്ഠനും വേറൊരു സന്യാസിയും പ്രീസ്ലി മിനിസ്റ്റേഴ്സ് 10 മിനിസ്റ്റേഴ്സാണ്.
ആദ്യത്തെ മന്ത്രിസഭയോഗം തുടങ്ങുകയാണ്. ശ്രീരാമൻ പറഞ്ഞു, അല്ലയോ മന്ത്രിമാരെ, എനിക്ക് അച്ഛൻ രാജ്യം ഭരിച്ച് എനിക്ക് പരിചയമില്ല. ഞാൻ 15 വയസ്സ് കഴിഞ്ഞപ്പം 2 കൊല്ലം വിശ്വാമിത്രനുണ്ട് വനത്തിപ്പോയി. പിന്നെ തിരിച്ചു വന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും 14 കൊല്ലം വനത്തിപ്പോയി. അച്ഛൻ്റെ കൂടെ ഒന്ന് രാജ്യഭരണം പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മന്ത്രിസഭായോഗം കൂടുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ നിങ്ങളെന്നോട് പറയണം. രാജാവേ, ഈ പറയുന്നത് തെറ്റാണ്. ഞാനൊരു അബദ്ധം ചെയ്യാൻ പോയാൽ, ഞാൻ അബദ്ധം ചെയ്ത ഒരുപാട് പ്രജകൾ ചിലപ്പോൾ മരിച്ചു പോകും. നിങ്ങൾ പറയണം, രാജാവേ ഈ അബദ്ധം കാണിക്കരുത്, പ്രജകൾ പലരും മരിക്കും, പരിക്ക് പറ്റും, പറഞ്ഞു തരണം. അതിനാണ് നിങ്ങളെ ഞാൻ മന്ത്രിമാരാക്കിയത്. തെറ്റ് ചൂണ്ടിക്കാണിക്കാം. ഇപ്പോഴെങ്ങാനും നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലോ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലോ ഇടുന്ന മന്ത്രിയെ നിങ്ങൾ തിരുത്താന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അവൻ്റെ മന്ത്രിസ്ഥാനം ബാക്കി ഉണ്ടാവില്ല. ശ്രീരാമൻ മന്ത്രിയോട് പറയുകയാണ്, എൻ്റെ തെറ്റുകൾ നിങ്ങൾ തിരുത്തരണം. ശ്രീരാമേന്ദ്രൻ രാമരാജ്യം ഉണ്ടാക്കി. എന്താണ് ഈ രാമരാജ്യം? രാമായണം വായിക്കണം, ശ്രീമദ് ഭാഗവതം വായിക്കണം, രാമരാജ്യം എന്താണെന്ന് മനസ്സിലാവും. മന്ത്രിസഭ കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു, മന്ത്രിമാർ ചോദിച്ചു, എന്താ ചെയ്യേണ്ടി? ഓരോന്ന് കരം കൂട്ടണം. അത് അപ്പുറത്തെ രാജ്യത്തെ കരം വളരെ കൂടുതലാണ്, നമ്മൾ കുറവാണ്. ശ്രീരാമൻ ചോദിച്ചു, ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കട്ടെ. ശ്രീരാമൻ റോഡിലിറങ്ങി ജനങ്ങളോട് ചോദിച്ചു, ഇവിടെ കരം വളരെ കുറവല്ലേ? ജനങ്ങൾ പറഞ്ഞ്, പൊന്നു രാജാവേ, അങ്ങയുടെ അപ്പൻ ദശരഥൻ ദേവാസുര യുദ്ധം നടത്തി രാജ്യം മുഴുവൻ കടം കയറി മുടിഞ്ഞ് ഞങ്ങൾക്ക് കൃഷി ചെയ്തിട്ട് കരമടച്ചിട്ട് ഒന്നും കിട്ടുകയില്ല. ഞങ്ങൾ കൃഷി ചെയ്തതായിട്ട് കുറേ വർഷമായി. ഞങ്ങളുടെ കൃഷിഭൂമിയൊക്കെ പാറയായി കിടക്കുകയാണ്, പാറയായിട്ട്. ശ്രീരാമൻ ആലോചിച്ചു, കരം കൂട്ടണമെന്ന് മന്ത്രിമാർ, കരം കുറക്കണമെന്ന് ജനങ്ങൾ. അതിനിടയിൽ കൂടെ ശ്രീരാമൻ എക്കണോമിക്സിലെ വലിയൊരു തത്വം പഠിപ്പിച്ചു, ഗോൾഡൻ മീൻ ഓഫ് ടാക്സേഷൻ. മാക്സിമം രാജാവിന് എത്ര ടാക്സ് ഈടാക്കാം? ശ്രീരാമൻ പറഞ്ഞു, 20% ഈസ് ടാക്സ്. നിങ്ങൾ കൃഷി ചെയ്ത് 100 പറ നെല്ലുണ്ടായാൽ 20 പറ നെല്ല് രാഷ്ട്രത്തിന് കൊടുക്കണം, 80 പറ നെല്ല് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് 200 പറ നെല്ലുണ്ടാക്കി, നിങ്ങൾ 40 പറ നെല്ല് രാജ്യത്തിന് കൊടുക്കണം, 160 പറ നിങ്ങൾക്ക് എടുക്കാം. 20% ടാക്സ് ആയപ്പോൾ ജനങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അയോധ്യ സമ്പൽ സമൃദ്ധമായി, അയോധ്യ സസ്യശ്യാമളമായി ഉണ്ടായി. ഇതാണ് സംഭവിച്ചത്. ആ കഥ ഇന്ന് നമ്മളൊരു ബലാത്സംഗ കഥയായിട്ടാണ് അറിയപ്പെടുന്നത്. ഗൗതമൻ്റെ ഭാര്യ അഹല്യയെ ദേവേന്ദ്രൻ കന്നുപിടിക്കാൻ നോക്കി, ശപിച്ച് പാറയാക്കി. ത്രേതായുഗത്തിൽ ശ്രീരാമൻ വന്നൊരു ചവിട്ട് കൊടുത്തപ്പം അതിന് അഹല്യ പുറത്തു വന്നു. വ്യംഗ്യാർത്ഥത്തിൽ സംസ്കൃതത്തിൽ പറഞ്ഞ കഥയാണ്. വ്യംഗ്യാർത്ഥം മനസ്സിലാവാത്ത ഏതോ പൊട്ടൻ അതിനെ ബലാത്സംഗ കഥയായിട്ട് മാറ്റിക്കളഞ്ഞു. നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ അഹല്യ പാറയായെന്ന് എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. അഹല്യ ഒരു മേഘരൂപിയായിരുന്നു, പെട്ടെന്ന് ആൾ കാണാമൊക്കെയില്ല. ശ്രീരാമൻ നടന്നിങ്ങോട്ട് കയറിയത് മേഘത്തിൽ തൊട്ടപ്പം അഹല്യയെ കാണപ്പെടാവുന്നതായി. രാമായണത്തിൽ പറയുന്ന കഥ. രണ്ടാമത്തെ കഥ, അഹല്യയെ അവൾ ആഗ്രഹിക്കുന്നത് മാത്രമേ കാണാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷെ ശ്രീരാമൻ വന്ന് കയറിയപ്പോൾ തന്നെ ശ്രീരാമൻ അഹല്യയെ കാണാതായി. ഇത്രയും മാത്രമേ ഉള്ളൂ രാമായണത്തിലെയും പുരാണങ്ങളിലെയും കഥ. അതിനെ നമ്മളങ്ങോട്ട് കഥയുണ്ടാക്കി. അഹല്യ എന്ന് പറഞ്ഞാൽ ഹല്യം ചെയ്യപ്പെടാത്ത ഭൂമി, ഹലോ എന്ന് പറഞ്ഞാൽ കലപ്പ, കലപ്പ കൊണ്ട് ഉഴുതുമറിക്കാത്ത ഭൂമി എന്നാണ് അഹല്യ എന്ന വാക്കിൻ്റെ അർത്ഥം. ഗൗ എന്ന് പറഞ്ഞാൽ ഭൂമി, അതേ വാക്കിൽ നിന്നാണ് പശുവും വരുന്നത്. ഗൗതമൻ ഭൂമിയുടെ ഉടമസ്ഥനായ കർഷകൻ. ഉഴുതുമറിക്കുക, ഹല്യം ചെയ്യാത്തതിനാൽ അഹല്യയായി, ഉഴുതുമറിക്കാത്ത ഭൂമിയായി അവിടെ കിടന്നു. ദേവേന്ദ്രൻ മഴയുടെ ദേവനാണ്. മഴ പെയ്ച്ചു നോക്കി, ഇടി പെയ്ച്ചു നോക്കി, ഒന്നും സംഭവിച്ചില്ല. അതാണ് ദേവേന്ദ്രൻ കടന്നു പിടിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നത്. പക്ഷേ ത്രേതായുഗത്തിൽ ശ്രീരാമൻ വന്ന് തൻ്റെ അഗ്രികൾച്ചർ പോളിസിയിലൂടെ മണ്ണ് ഉഴുതങ്ങോട്ട് മറിച്ചപ്പോൾ സമ്പൽ സമൃദ്ധമായ അയോധ്യ ഉണ്ടായി. 20% ടാക്സ് ആണെന്ന് കണ്ടപ്പോൾ അയോധ്യ സമ്പൽ സമൃദ്ധമായി. ഇതാണ് സംഭവം. അതിനാണ് ബലാത്സംഗ കഥയാക്കി മാറ്റിക്കളഞ്ഞത്. അമ്പലപ്പുഴയിൽ ചിത്രരാമായണം വരച്ചു. 1000 ചിത്രങ്ങളുടെ രാമായണ കഥ വരച്ചു. അവിടെ ശ്രീരാമൻ പാറയെ ചവിട്ടുന്നില്ല. മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ ഒരു സ്ത്രീയെ പാറയെ കിടക്കുമ്പോൾ ചവിട്ടാൻ പാടില്ല. അതുകൊണ്ട് ശ്രീരാമൻ വലത്തേക്കാളൊന്ന് പൊക്കി ഇടത്തെ കൈ കൊണ്ട് തറയെ കാല് തട്ടിയപ്പം കുറേ മണൽത്തരി ആ പാറയിലേക്ക് വീഴുകയും അവിടുന്ന് അഹല്യ പുറത്തോട്ട് വരികയുമാണ്. ചിത്രരാമായണം ഇന്ന് കേരള യൂണിവേഴ്സിറ്റി പുസ്തകമാക്കി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ 1000 രൂപ കൊടുത്തൊരു പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. 1000 ചിത്രങ്ങളായി രാമായണം വരച്ചിരിക്കുകയാണ്. ശ്രീരാമൻ പാറയെ ചവിട്ടുന്നില്ല. മലയാള സിനിമയിൽ ഇത് പാട്ടായി. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽമുന്നെ കൊണ്ടുവന്ന് തൊട്ടപ്പോൾ തന്നെ കാട്ടിലെ കല്ല് മോഹിനിയെ ചവിട്ടിയോ? ഇല്ല, തൊട്ടതേ ഉള്ളൂ. മലയാളിയുടെ സ്ത്രീ സംരക്ഷണ നിയമമാണ് ഈ 2 പാട്ടിലും
കാണുന്നത്. അപ്പോൾ പാറയായി കിടന്ന അയോധ്യയെ സമ്പൽ സമൃദ്ധമായ അയോധ്യയാക്കി മാറ്റി. ഹിന്ദു രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചപ്പോൾ ടാക്സ് 20%. മുസ്ലിം സുൽത്താന്മാർ ഭരിക്കാൻ വന്നു 36%. മുഗളന്മാർ ഭരിക്കാൻ വന്നു 46%. ബ്രിട്ടീഷുകാർ ഭരിക്കാൻ വന്നു 58%. ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഇന്ത്യ ദരിദ്ര രാഷ്ട്രമായി മാറി. 190 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ടാക്സ് 77%, പിന്നെ 40% കുറച്ചു. 1997 ഡ്രീം ബഡ്ജറ്റിൽ ചിദംബരം 30% കുറച്ചു. ഇപ്പോഴും ശ്രീരാമൻ ഉണ്ടാക്കിയ 20% 10% മുകളിലാണ് ടാക്സ്. നിങ്ങൾ ഞാൻ 100 രൂപ ഉണ്ടാക്കിയാൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ കിട്ടും? 22 രൂപ കിട്ടും. 30% ഇൻകം ടാക്സ്, 18% GST, പിന്നെ 34 രൂപയുടെ പെട്രോൾ നമ്മൾ 106 രൂപ, 28 രൂപയുടെ ഡീസലിന് 96 രൂപ, പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ടാക്സ്, സ്പെഷ്യൽ ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, വെഹിക്കിൾ ടാക്സ്, ഇങ്ങനെ ടാക്സ് എല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ 100 രൂപ ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടുന്നത് 22 രൂപ. 78% ടാക്സ്. ഇന്ത്യ രക്ഷപ്പെടുവോ? ഇന്ത്യ രക്ഷപ്പെടുകയില്ല. ശ്രീരാമൻ ഉണ്ടാക്കി 20% ടാക്സിലേക്ക് ഇന്ത്യ പോകാതെ ഇന്ത്യ രക്ഷപ്പെടുകയില്ല. അതാണ് രാമരാജ്യം. ശ്രീരാമനോട് നിയമം ഉണ്ടാക്കി. റോഡ് സൈഡിൽ വസ്തുവുള്ള ആരും മതിൽ കെട്ടാൻ പാടില്ല. റോഡ് സൈഡിൽ പൂക്കൾ വിരിയുന്ന ചെടികൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കണം. റോഡിലൂടെ നടന്നു വന്നാൽ 2 സൈഡിൽ നോക്കുമ്പം നല്ല പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്. പൂക്കളെ കണ്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് സുഗന്ധം ശ്വസിച്ചുകൊണ്ട് ആളുകൾക്ക് അയോധ്യയിലൂടെ നടക്കാനിടയാവണം. അയോധ്യയിൽ ആര് നടന്നാലും പൂക്കൾ കണ്ട് സുഗന്ധം ശ്വസിച്ചിങ്ങനെ നടക്കുകയാണ്. അതാണ് അശോക ചക്രവർത്തി പൂക്കളെന്ന മരം മാത്രമല്ല, തണൽ വേണ്ട മരം വേണമെന്ന് പറഞ്ഞു. അന്ന് ഈ കാറും സ്കൂട്ടറും ഒന്നുമില്ല, നടന്ന് പോയാൽ പറ്റുള്ളൂ. അപ്പം തണൽ കിട്ടണം, അതിന് മരം വെച്ച് പിടിപ്പിച്ചു. ഇങ്ങനെ റോഡിലുള്ള മരമെല്ലാം വെച്ച് പിടിപ്പിച്ച് ഇപ്പോൾ കാറിൻ്റെ മണ്ടക്കൂടെ, ലോറിയുടെ മണ്ടക്കൂടെ, ബസ്സിൻ്റെ മണ്ടക്കൂടെ ഈ മരം ഒടിഞ്ഞ് വീണ് എത്ര എണ്ണം ചത്ത്, എത്ര വണ്ടി ഇല്ലാതായി. ശ്രീരാമചന്ദ്രൻ മരം വെക്കാൻ പറഞ്ഞോ? ഇല്ല, പൂക്കളുണ്ടാകുന്ന ചെടികൾ മാത്രം. ശ്രീരാമചന്ദ്രൻ ഭഗവാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരുത്തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ വേസ്റ്റ് കണ്ടാൽ അടുത്ത 90 ദിവസത്തേക്ക് അവൻ്റെ ജോലി അവൻ്റെ വീട്ടിൽ നിന്ന് 90 അടി വലത്തോട്ടും 90 അടി ഇടത്തോട്ടും വേസ്റ്റ് കോരുന്ന അവൻ്റെ ജോലിയാണ്. അന്ന് പ്ലാസ്റ്റിക്കൊന്നും ഇല്ല, പക്ഷേ വേസ്റ്റ് വരും. അവിടെ എല്ലാവരും വെളുപ്പിന് 5 മണിക്ക് എഴുന്നേക്കും. അവൻ്റെ ശത്രുക്കളെല്ലാം വേസ്റ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ 90 ദിവസം വേസ്റ്റ് കോരി തന്നെ. അപ്പം അവൻ്റെ ശത്രുക്കളുണ്ടല്ലോ, അവൻ ആരെങ്കിലും വേസ്റ്റ് കൊണ്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാം ക്ലീൻ ചെയ്തിടും. ഇല്ലെങ്കിൽ 90 ദിവസം മുണ്ടും മടക്കി കുത്തി വേസ്റ്റ് കോരൻ്റെ ഗതികേട്ടിലേക്ക് എത്തും. കാരണം അയോധ്യയിലെ തെരുവീതിയിൽ വേസ്റ്റ് എന്നൊരു സാധനം കാണാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ക്ലീൻ. അയോധ്യയിലെ സരയൂ നദിയിൽ ഇറങ്ങി നോക്കിയാൽ, കരയ്ക്ക് നിന്നാൽ വെള്ളത്തിനടിയിലെ ചരലുകൾ എണ്ണാമായിരുന്നു. രാമായണത്തിൽ പറയുന്നതാണ്. നദിയിൽ വേസ്റ്റ് ഇടാൻ പറ്റില്ല. വേസ്റ്റ് ഇട്ടാൽ അവൻ്റെ ഇടപാട് കഴിച്ചു പോകും. നദി ശുദ്ധമായിരിക്കണം, വെള്ളം ശുദ്ധമായിരിക്കണം. പുല്ലൂർ പേപ്പർ മിൽ ഫാക്ടറി ഉണ്ടാക്കി. പേപ്പറില്ലെങ്കിൽ പത്രം വച്ചടിക്കാൻ പറ്റുമോ? പറ്റിയല്ല. പുസ്തകം വച്ചടിക്കാൻ പറ്റുമോ? പറ്റിയല്ല. പക്ഷേ ആ വേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി വിഷം കല്ലടയാറിനോട് തുറന്നങ്ങ് വിട്ടു. ശുദ്ധമായി കണ്ണീര് പോലുണ്ടായിരുന്ന കല്ലട നദി വിഷലിപ്തമായി. ജീശക്കുറുപ്പ് പാടി, കല്ലടയാർ ഒഴുകുന്നു വിഷലിപ്തമായി. 10 രൂപ സഹാക്കന്മാർ സമരം ചെയ്തത് പൂട്ടി. അതുകൊണ്ട് കല്ലടയാർ രക്ഷപ്പെട്ടു. ശ്രീരാമൻ്റെ കാലത്തുണ്ടല്ലോ, സരയൂ നദിയിൽ വേസ്റ്റ് ഇട്ടാൽ അവനെ ജയിലിൽ കിടന്നവൻ്റെ ഇടപാട് കഴിയും. ഇങ്ങനെ 24 നടപടികളിലൂടെ സംശുദ്ധമായൊരു ഭരണം എന്താണെന്ന് ശ്രീരാമൻ പഠിപ്പിച്ചു. അതാണ് രാമരാജ്യം. ഈ രാമനെ ഇല്ലാതാക്കാൻ വേണ്ടി BC 186 അശോക ചക്രവർത്തിയുടെ കൊച്ചുമോൻ ബൃഹദത്തനെ കൊന്ന ശേഷം ഒരു ഭരണാധികാരി വന്നു, പുഷ്യമിത്ര ശുങ്കൻ. അവൻ രാമായണത്തിൽ ഇല്ലാത്തൊരു രാമായണം എഴുതിയുണ്ടാക്കി, ഉത്തര രാമായണം. വാൽമീകി രാമായണം എഴുതി. യുദ്ധമെല്ലാം കഴിഞ്ഞ് സീതാദേവി കൊണ്ടുവന്ന് അയോധ്യയിൽ ശ്രീരാമനും സീതയും ദീർഘകാലം ഭരിച്ചു വസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ രാമായണം. അവിടെ വാൽമീകി നിർത്തി. അത് കഴിഞ്ഞ് ഉത്തരരാമായണം എഴുതി. സീതാദേവി രാവണൻ്റെ മോളായിരുന്നു, കൊന്ന് കുഴിച്ചിടാൻ പറഞ്ഞു. കൊണ്ടിട്ട് കുഴിച്ചിട്ട സ്ഥലത്ത് ജനകൻ അങ്ങോട്ട് തൊഴുതു മറിച്ചപ്പോൾ കുഞ്ഞിനെ കൈകിട്ടി. സീതാദേവിയുടെ ചാരിത്ര സീതാദേവി ഉപേക്ഷിച്ചു. സീതാദേവിയെ കാട്ടിക്കൊണ്ട് കളഞ്ഞു. അവിടെ വാൽമീകിയുടെ ആശ്രമത്തിൽ വന്ന് കയറി അവൾ താമസിച്ചു. ലവനും കുശനും അവിടെ ജനിച്ചു. ലവനും കുശനും ശ്രീരാമൻ യുദ്ധത്തിൽ തോപ്പിച്ചു.
ശംഭു ഋഷി ശപഥം ചെയ്തപ്പോൾ അവൻ ശൂദ്രനായതുകൊണ്ട് അവൻ്റെ കഴുത്ത് വെട്ടി. ശുദ്ധ അസംബന്ധം. ശ്രീരാമനോ വാൽമീകിയോ സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങൾ രാമായണമെന്ന് പറഞ്ഞ് ജനം വിശ്വസിക്കുകയും അമ്പലങ്ങളിൽ പോലും ആളുകൾ പ്രസംഗിക്കുകയും ചെയ്യുന്നതിനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവമേ ഇല്ല. സീതാദേവി ഉപേക്ഷിച്ചിട്ടുമില്ല, അവിടെ കിടന്ന് ആശ്രമത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ഇല്ല. ഞാൻ വനിതാ കമ്മീഷൻ ഡയറക്ടറായിരുന്നു. ഒരു ഭർത്താവും ഭാര്യയുടെ വഴക്കാണ്. ഞാനിങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഭാര്യ ഗർഭിണിയാണ്. ഞാൻ ഈ ഭർത്താവിനോട് ചോദിച്ചു, എടാ നിൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് കേൾക്കുന്നുള്ളൂ, നീ ഈ സമയത്ത് അവളെ ഉപേക്ഷിക്കാവോ? അവൻ എന്നോട് ചോദിച്ചു, സാറേ രാമായണം വായിച്ചിട്ടില്ല സാറേ, ശ്രീരാമേന്ദ്ര ഭഗവാനെ ഗർഭിണിയായ ഭാര്യയെ കൊണ്ട് കാട്ടിക്കളഞ്ഞു. ഞാനത് കളഞ്ഞില്ലല്ലോ സാറേ, എൻ്റെ ഭാര്യയെ കൊണ്ട് അപ്പനെ ഏൽപ്പിച്ചില്ലേ? ഇവിടെ അവൻ പോക്കത്തരം കാണിക്കാൻ വേണ്ടി, ന്യായീകരിക്കാൻ വേണ്ടി ശ്രീരാമനെ കയറി ഉദ്ധരിക്കുകയാണ്. ശ്രീരാമൻ അറിഞ്ഞ കാര്യമാണ് ഉത്തരരാമായണത്തിൽ എഴുതി ചേർത്ത ഓരോ വിവരക്കേടുകൾ. അപ്പോൾ അതുകൊണ്ട് ശ്രീരാമൻ എന്ന് പറഞ്ഞ ഐഡിയൽ റൂളർ എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് 7ാമത്തെ അവതാരം. 8ാമത് ബലരാമനാണ്, ശ്രീകൃഷ്ണ ജ്യേഷ്ഠൻ. ബലരാമൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദ്വാരകയിലെ ദ്വാരകയുടെ പഴയ പേര് കുശസ്ഥലി. കുശസ്ഥലിയിലെ രാജാവ് രേവന്തന് 3 ആൺമക്കളും ഒരു മകളും. മകൾ രേവതി. ഈ രേവതി ആരെ കൊണ്ട് കെട്ടിക്കണം? രേവന്തൻ പോയി ബ്രഹ്മാവിനോട് സംശയം ചോദിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാൻ വിഷ്ണു ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ചേട്ടനുണ്ട്, അവനെ കൊണ്ട് കെട്ടിക്കാൻ പറഞ്ഞു. നമ്മളൊക്കെ കല്യാണം അടയ്ക്കാൻ ബ്രോക്കറുടെ അടുത്ത് പോകും, ഇയാൾ പോയത് ബ്രഹ്മാവിൻ്റെ അടുത്ത്. അങ്ങനെ രേവന്തൻ മകൾ രേവതിയെ ബലരാമനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അയാൾ രാജ്യം 4ആയി വിഭജിച്ചു. 3 ആമക്കൊരു വീതം കൊടുത്തു, മകൾക്കൊരു വീതം കൊടുത്തു. രേവതി ആ സ്ഥലത്ത് ബലരാമനെ കൊണ്ടുവന്നു. ബലരാമൻ പറഞ്ഞു, അനിയനോട് നീയും വരാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണൻ ബലരാമനെ കൂടി അവിടെ എത്തി ഒരു ഭരണക്രമം സ്റ്റാർട്ട് ചെയ്യുകയാണ്. വെളിമ്പ്രദേശമാണ്. അപ്പം ശ്രീകൃഷ്ണൻ ബലരാമൻ എന്ത് ചെയ്തു? 25 മീറ്റർ പൊക്കത്തിലൊരു പടസലുണ്ടാക്കി അവിടെ ഒരു കോട്ട പണിഞ്ഞു. അപ്പോൾ സാധാരണ കോട്ടയ്ക്ക് ഒരു ഗേറ്റേ ഉള്ളൂ. ശ്രീകൃഷ്ണൻ പറഞ്ഞു, അഷ്ടദിക്പാലകന്മാർ 8 എണ്ണം, 8 പേർക്കും 8 ഗേറ്റ് വെച്ചുണ്ടാക്കണം. അത് 64 ഗേറ്റ്. 64 ഗേറ്റുള്ള കോട്ടയായതുകൊണ്ട് അതിന് ഗേറ്റ് എന്നുള്ളതിന് സംസ്കൃതം ദ്വാരം. 64 ദ്വാരങ്ങളാണ്. അപ്പോൾ 64 ദ്വാരങ്ങളിൽ ഗേറ്റ് ഉള്ളതുകൊണ്ട് അതിന് സിറ്റി ഓഫ് ഗേറ്റ്സ്, ദ്വാരക, ദ്വാരങ്ങളുള്ള പട്ടണം. 64 ദ്വാരമുള്ള പട്ടണം ആയതുകൊണ്ട് അതിനെ ദ്വാരക എന്ന് വിളിച്ചു. ആ ദ്വാരക ഭരിക്കാൻ ബലരാമനോ ശ്രീകൃഷ്ണൻ രാജാവായോ? ഇല്ല. കിരീടം വെച്ചോ? ഇല്ല. ഭാര്യ വീട്ടിൽ വന്നതാ ബലരാമൻ, കൂടെ ഒന്നാണ് ശ്രീകൃഷ്ണൻ. അവിടെ തരിശായി കിടന്ന ഭൂമി, അവിടെ ബലരാമൻ എന്ത് ചെയ്തു? കലപ്പേന്തിയ ആളാണ് ബലരാമൻ. പണ്ട് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് അടയാളമാണ് കലപ്പേന്തി കർഷകൻ. ആ പൊരുത്തനാണ് ബലരാമൻ. ബലരാമൻ ഈ കലപ്പ ഉപയോഗിച്ച് ദ്വാരകയുടെ ചുറ്റുള്ള ഭൂമി ഉഴുതു മറിച്ചു. അവിടെ സമ്പൽ സമൃദ്ധമായ ഒരു കാർഷിക സംസ്കാരം ബലരാമൻ ഉണ്ടാക്കി. ഇതാണ് ദ്വാരകയുടെ സൃഷ്ടി. ആ ദ്വാരകയിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഡെമോക്രസി, ജനാധിപത്യം ഉണ്ടായത്. നിങ്ങളെ എന്നെയൊക്കെ 5ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഗ്രീസിലെ ഏതൻസിൽ ജനാധിപത്യം ഉണ്ടായത് ശുദ്ധ വിവരക്കെട്ടാണ്. അവിടെ ആകെ 8% പേർക്ക് വോട്ടുള്ളൂ. സ്ത്രീകൾക്ക് വോട്ടില്ല, അടിമകൾക്ക് വോട്ടില്ല, യൂണക്സിന് വോട്ടില്ല. എല്ലാം കൂടെ 8% പേര് വോട്ട് ചെയ്യുന്നതാണ്. ജനാധിപത്യമാണോ? ഓലിഗാർക്കി. പക്ഷേ ശ്രീകൃഷ്ണൻ ബലരാമനും കൂടി ചരിത്രത്തിലെ ആദ്യത്തെ ഈ ഇലക്ഷൻ നടത്തി, ജനാധിപത്യപരമായ ഇലക്ഷൻ. അയോധ്യയിലെ ദ്വാരകയിലെ ജനങ്ങൾ 36 ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തു. ആ ജനപ്രതിനിധി സഭയെ ശ്രീമദ് ഭാഗവത്തിൽ പേര് വിളിച്ചിട്ടുണ്ട് ദാസാർഹി. ദാസന്മാർ അർഹരായവരെ തിരഞ്ഞെടുത്ത പാർലമെൻറ്റ്. ദ ഫസ്റ്റ് പാർലമെൻറ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലാദ്യം ജനാധിപത്യം ഉണ്ടായത് ശ്രീമദ് ഭാഗവത്തിലാണ്. ദ്വാരകയിലാണ് ആദ്യത്തെ ജനാധിപത്യ ഇലക്ഷൻ. മുഴുവൻ അഡൽസ് വോട്ട് ചെയ്തു. ദാസാർഹി മീറ്റിംഗ് കൂടും. ബലരാമനും ശ്രീകൃഷ്ണൻ അവിടെ പോയി ഇരിക്കും. ചർച്ചയെല്ലാം കേട്ട ശേഷം ശ്രീകൃഷ്ണൻ പറയും, ആ 3ാമത്തെ പറഞ്ഞത് വളരെ കറക്റ്റ്, അത് നടപ്പാക്കാം. അങ്ങനെ ദ്വാരകയിലെ ദാസാർഹി അല്ലെങ്കിൽ പാർലമെൻറ്റ് കുറേ തീരുമാനമെടുത്തു. അതിലേറ്റവും ആദ്യം തീരുമാനം എന്നറിയാമോ? പ്രൊഹിബിഷൻ, മദ്യനിരോധനം. ലോകത്തിൽ ആദ്യം നടപ്പാക്കിയ ദ്വാരകയിലാണ്. ഭഗവാൻ കൃഷ്ണൻ ബലരാമനോട് കൂടി അങ്ങനെ 10 പരിഷ്കാരങ്ങൾ നടത്തി. അങ്ങനെ ഒരു കാർഷിക സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷനിലെ കാർഷിക സംസ്കാരം പോലെ വലിയൊരു സംസ്കാരം പടുത്തുയർത്തി ദ്വാരകയിൽ. പ്രൊഹിബിഷൻ ഉൾപ്പെടെ ദ്വാരക ചെയ്ത ഭരണപരിഷ്കാരങ്ങൾ ഭാഗവതം വായിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതങ്ങോട്ട് കഴിഞ്ഞാൽ 9ാമത്തെ അവതാരം, പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട കുറേയേറെ പാഠമുണ്ട്.
ശ്രീകൃഷ്ണൻ 8 വയസ്സ് വരെ ബാലവാടിയിലായിരുന്നു. 8ാമത്തെ വയസ്സിൽ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് പോയി. 18 വയസ്സായപ്പം വൃന്ദാവനം വിട്ടിട്ട് മധുരയിൽ വന്ന് കംസനെ കൊന്നിട്ട് മുത്തച്ഛനെയും അച്ഛനെയും അമ്മയൊക്കെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ നേരെ ദ്വാരകയിൽ പോയി. ബാലവാടിയിൽ നിന്ന് വൃന്ദാവനത്തിൽ പോയ ശ്രീകൃഷ്ണൻ ഒരിക്കൽ പോലും ബാലവാടി തിരിച്ചു പോയില്ല. വൃന്ദാവനത്തിൽ നിന്ന് മധുരയിൽ പോയ ശ്രീകൃഷ്ണൻ ഒരിക്കൽ പോലും വൃന്ദാവനം തിരിച്ചു പോയില്ല. മധുരയിൽ നിന്ന് ദ്വാരകയിൽ പോയ ശ്രീകൃഷ്ണൻ ഒരിക്കൽ പോലും മധുര തിരിച്ചു പോയില്ല. ശ്രീകൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? നെവർ ഗോ ബാക്ക്വേർഡ്, ഗോ ഫോർവേഡ്. മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കണം കൊണ്ടല്ലോ, അവൻ നെവർ ലിവ് ഇൻ ദ പാസ്റ്റ്. 5ാം ക്ലാസ്സിൽ തന്നെ ലവന്നുള്ളി, 7ാം ക്ലാസ്സിൽ ടീച്ചർ ചൂരോടി കൊണ്ട് ഒരു അടിയടിച്ചു, മറ്റേ കസ്റ്റമറിന് അത് ചെയ്തു, ഇത് ചെയ്തു. ഇതും ചിന്തിച്ചു ജീവിതത്തിൽ വിജയിക്കോ? ഇല്ല. നെവർ ലുക്ക് ബാക്ക്വേർഡ്. ശ്രീകൃഷ്ണൻ നമ്മളെ പഠിക്കുന്ന ആദ്യത്തെ പാടാണ് നെവർ ലുക്ക് ബാക്ക്. നെവർ, ഓൾവേസ് ലുക്ക് ഫോർവേഡ് ആൻഡ് ഗോ. വിക്ടറി വിൽ ബി യുവേഴ്സ്. സത്യസായി ബാബ നമ്മളെ പഠിപ്പിക്കുന്ന പാഠമുണ്ട്. നെവർ ലിവ് ഇൻ ദ പാസ്റ്റ്, നെവർ ലിവ് ഇൻ ദ ഫ്യൂച്ചർ. നാളെ ഇത് ചെയ്യണം, മറ്റന്നാൾ ഇത് ചെയ്യണം. ലിവ് എവറി ഡേ. സത്യസായി ബാബ പറയും നമ്മൾ ലോകത്തിൽ പഠിപ്പിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ് വളരെ ഭംഗിയായിട്ട്. ഹി നെവർ ലുക്ക് ബാക്ക്, ഹി വെൻറ്റ് ഓൺലി വൺ സൈഡ്. ഭഗവാൻ കൃഷ്ണൻ ബാലവാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വരികയാണ്. വരുമ്പോൾ അവിടെ വെള്ളമില്ല, ചെടികളെല്ലാം കരിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഗോവർദ്ധനത്തെ ഉദ്ധരിച്ചു. ചില അമ്പലത്തിൽ ചെല്ലുമ്പം ഭഗവാൻ ഇങ്ങനെ വെള്ളക്കയിൽ ഇങ്ങനെ പർവ്വതം പൊക്കി വെച്ചിരിക്കുകയാണ്. ഇന്നാളൊരു ക്ഷേത്രത്തിൽ കുഞ്ഞു വിരലിൽ ഗോവർദ്ധനം പൊക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഗോവർദ്ധനത്തിൽ പോയി. എന്താണ് ഈ ഗോവർദ്ധനോത്താരണം? ഗോവർദ്ധനം 8 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ വീതിയുള്ള 32 ചതുരശ്ര മീറ്റർ കിടക്കുന്നൊരു ഭയങ്കര മലയാണ്. ആ മലയുടെ ചുറ്റും വരണ്ട ഭൂമി, പുല്ലെല്ലാം കരിഞ്ഞു കിടക്കാണ്. ഭഗവാൻ കൃഷ്ണൻ പശുക്കളെ കൊണ്ട് വന്നപ്പം അവിടെങ്ങും തിന്നാനൊരു വകയില്ല. മഴ പെയ്ച്ചേ പറ്റുള്ളൂ. 2 രീതിയിൽ മഴ പെയ്ക്കാം. ഒന്ന് ലോകവാദം ചെയ്ത പരിപാടിയാണ്. 41 ദിവസം ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആയിരക്കണക്കിന് സന്യാസിമാരെ വിളിച്ചിട്ട് ഭയങ്കര യാഗം നടത്തി അവസാനം ദൈവേന്ദ്രൻ മഴ പെയ്ച്ചു. ചെയ്യാൻ സാമ്പത്തികം ഇല്ല. ഭഗവാൻ കൃഷ്ണൻ എന്തെന്നറിയാമോ? നെഗറ്റീവ് മെത്തേഡ് സ്വീകരിച്ചു. ഇനി ഒരുത്തരും ദേവേന്ദ്രനെ പൂജിക്കാൻ പാടില്ല. നമ്മുടെ വല്യപ്പൻ്റെ വല്യമ്മയുടെ പടം വെച്ച് നമ്മൾ പൂജിക്കും. ദേവേന്ദ്രൻ ദേഷ്യം വന്നു. കാണിച്ചു തരാം. ഭയങ്കര മഴ. 5 മിനിറ്റ് കൊണ്ട് ഭഗവാൻ കാര്യം സാധിച്ചു. 42 ദിവസം യാഗം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപയെ മുടക്കി ആയിരക്കണക്കിന് സന്യാസിമാരെ വിളിച്ച് തീറ്റിയും പശുവിനെ കൊടുത്തിട്ട് ലോകവാദനുണ്ടാക്കിയ മഴ ഭഗവാൻ കൃഷ്ണൻ 5 മിനിറ്റ് കൊണ്ട് കാര്യം സോൾവ് ചെയ്തു. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് മെത്തേഡ്. ഭാഗവതം വായിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി നടപ്പാക്കി. പോലീസ് ട്രെയിനിങ് കോളേജിൽ ഒരു SI മഹാശല്യം. 2 ഉണയൻ PhD എഴുതി ഇവനെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരണം. DGP അനങ്ങത്തില്ല. 1 മാസം കഴിഞ്ഞപ്പം ഞാൻ ഭാഗവതത്തിലെ ടെക്നിക്ക് ഉപയോഗിച്ചു. ഈ SI ഇല്ലാതെ പോലീസ് ട്രെയിനിങ് കോളേജ് നടക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് റിട്ടയർമെൻറ്റ് വരെ ഈ SI ഇവിടുന്ന് മാറ്റാൻ പാടില്ല. ലെറ്റർ അയച്ചു UG പോലെ. അങ്ങനെ എടുത്തണം. അടിയുടെ അവനെ എടുത്തിട്ട് നേരെ SI എടുത്ത് തൃശ്ശൂർ ട്രാൻസ്ഫർ ചെയ്തു. ഭാഗവതം വായിച്ചാണ് എനിക്ക് ടെക്നിക്ക് മനസ്സിലായത് കേട്ടോ. പോസിറ്റീവ് മെത്തേഡുണ്ട്, നെഗറ്റീവ് മെത്തേഡുണ്ട്. 5 മിനിറ്റ് കൊണ്ട് കാലം സാധിച്ചു. ഭഗവാൻ മഴ പെയ്ച്ചവിടെ. മഴ പെയ്ച്ച് കഴിഞ്ഞപ്പോൾ ഈ മഴ ഒഴുകി വരുന്ന വെള്ളം മുഴുവൻ ഈ ഗോവർദ്ധന ചുറ്റും ഭഗവാൻ 64 കുളങ്ങൾ കുഴിച്ചു. 64 കുളങ്ങൾ കുഴിച്ചിട്ട് ആ കുളത്തിൽ വീഴുന്ന വെള്ളം പരസ്പരം കണക്ട് ചെയ്തു. 64 ചതുരശ്ര കിലോമീറ്ററിൽ ഈ ചാലുകൾ വെട്ടി ഈ വെള്ളം എത്തിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? വൃന്ദാവനത്തിൽ ഇഷ്ടം പോലെ പുല്ലങ്ങോട്ട് വളരാൻ തുടങ്ങി. കൃഷി അങ്ങോട്ടുണ്ടായി. പശുക്കളുടെ എണ്ണം വർദ്ധിച്ചു. അതാണ് ഗോവർദ്ധനം. ഗോക്കളുടെ പശുക്കളുടെ എണ്ണം വർദ്ധിച്ചു. ഗോവർദ്ധനം എന്നതിന് പേര് വന്നു. അപ്പോൾ ഗോവർദ്ധനം ഉത്തരിച്ചതെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പൊക്കിയതാണോ? അല്ല. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഗോവർദ്ധനോദ്ധാരണം എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഗോവർദ്ധനം. അതാണ് ഭഗവാൻ ചെയ്ത ഗോവർദ്ധനം എന്ന് പറയുന്നത്. ഞാൻ ഗോവർദ്ധനത്തിൽ പോയി ഭഗവാന്റെ ഈ പണികളെല്ലാം കാണാൻ, കുളങ്ങളെല്ലാം പോയി കണ്ടു. വെള്ളം ചാല് വെട്ടിയതും 64 ചതുരശ്ര കിലോമീറ്ററിനെ ഫലഭൂയിഷ്ടമാക്കി ഞാൻ കണ്ടു. കേരളത്തിൽ നിന്ന് പോയി എനിക്കായതുകൊണ്ട് ഈ നമ്മുടെ ഈ സസ്യശ്യാമളമായ പ്രകൃതി സുന്ദരമായിട്ട് കണ്ടു. ഞാൻ മല കയറി മേളിച്ചെന്നു. അവിടെ സ്വർണം പൂശിയൊരു ക്ഷേത്രം. ഒരു 100 മീറ്റർ താഴെ വന്നപ്പോൾ വെള്ളി പൂശിയൊരു ക്ഷേത്രം.
കുറച്ചുകൂടെ താഴെ വന്നപ്പോൾ ചെമ്പ് പൂശിയ ഒരു ക്ഷേത്രം, പിന്നെ താഴെ വന്നപ്പോൾ ഇരുമ്പ് പൂശിയ ഒരു ക്ഷേത്രം, ഏഴാമത്തെ ശേഷം തടി, എട്ടാമത്തെ ക്ഷേത്രം വെറും കളിമണ്ണ്. ഞാൻ വിളിച്ചു എന്തൊരു കളിയാണ്. ഞാൻ DYSP പറഞ്ഞോട് ആ പൂജാരി എന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പൂജാരിയെ വിളിച്ചു വെച്ചു എന്തോ അതിൻ്റെ അർത്ഥം. പൂജാരി പറഞ്ഞു, സാറിപ്പോൾ IG അല്ലേ, സാറാ മേളിൽ തലേ തൊപ്പിയും സ്റ്റാറും ഒക്കെ വെച്ച് കാറിൽ പോകുമ്പോൾ സാറിന് തോന്നലല്ലേ, അതാണ് ആ സ്വർണം പൂശിയ ക്ഷേത്രം. കുറച്ച് കഴിഞ്ഞ് സാറിനെ ഒരു പവറും ഇല്ലാത്തൊരു കോർപ്പറേഷനിലുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. പോലീസും ഇല്ല, തൊപ്പിയില്ല, ഒന്നുമില്ല. അതാണ് ആ വെള്ളി പൂശിയ ക്ഷേത്രം. കുറച്ച് കഴിഞ്ഞ് സാറിന് 3 മാസം പോസ്റ്റിംഗ് ഇല്ലാതെ വീട്ടിൽ ഇരുത്തും. അതാണ് ചെമ്പ് പൂശിയത്. ശമ്പളമെല്ലാം ഉണ്ട്. ചെമ്പ് പൂശിയ ക്ഷേത്രം. പിന്നെ സാറ് പനി പിടിച്ച് കിടപ്പിലാവും. അതാണ് ഇരുമ്പ് പൂശിയ ക്ഷേത്രം. അവസാനം സാർ റിട്ടയർ ചെയ്തിട്ടേ ഒരുത്തനും ഗവനിക്കാതെ വീട്ടിലിരിക്കുക. അതാണ് തടി കൊണ്ടുള്ള ക്ഷേത്രം. പിന്നെ സാറ് ചത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മരത്തിൻ്റെ മണ്ടയ്ക്കോട്ട് കയറ്റി ഒറ്റ കത്തിരി. ഞാൻ ക്രിസ്ത്യാനിന്നേക്ക് അറിഞ്ഞൂടാ. സാറ് ചാരമാവും, സാറ് മണ്ണിനകത്ത് ചേരും. അതാണ് ആ കളി കൊണ്ടുള്ള ക്ഷേത്രം. അപ്പം എനിക്ക് തലേ വിവരം വന്നു. ഞാൻ വീണ്ടും മല കയറി. ഓരോ ക്ഷേത്രം ചെന്നിട്ട് അതിൽ കൊത്തി വച്ചിരിക്കുന്ന ഓരോ ശ്ലോകവും അതിൻ്റെ അർത്ഥവും ഞാൻ മെനക്കെട്ട് പേന കൊണ്ട് എഴുതി കോപ്പി ചെയ്ത് പഠിച്ച്, അപ്പോഴാണ് സ്വർണം പൂശിയ ക്ഷേത്രം തൊട്ട് കളിമണ്ണുണ്ടാക്കിയ ക്ഷേത്രം 8 ക്ഷേത്രം അർത്ഥം മനസ്സിലായത്. അതാണ് ഗോവർദ്ധനോദ്ധാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ ഓരോ ഫേസിനെയും എങ്ങനെ നേരിടണം. എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഗോവർദ്ധനം, പശുക്കളുടെ എണ്ണം വർദ്ധിച്ചു, ഗോവർദ്ധിച്ചു. ഇതാണ് കഥ. ഇത് കൃത്യമായിട്ട് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന പാടാണ്. നിങ്ങൾ എവിടെ ജനിച്ചാലും കൊള്ളാം, നിങ്ങൾ ഏത് ഓഫീസിൽ ജോലി കിട്ടിയാലും കൊള്ളാം, അവിടെ എന്തെങ്കിലും നിങ്ങളോട് ചെയ്യാൻ പറ്റുമോ അത് ഇമ്പ്രൂവ് ചെയ്യണം. അല്ലാതെ എനിക്ക് ഒരു പവറും ഇല്ലാത്ത ജോലി എന്നെ പോസ്റ്റ് ചെയ്തേ കരഞ്ഞോട്ടിരുന്ന് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എനിക്ക് 33 വർഷത്തെ പോലീസ് സർവീസിൽ 31 ട്രാൻസ്ഫർ കിട്ടി. ഒരു തവണ 96 ദിവസം എന്നെ പോസ്റ്റ് തന്നില്ല. ഒരു ദിവസം 66 ദിവസം എന്നെ പോസ്റ്റ് തന്നില്ല. പോസ്റ്റിംഗ് എന്തിനാ? ഞാൻ വീട്ടിൽ നിന്ന് പുസ്തകമൊക്കെ വായിച്ച് സുഖമായിട്ട് വായിച്ചോണ്ടിരുന്നത്. ശമ്പളം കിട്ടും. ശമ്പളം കിട്ടാതിരിക്കുകയില്ല. സുഖം പരിപാടി. ഗോവർദ്ധനത്തിൽ പോയിട്ട് എനിക്ക് മനസ്സിലായി ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന്. അതാണ് ഗോവർദ്ധനോദ്ധാരണം. മൂന്നാമതായി സൈക്കോളജിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ 4 തവണ വിശ്വരൂപം കാണിച്ചു. കൊച്ചുകുട്ടിയായിരുന്നു. യശോദാമ്മ ഉരൽ മറിച്ചിട്ട് കുറേ വേലയെ കാണിച്ച് യശോദാമ്മ വടിയെടുത്ത് അടിക്കാൻ ഭഗവാൻ വാ തുറന്ന് കാണിച്ചു. അപ്പോൾ വിശ്വരൂപം കൊണ്ട് യശോദാമ്മയ്ക്ക് മനസ്സിലായി ഇത് വെറും കുട്ടിയല്ല, ഭഗവാനാണെന്ന് മനസ്സിലായി. രണ്ടാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. എപ്പോഴാണ്? മഹാഭാരത യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഭഗവാൻ ഹസ്തനപുരത്തിൽ പോയി. ദുര്യോധനും ശകുനും കൂടെ ആലോചിച്ചു, ഇവൻ മറുസൈഡിൽ ചേർന്നാൽ യുദ്ധം നമുക്ക് ജയിക്കാൻ പ്രയാസം. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് അറസ്റ്റ് ചെയ്ത പ്രശ്നം തീരുമല്ലോ. ദുര്യോധനനും ദുശാസനും നമ്മുടെ ശകുനും എല്ലാം കൂടി ഭഗവാൻ കൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ വന്നു. ഭഗവാൻ ഒരു വിശ്വരൂപം കാണിച്ചു. ദുര്യോധനനും ശകുനിയൊക്കെ മലമൂത്ര പുസ്തകത്തിലുണ്ടായി പേടിച്ചുപോയി ആ വിശ്വരൂപം കണ്ടിട്ട്. മൂന്നാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോവാണ്. അർജുനൻ അളിയനല്ലേ, അളിയനും കൂടെ മറ്റേ തേരി കയറ്റിയിട്ട് 2 സൈന്യങ്ങളുടെ നടുക്കോട്ട് കൊണ്ടുവന്നു. 11 അക്ഷോണി കൗരവന്മാർ ഇടതുവശത്തുണ്ട്, 7 അക്ഷോണി പാണ്ഡവന്മാർ വലതുവശത്തുണ്ട്. ഭഗവാൻ അർജുനോട് പറഞ്ഞു, കണ്ടോ അർജുന കാര്യങ്ങളൊക്കെ? ആ നിൽക്കുന്ന ആളില്ലേ ഭീഷ്മർ, അവനെ നമുക്ക് കൊല്ലണം, നിൻ്റെ വല്യപ്പൻ. ഇപ്പുറത്ത് ദ്രോണർ നിൽക്കുന്നുണ്ട് ഗുരു, അവനെ നമുക്ക് കാച്ചണം. ദ്രോണർ നിൽക്കുന്നുണ്ട് കൃപാചാര്യൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ, അവനെ നമുക്ക് ഫിനിഷ് ചെയ്യണം. 4 പേരുടെ പേര് കേട്ടു. അർജുനൻ പറഞ്ഞു, പൊന്നു ഭഗവാനെ, എൻ്റെ നാക്ക് വറ്റുന്ന ഭഗവാനെ, കൈ വിറയ്ക്കുന്ന ഭഗവാനെ, ദാ ഞാനിപ്പോൾ താഴെ പോകും. ഡും കിടക്കുന്നു തേരിൻ്റെ അവിടെ. പിന്നെ 701 ശ്ലോകമുള്ള ഭഗവത്ഗീത ചൊല്ലി ആണ് ഈ അർജുനനെ പൊക്കിയത് ഭഗവാൻ. ആ ഭഗവത്ഗീത ഇടയ്ക്ക് അർജുനൻ ചോദിക്കുന്നു, ഭഗവാൻ പറഞ്ഞു നമ്മൾ നരനാരായണന്മാരുടെ എത്ര തലമുറയെന്നറിയാവോ? അർജുനൻ ചോദിക്കുന്നു, അങ്ങയുടെ ഒറിജിനൽ ഫോം എന്നെ കാണിച്ചു തരാമോ? കൃഷ്ണൻ പറഞ്ഞു, അർജുന നീ ആളൊക്കെ വീരനാണ്, പക്ഷെ അത് കാണാൻ നിനക്ക് ശക്തിയില്ല. അപ്പോൾ ഭഗവത്ഗീതയുടെ 9-10 അധ്യായങ്ങൾ അർജുനൻ തയ്യാറാക്കി. എന്നിട്ട് 11-ാം അധ്യായത്തിൽ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. വിശ്വരൂപം ഓപ്പൺ ഹീമർ, ആദ്യത്തെ ആറ്റമം പൊട്ടുകയാണ് മെക്സിക്കോയിൽ. 8 കിലോമീറ്റർ അകലെ ഒരു ഇരുമ്പ് ഗോപുരത്തിരിക്കുകയാണ് ഓപ്പൺ ഹീമർ. ഓപ്പൺ ഹീമർ ഇൻഡോളജി ക്ലാസ്സിൽ ബെർലിനിൽ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭഗവത്ഗീത അറിയാം. ബോംബ് അങ്ങോട്ട് പൊട്ടിയപ്പം ജർമ്മൻ ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ ഫ്രഞ്ച് ഭാഷയിലോ ഒന്നും അത് വർണ്ണിക്കാൻ വയ്യ. ഓപ്പൺ ഹീമർ പെട്ടെന്ന് ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിലെ വിശ്വരൂപം കാണിക്കുന്ന രൂപമാണ്. കോടി കോടി സൂര്യപ്രഭ എന്നുള്ള ശ്ലോകമാണ് ഉദ്ധരിക്കുന്നത്. 4-ാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. ഭീഷ്മർ ശരശയ്യ കിടക്കുകയാണ്. ഭീഷ്മർക്ക് ഉത്തരായന കാലത്തോത്രം മരിക്കാൻ പറ്റും. അതുകൊണ്ട് ദക്ഷിണായന കാലത്ത് യുദ്ധം നടത്തിയത്. ഉത്തരായന കാലം തുടങ്ങുന്നത് എന്നാണ്?
മകരസംക്രാന്തി, നമ്മുടെ ശബരിമലയിലെ മകരസംക്രാന്തി ദിവസമാണ്. അന്ന് രാവിലെ ഭഗവാൻ നേരെ ഭീഷ്മരുടെ അടുത്ത് വന്നു. ഭീഷ്മർ ഭഗവാനെ കണ്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാൻ എനിക്ക് പണ്ട് അറിയാമായിരുന്നു കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു സഹസ്രനാമ സ്തോത്രം വിഷ്ണു ഭഗവാൻ 1000 പേരങ്ങ് പറയുകയാണ്. ഭഗവത്ഗീത ഇവിടുത്തെ ശ്രീമദ് ഭാഗവത സപ്താഹത്തിനിടയ്ക്ക് വിഷ്ണു സഹസ്രനാമം ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും യജ്ഞാചാര്യൻ. 4 വിശ്വരൂപങ്ങളാണ്. പക്ഷേ ഓരോ വിശ്വരൂപവും അത് കാണുന്ന ആളിനെ ആശ്രയിച്ച ചെയ്ത്. യശോദാമ്മയ്ക്ക് വിശ്വരൂപം കാണിക്കുമ്പോൾ ഭീകരൂപം കാണിച്ചോ? ഇല്ല. ഒഴുകുന്ന നദികൾ, സുന്ദരമായ പ്രകൃതി, വന്യമൃഗങ്ങൾ ഓടുന്നു. ഒരു പാവം സ്ത്രീയില്ലേ, അവൾക്ക് വലിയൊന്നും കാണാൻ ശക്തിയില്ല. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് കാണാൻ പറ്റിയ വിശ്വരൂപം കാണിച്ചു യശോദാമ്മയ്ക്ക് മനസ്സിലായി ഈ കുട്ടി ഭഗവാനാണ്. ദുര്യോധനനും ശകുനിയെല്ലാം കൂടെ ഭഗവാനെ അറസ്റ്റ് ചെയ്യാൻ വരിക. ഭഗവാനൊരു വിശ്വരൂപം കാണിച്ചു. ദുഷ്ടങ്ങളുള്ള ദുഷ്ടമൃഗങ്ങളും മറ്റെല്ലാം കൊണ്ട് വരുന്ന വരവാ. ദുര്യോധനനും ശകുനിയും മലമൂത്ര പേടിച്ചു പോയി. അർജുനന് യുദ്ധം ഇവിടെ നടക്കല്ലേ, അനേകം സൂര്യനുകൾ, നക്ഷത്രങ്ങൾ, പ്ലാനറ്റുകൾ, യൂണിവേഴ്സിൻ്റെ മഹത്വം കൊണ്ട് കാണിച്ചു കൊടുത്തു. അർജുനന് മനസ്സിലായി ഈ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ നിൽക്കുന്ന ഭഗവാനാണ്. ഭീഷ്മരോ മരിക്കാൻ പോവാണ്. മകരസംക്രാന്തി രാവിലെയാണ്. മരണത്തിന് മുമ്പ് ജീവിതത്തിൻ്റെ പൂർണ്ണത കാണാൻ വേണ്ടി, ജീവിതം പൂർണ്ണമാക്കാനുള്ളതാണ് ഭീഷ്മരെ കാണിച്ച വിശ്വരൂപം. ഒരേ ഭഗവാൻ 4 വിശ്വരൂപം കാണിക്കുന്നു. ഓരോ വിശ്വരൂപത്തിലും ഭഗവാൻ കാണിച്ചെന്താണ്? ആരുടെ സൈക്കോളജിക്ക് അത് പറ്റുമോ അതനുസരിച്ചുള്ള വിശ്വരൂപമാണ് ഭഗവാൻ കാണിച്ചത്. നിങ്ങൾ എൻ്റെ പാഠമാണ്. സ്കൂളിലെ കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന പോലെ നമ്മുടെ വീട്ടിലെ 5 വയസ്സുള്ള കുട്ടിയെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഭാര്യയെ കൈകാര്യം ചെയ്യുന്ന പോലെ അയൽവക്കത്തെ ഭാര്യയെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? പറ്റിയില്ല. സൈക്കോളജി അറിയാതെ ഭൂമി പെരുമാറിയാൽ അവൻ്റെ അന്ത്യം ഭഗവാൻ പഠിപ്പിക്കുകയാണ്, വിശ്വരൂപം കാണിക്കുകയാണ്. 4ാമത്, ഭഗവാൻ വളരെ ശ്രദ്ധേയമായി തൻ്റെ ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതിലൊന്നാണ് കാളിയനെ അമർച്ച ചെയ്യുക. കാളിന്തി ഇവനങ്ങ് നശിപ്പിക്കുക. ഭഗവാൻ ഒരു ആൽമരത്തിന് മേളിൽ കയറി ഒറ്റ ചാട്ടം, കാളിയനെ ചാവട്ടി പരുവായിക്കൊണ്ടിരിക്കുകയാണ്. കാളിയൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 ഭാര്യമാർ ഓടി വന്നു, ഭർത്താവിനെ കൊല്ലല്ലേ. കാളിയൻ 4 ആൺമക്കളായിരുന്നു. 4 ആൺമക്കൾ ഓടി ഭഗവാന്റെ അടുത്ത് നിന്ന്, ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ. കൊല്ലത്തില്ല മക്കളെ, നിങ്ങളുടെ ഭർത്താവിനെ അപ്പനെ കൊല്ലത്തൊന്നുമില്ല, പക്ഷേ ഇനി ഇവിടെ വിഷം നടക്കാൻ പറ്റിയില്ല. നിങ്ങൾ കടൽ കടന്ന് 4000 യോജന അപ്പുറത്ത് പോയി രമണക ദ്വീപിൽ പോയി താമസിച്ചോണം. അങ്ങനെ കാളിയേനും ഭാര്യയും മക്കളും എല്ലാം കൂടെ കടൽ കിടന്ന് രമണക ദ്വീപിൽ പോയി എന്നാണ് നമ്മുടെ ശാസ്ത്രം. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഓഷ്യനിൽ ഇറങ്ങി പസഫിക് സമുദ്രത്തിൽ 4000 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഫിജി എന്നൊരു ദ്വീപസമൂഹമുണ്ട്. ഹിന്ദു ഭൂരിപക്ഷമുള്ള ദ്വീപസമൂഹമാണ്. 61% ഹിന്ദുക്കളാണ്. അവിടെ കാളിയന്മാരുടെ ജനവിഭാഗമുണ്ട്. അവർ പറയുന്നു ഭഗവാൻ കൃഷ്ണൻ നമ്മളെ പണ്ട് യമുനാ നദീത്ത് ഓടിച്ചാൽ ഞങ്ങളോടും താമസിക്കാണ്. ഭാഗവതത്തിൽ പറയുന്ന രമണദ്വീപ്, ഫിജിയിലെ ദ്വീപിൻ്റെ രമണദ്വീപ്. കാരവത്തിൽ പറയുന്ന കാളിയൻ, ഇതാ അവിടുത്തെ ജനം പറയുന്ന കാളിയന്മാർ. രമണദ്വീപിൻ്റെ പേരുണ്ട്, ഇവിടെയും രമണദ്വീപ്. യുവന്മാരുടെ രക്തം എടുത്ത് പരിശോധിച്ചു, DNA. അപ്പോഴാണ് UP ജനങ്ങളുടെ രക്തമാണ്. ഭാഗവതത്തിൽ ഓടിച്ച കാളിയൻ അവിടെ പോയി സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ആ കാളിയനെ അമർച്ച ചെയ്യുന്ന ഭാഗം സുന്ദരമായി വിവരിച്ചിരിക്കുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ്. 11,000 ശ്ലോകമുള്ള ഭാഗവതത്തെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി 1000 ശ്ലോകത്തിൽ ഒതുക്കി. ഓരോ അവതാരത്തിനും ഓരോ 100 ശ്ലോകം. അതിൽ കാളിയനെ അങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന ഭാഗമുണ്ട്. ആ ശ്ലോകം വായിക്കുമ്പോൾ തന്നെ യുദ്ധം നടക്കുന്നത് മനസ്സിലാവും. അതദിക്ഷു വിദക്ഷു പദക്ഷുപിത പ്രവിദോദര വാരിതി ദന്തപരി അതക ദുതക ദുർഗാധിപതി കതുവർത്തം അശാന്ത ഋഷാന്തമാന. ഇടിയും ചവിട്ടുമൊക്കെ നല്ല ഭംഗിയായിട്ട് മനസ്സിലാവും. ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, ഓർമ്മയിൽ നിന്ന് ചൊല്ലുന്നതാണ്, തെറ്റുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ ഒരു രംഗം വർണ്ണിക്കുമ്പോൾ ആ പ്രക്ഷുബ്ധമായ ചവിട്ടുവടിയൊക്കെ ആ സംസ്കൃത ശ്ലോകത്തിൽ കൃത്യമായി പ്രയോഗിച്ചിരിക്കുകയാണ്. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഒരു ജനതയുടെ ഏറ്റവും വലിയ ആവശ്യം ശുദ്ധജലമാണ്. ആ ശുദ്ധജലം നശിത്തമാക്കുന്നവൻ രാജ്യദ്രോഹിയാണ്. അവൻ ആരായാലും രാജ്യദ്രോഹിയാണ്. നാട്ടിലെ കുളങ്ങളും കിണറുകളും ട്യൂബുവെല്ലും എല്ലാം വെള്ളം ശുദ്ധമായി ജനങ്ങളെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ജനം ചത്തുപോകും. നമ്മുടെ ബോഡിയുടെ 80% വെള്ളമാണ്. ആ വെള്ളം സപ്ലാന്റ് ചെയ്യുമ്പോൾ ശുദ്ധജലം ജനത്തിന് കൊടുത്തിരിക്കണം. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭഗവാന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഉണ്ടായിരുന്നു.
ഭഗവാൻ പെണ്ണുങ്ങളുടെ വസ്ത്രമെല്ലാം അടിച്ചുകൊണ്ട് മരത്തിൻ്റെ മേളിൽ കയറി ഇരുന്ന് കളഞ്ഞു. പെണ്ണുങ്ങളോട് കയറി വരാൻ പറഞ്ഞു. അപ്പോൾ ചില ന്യായീകരണ തൊഴിലാളികൾ ശ്രീമദ് ഭാഗവതി പറയും, ഓ ഭഗവാൻ 9 വയസ്സുള്ളായിരുന്നു, 9 വയസ്സുള്ള കുട്ടിക്ക് പെണ്ണുങ്ങളുടെ വസ്ത്രം അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ അവിടെ പോയി ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി പോലീസിനെയും കൂട്ടിപ്പോയി. അപ്പോൾ അവിടെ എന്താണെന്നറിയാമോ, സ്ത്രീകൾ വന്നിട്ട് വേഷം മാറാൻ ഇരിക്കുന്ന സ്ഥലത്ത് വേഷം മാറിയാൽ ഒരു 30 മീറ്റർ നടന്നെങ്കിലേ താഴെ വെള്ളത്തിനോട് ചെല്ലുള്ളൂ. തിരിച്ച് കുളിച്ച് ഇങ്ങോട്ട് കയറി വരണം 30 മീറ്റർ. അവിടെ അങ്ങനെയാണ് ആ കടവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ ശ്രദ്ധേയമായി എന്നെ പോലീസ് ഒരു കാര്യം കാണിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ കടവിലൊരു 10-100 വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. ഇടതൂർന്ന ഇലകളാണ്, ഇടതൂർന്ന ഇലകൾ. അതിനകത്തൊരാൾ കയറിയിരുന്നാൽ അതിനകത്ത് ആളിരിപ്പുണ്ടെന്ന് മനസ്സിലാവുകയില്ല. എന്നെ അവിടുത്തെ ഒരാളിനെ കയറ്റിയിരുത്തി കാണിച്ചു തന്നു. അവിടെ ഒരാളിരിക്കുന്ന കാണാമോ? ഒരു രക്ഷയില്ല. അപ്പോൾ ഈശ്വരൻ ഭൂമി സൃഷ്ടിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് സ്ത്രീയുടെ ശരീരം, സ്ത്രീയുടെ സൗന്ദര്യം. അവളുടെ ചുണ്ടുകൾ ഉപയോഗിച്ചിട്ട് അവൾ 3 തലമുറയെ സന്തോഷിപ്പിക്കും. അച്ഛനമ്മയ്ക്ക് ഉമ്മ കൊടുക്കും, ഭർത്താവിനും ഉമ്മ കൊടുക്കും, മക്കൾക്കും ഉമ്മ കൊടുക്കും. ഭയങ്കര സന്തോഷം. അവളുടെ സ്ഥാനത്തിലേക്ക് വരുമ്പം 2 തലമുറയ്ക്ക് സന്തോഷം കൊടുക്കും. ആ മുലപ്പാൽ കുടിക്കുന്ന കുട്ടി ഒരിക്കലും മുലപ്പാലിനെ മറക്കുകയില്ല, മുല കൊടുത്ത അമ്മയെ മറക്കുകയില്ല. ഭർത്താവിന് ആ സ്ഥാനം ഉപയോഗിച്ച് പരിരംഭണം കിട്ടുമ്പം ഭയങ്കര സന്തോഷം. സ്ത്രീയുടെ യോനിയിലേക്ക് വരുമ്പോൾ 2 തലമുറയ്ക്ക് ഉപയോഗപ്പെടും. പക്ഷെ അതിലൂടെ ജനിച്ച കുട്ടിക്ക് അതിലൂടെ ജനിച്ച കാര്യമൊന്നും അറിഞ്ഞൂടാ. പക്ഷേ തൻ്റെ യോനിയിലൂടെ ഒരു പുരുഷൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സന്തോഷത്തിന്, ആനന്ദത്തിൻ്റെ പരമകോടിയിലെത്തിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റും ആ യോനിയിലൂടെ. പക്ഷേ ഇതൊക്കെ കാണേണ്ടവൻ മാത്രമേ കാണാവൂ. വഴിയെ പോകുന്ന വായി നോക്കി കാണാനുള്ളതല്ല സ്ത്രീയുടെ സൗന്ദര്യം. അപ്പം ഈ കടവിൽ സ്ത്രീകൾ വന്നിട്ട് വസ്ത്രമെല്ലാം ഊരിയിട്ടിട്ട് നടന്ന് വെള്ളത്തിലോട്ട് പോകും. ഈ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നവന് കറക്റ്റ് കാണാം സ്ത്രീയുടെ പുറകുവശം 30 മീറ്റർ. കുളിച്ചു കഴിഞ്ഞ് സ്ത്രീ കയറി വരുമ്പോൾ ഫ്രണ്ട് നല്ല ഭംഗിയായിട്ട് വിഷൻ 30 മീറ്റർ. അന്ന് ക്യാമറയും ടെലിവിഷനൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ വേൾഡ് വൈഡ് അടിച്ചേനെ അവന്മാർ. അത് ചേരുന്ന സ്ത്രീകളെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അവിടെ ചെന്ന് വസ്ത്രം എടുത്ത് മേളിൽ വെച്ചു. സ്ത്രീകളോട് പറഞ്ഞു, ഈ പണി ചെയ്യരുത്, നിങ്ങൾ ബാക്കി വേഷം കോരിയിട്ടോ, നഗ്നത മറക്കാനുള്ള വേഷം എടുത്ത് കുളിച്ചോണം. തിരിച്ച് കയറി വരുമ്പം ആ നനഞ്ഞ തുണി മാറ്റിയിട്ട് വേറെ തുണി എടുത്ത് പൊക്കണം. നിങ്ങളുടെ നഗ്നത ഒരു റൗഡിയും കാണാൻ പാടില്ല, അന്യർ കാണാൻ പാടില്ല. ഭഗവാൻ സ്ത്രീകളെ പഠിപ്പിക്കുന്ന പാഠമാണ് ഹൗ ടു പ്രൊട്ടക്റ്റ് യുവർ പ്രൈവസി. ഭഗവാൻ ആ കടവിൽ ഞാൻ പോയ കടവിൽ നോക്കി നിന്ന് പഠിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. പോലീസ് അവിടുത്തെ DYSP ഒരുത്തിനെ ആ മരത്തിൻ്റെ ജില്ലയെ കയറ്റി ഇരുത്തിയപ്പോഴേ ഞാൻ നോക്കുമ്പോൾ ഒരു രീതിയിലും അവനെ കാണത്തില്ല. അപ്പോൾ സ്ത്രീകളുടെ പ്രൈവസി എങ്ങനെ സൂക്ഷിക്കണം ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് വലിയ ശാസ്ത്രത്തിൽ. ഭഗവാൻ ജയിലിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹം ജയിലിൽ ജനിച്ച ശേഷം അവിടുന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് കൊണ്ടുപോയി ബാലവാടി താമസിച്ചു. യശോദാമ്മയും നന്ദഗോരും ഭഗവാനെ രക്ഷിച്ചു. 18